നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള PM ആണ് കിരൺ ജോൺസ്. കിരൺ ഹോപ്സ് കോച്ചിൻ്റെ PM ആണ്. IBM വർക്ക് ചെയ്തിട്ടുണ്ട്, വാഹനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇപ്പോൾ ഒരു US കമ്പനി വർക്ക് ചെയ്യാണ്. എന്തെങ്കിലും ഒരു AI ഓപ്പറേഷൻസിനോ എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേഴ്സ് ഉണ്ടെങ്കിൽ ഹീ ജസ്റ്റ് കുക്സ് അപ്പ് റിയലി ഫാസ്റ്റ് സൊല്യൂഷൻസ്. ആ രീതിയിൽ പിന്നെ KPH ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഐ തിങ്ക് മേ ബി കിരൺ മേ ബി ക്യാൻ ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. വെൽക്കം കിരൺ ടു KPH പോഡ്കാസ്റ്റ്. ഇമാജിൻ എക്സിക്യൂട്ട് ചെയ്യുന്ന കുറേ ഫങ്ഷൻസ് ഉണ്ട്. സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. PM ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കൈൻഡ് ഓഫ് ലൈക്ക് ദ ഓയിൽ ദാറ്റ് കൈൻഡ് ഓഫ് ലൈക്ക് മേക്സ് ഇറ്റ് റൺ സ്മൂത്തർ. നൗ ആ ഒരു റോൾസ് ആർ കൈൻഡ് ഓഫ് ലൈക്ക് കമ്മിങ് എ ബിറ്റ് മോർ ക്ലോസർ. നമ്മൾ പണ്ട് ഈ ചെറുതാണെന്നൊരു ഒരു ഗെയിം കളിക്കില്ല, ഒരാളുടെ ചെവിയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന എൻഡിലെത്തുമ്പോൾ ഇറ്റ് ബിക്കം സംതിങ് ഡിഫറെൻറ്റ്. ഈ പ്രശ്നമാണ് ഫണ്ടമെൻ്റലി. അപ്പം now that people like AI has democratized building things, and now that anyone can kind of like build things, right? Adil debatable thing under I'll get to that. Now that anyone can build things, our context ulla aalku thana kind of like they can just dive deep and solve that problem, and that is truly empowering for a lot of people. പക്ഷേ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിവൺ ക്യാൻ ടേക്ക് എ ഫോട്ടോ വിത്ത് എ ക്യാമറ, ബട്ട് നന്നായിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനെപ്പറ്റി നല്ല ഡൊമൈൻ നോളജ് വേണം. ഇതിൽ ഏതിലെങ്കിലും എങ്ങനെയെങ്കിലും ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് യൂഷ്വലി പൊസിഷനിങ് ആംഗിൾ ആക്ച്വലി ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ ബിൽഡ് ചെയ്ത് തുടങ്ങുമല്ലോ. പിന്നെ നേരെ അത് കഴിഞ്ഞത് ആദ്യം പോയി ഡൊമൈൻ വാങ്ങും. കുറച്ചധികം ഉണ്ട്. സോ ബട്ട് കമ്മിങ് ബാക്ക് ടു ദ ബിൽഡിംഗ് ആസ്പെക്ട്, ആദ്യം പോയി ഡൊമൈൻ വാങ്ങാം. അപ്പോൾ ആ ഒരു ജനറലിസ്റ്റ് ക്യാരക്ടേഴ്സിനെ ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ്. ലൈക്ക് ഒരു റെനൈൻസൻസ് എറ പോലെയാണ് ഏറെക്കുറെ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ബട്ട് അതിലും ആക്ച്വലി കുറച്ച് കിക്ക് ബാക്സ് ഉണ്ട്. ലൈക്ക് AI is a generalist. AI could replace generalists at some point. So it's always like, but it's always best to എന്ത് സാധനം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ്സ് വളരെ ലെയിം വേർഷൻ ഓഫ് ഇറ്റ്, ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഔട്ട് ടു ഫ്യൂ പീപ്പിൾ. ഒരു ആദ്യം ഒരു വൈബ് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം വൈബ് ചെക്ക്. സോ ഇപ്പം ഐ സ്റ്റാർട്ട് വിത്ത് ഇന്റേണൽ. One of my when the AI conquers the world, KPH is my background. Like ഫെലിക്സിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്. AIക്ക് അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ലിറ്ററലി LLMs പ്രഡിക്ഷൻ എൻജിൻസ് ആണ്. ഇറ്റ് പ്രഡിക്ട്സ്, അതിനൊരു എന്താ പറയുന്ന ഒരു സിമിലാരിറ്റി വെച്ചിട്ട് നെക്സ്റ്റ് തിങ് പ്രഡിക്റ്റ് ചെയ്യുവാണ്. ഇറ്റ് കാൺട്ട് മേക്ക് ഡെസിഷൻസ് ഓർ തിങ്സ്. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് ആൻഡ് ഡെഫിനറ്റ്ലി highly recommended. KPH കമ്മ്യൂണിറ്റിയിലുള്ള പല ഫൗണ്ടേഴ്സും പറയുന്നത് പല പ്രൊഡക്റ്റും ഓവർ ദ വീക്കെൻഡ് പ്രൊജക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫണ്ണായിട്ട് ശനിയും ഞായറായിരുന്നു ബിൽഡ് ചെയ്ത് മൺഡേ ലോഞ്ച് ചെയ്യുക എന്നൊരു ആക്ടിവിറ്റി തന്നെയാണ് പല ഫൗണ്ടേഴ്സും ചെയ്തിട്ടുള്ളത്. അത് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് KPH ഹാക്കത്തോണിൻ്റെ ഇൻറ്റൻഷൻ. ക്യാൻ യു ബിൽഡ് $1,000 per month ജനറേറ്റിംഗ് പ്രൊഡക്ട്സ് ഫ്രം കേരള? AI വന്നിട്ടുണ്ട്. തിങ്സ് ഹാവ് ബിക്കം റിയലി ഈസിയർ. നൗ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലോഞ്ചിങ് ദി പ്രൊഡക്ട്സ് ആൻഡ് സ്കെയിലിംഗ് ഇറ്റ്. KPHൻ്റെ മറ്റൊരു ഇവൻറ്റ്സ് എല്ലാം പോലെ ഒരു ഇൻവൈറ്റ് ഓൺലി ഹാക്കത്തോണാണ്. എക്സ്ട്രീം ക്യൂറേറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് നെക്സ്റ്റ് 3 months $1,000 per month ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. നമ്മുടെ ഹാക്കത്തോൺ കഴിയുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുക. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ റിസോഴ്സസ് ഫ്രം ലോഞ്ചിങ് ടു ജനറേറ്റിംഗ് ദ ഫസ്റ്റ് $1 ഫ്രം ദി ഇൻ്റർനെറ്റ്, ആൻഡ് ഫസ്റ്റ് $1 to $10, $10 to $100, $100 to $1,000 per month. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസ് ഹെൽപ്പ് ചെയ്യുക. അത് ഫ്രം ദ മെൻറ്റേഴ്സ് ഫ്രം KPH ആണ് നമ്മൾ എനേബിൾ ചെയ്യാൻ നോക്കുന്നത്. KPH ഹാക്കത്തോണായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫീൽ ഫ്രീ ടു റീച്ച് അസ് ഔട്ട്. ഹാക്കത്തോൺ ലിങ്ക് ഈസ് ഇൻ ദ ബയോ ആൻഡ് സീ യു സൂൺ. നമ്മൾ ഏകദേശം 60ഓളം പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇമെയിൽ കണ്ടെത്തി ഇമെയിൽ അയക്കാറുണ്ട്. അത് ഞാൻ സമയം കിട്ടുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൂടി പോയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീറ്റ് ഫോർ എനി നീഡ് യു ക്യാൻ റീച്ച് അസ് വാട്സാപ്പ്. ബീറ്റ് ഫോർ പ്രൊഡക്റ്റ് ലോഞ്ചേഴ്സ്, ഹയറിംഗ്, ഫണ്ടിങ്, എന്തിനാണെങ്കിലും ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. And I'm putting our number here, and back to the episode.
ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. എന്നോടൊപ്പം ഉള്ളത് കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള PM ആണ് കിരൺ ജോൺസ്. കിരൺ ഹോപ്സ് കോച്ചിൻ്റെ PM ആണ്. IBM വർക്ക് ചെയ്തിട്ടുണ്ട്, വാഹനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇപ്പോൾ ഒരു US കമ്പനി വർക്ക് ചെയ്യാണ്. പല അവസരങ്ങളായിട്ട് കിരണായിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കിരൺ ഈസ് മൈ ഗോ ടു പേഴ്സൺ ഐ വുഡ് സേ ഫോർ എന്തെങ്കിലും ഒരു AI ഓപ്പറേഷൻസിനോ എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേഴ്സ് ഉണ്ടെങ്കിൽ ഹീ ജസ്റ്റ് കുക്സ് അപ്പ് റിയലി ഫാസ്റ്റ് സൊല്യൂഷൻസ്. ആ രീതിയിൽ പിന്നെ KPH ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഐ തിങ്ക് Kiran maybe can introduce himself. Welcome Kiran to KPH podcast. Yeah, thanks Felix for the intro. Happy to be here. Yeah, കിരണിനെ പറ്റി രണ്ട് പൊക്കി പറഞ്ഞു. So ഞാൻ ഏറെക്കുറെ kind of like ഒരു ജനറലിസ്റ്റ് kind of like റോളാണ്. I know a bunch of different things. I just see things as problems and എനിക്ക് എന്തൊക്കെ കൈൻഡ് ഓഫ് ലൈക്ക് സ്കിൽസ് പിക്കപ്പ് ചെയ്യാൻ പറ്റുമോ സോൾവ് ചെയ്യാൻ അതാണ് ഞാൻ പഠിക്കുന്നത്. സോ സ്റ്റാർട്ടഡ് വിത്ത് പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്. അതിന് മുമ്പ് ഐ ഹാഡ് എ റിസർച്ച് ഫേസ്. സോ IBMൻ്റെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടീം ഉണ്ടായിരുന്നു US. അപ്പോൾ കുറച്ച് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്, IBMൽ കുറച്ച് കൂടെ റിസർച്ച് പ്ലസ് അത് പിന്നെ അവിടെ നിന്ന് എൻ്റെ ഹയറിംഗ് മാനേജർ അവിടെ ഒരു പ്രൊഡക്റ്റ് മാനേജർ ആയിരുന്നു. ദെൻ അങ്ങനെയാണ് കുറച്ച് പ്രൊഡക്റ്റ് ആൻഡ് ഗ്രോത്തിലോട്ട് എത്തിയത്. പിന്നെ ഫസ്റ്റ് ജോബ് അസോസിയേറ്റ് പ്രൊഡക്റ്റ് മാനേജർ വാഹൻ, പിന്നെ ഹോപ്സ് കോച്ച്, അങ്ങനെ ഇപ്പോൾ വാലർ. അങ്ങനെ വാലറിൽ പ്രൊഡക്റ്റ് അല്ല ആക്ച്വലി ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എ 1 person പ്രൊഡക്റ്റ് ടീം. ലൈക്ക് ഐ ബിൽഡ് സൊല്യൂഷൻസ് ഫാസ്റ്റ്, ഇൻറ്റേർണൽ ടൂൾസ്, ഓപ്പറേഷൻസ് എങ്ങനെ സ്പീഡപ്പ് ചെയ്യാം. എഞ്ചിനീയറിംഗ് ടീമിന് ലൈക്ക് ഇപ്പോൾ ടെക് ഡെപ്റ്റ് എന്ന സംഭവങ്ങളാണെങ്കിൽ ഇഫ് ദേ ആർ ബ്ലോക്ക് ബൈ സംതിങ് ഐ ക്വിക്ലി ബിൽഡ് സൊല്യൂഷൻസ് ആൻഡ് വാലിഡേറ്റ് ഇറ്റ് വിത്ത് കസ്റ്റമേഴ്സ്. ഇടയ്ക്ക് സെയിൽസ് കോളിലിരിക്കും. സോ ഒരു വളരെ അൺഡിഫൈൻഡ് റോളാണ്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഐ ഡു. ഐ തിങ്ക് ഐ കുഡ് സീ ഈ റോള് ഇൻ എവരി ഓർഗനൈസേഷൻ തോന്നിയിട്ടുണ്ട്. ഐ മീൻ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ ആബിദിൻ്റെ പോഡ്കാസ്റ്റിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു ലൈക്ക് PMs ഇൻ ഓപ്പറേഷൻസ് കമ്പൈൻ വിത്ത് AI സ്കിൽസ്. അത് ഒരു മാസീവ് സാധനമായിരിക്കും. സോ കൺവെൻഷനലി PMs കുറച്ചങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ടാണ് കൈൻഡ് ഓഫ് ലൈക്ക് മൂവ് ചെയ്യുന്നുണ്ടിരുന്നത്. ലൈക്ക് ദേവർ ലൈക്ക് ഇമാജിൻ എക്സിക്യൂട്ട് ചെയ്യുന്ന കുറേ ഫങ്ഷൻസ് ഉണ്ട്. സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. PMനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് കൈൻഡ് ഓഫ് ലൈക്ക് ദ ഓയിൽ ദാറ്റ് കൈൻഡ് ഓഫ് ലൈക്ക് മേക്സ് ഇറ്റ് റൺ സ്മൂത്തർ. നൗ ആ ഒരു റോൾസ് ആർ കൈൻഡ് ഓഫ് ലൈക്ക് കമ്മിങ് എ ബിറ്റ് മോർ ക്ലോസർ. ലൈക്ക് ഇപ്പം ഹോപ്സ് കോച്ചിന് ഞാൻ സിംഗിൾ PM ആയിരുന്നു. സോ ഐ യൂസ് ടു ഡു യൂസർ റിസർച്ച്, മാർക്കറ്റിംഗ് ആൻഡ് ഗ്രോത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ലിയാസ്കൺ കമ്പനിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. എഞ്ചിനീയറിംഗ് സൈഡാണെങ്കിൽ ആൻഡ്രോ ഞാൻ അങ്ങനെ കൈൻഡ് ഓഫ് ലൈക്ക് കൊളാബറേറ്റഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കും. റോഡ് മാപ്പ് ആൻഡ് കൈൻഡ് ഓഫ് ലൈക്ക് ഞാനും ആൻഡ്രോനെ സെറ്റാക്കും. വാഹനിൽ അതേസമയം കുറച്ചങ്ങനെ കൈൻഡ് ഓഫ് ലൈക്ക് ഒരു അത്ര എക്സിക്യൂഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് അതിൻ്റേതായ എല്ലാ സ്പെസിഫിക് ടീംസ് ഉള്ള കാരണം എക്സിക്യൂഷൻ എൻജിൻസ് റൺ ചെയ്യും. ഐ ജസ്റ്റ് നീഡ് ടു കൈൻഡ് ഓഫ് ലൈക്ക് എൻഷ്യൂർ ദാറ്റ് എവരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഏറെക്കുറെ അലൈൻഡ്. വാലറിൽ അതേസമയം കുറച്ചുകൂടെ ഹാൻഡ്സ് ഓൺ ആണ്. ബിക്കോസ് അത് ഒരു വളരെ കുഞ്ഞു ടീമാണ്. ഐ ബിൽഡ്, ഐ ഗെറ്റ് ഇറ്റ് ഔട്ട് ടു ദ മാർക്കറ്റ്, ഐ വാലിഡേറ്റ്, ഐ ടോക്ക് ടു കസ്റ്റമേഴ്സ്, അങ്ങനെ. സോ PM role, it's evolving. The blur between, അല്ലെങ്കിൽ the split between engineering, product, user research, marketing, ഇത് പയ്യെ മാഞ്ഞുകൊണ്ടിരിക്കുക. സോ ഒരു പ്രോഡക്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന കുറേ റോൾസ് വരുന്നുണ്ട്. പ്രോഡക്റ്റ് ലിങ്ക്ഡിൻ ഇപ്പോൾ പ്രോഡക്റ്റ് ബിൽഡേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് ഓൺ ലൈക്ക് September 2nd or something. ആരെങ്കിലുമൊക്കെ എന്നെ അപ്ലൈ ചെയ്തു. സോ ആ ഒരു അൺഡിഫൈൻഡ് അല്ലെങ്കിൽ ഗെറ്റ് തിങ്സ് ഡൺ എന്നുള്ളതിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കുറേ കാര്യങ്ങൾ. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എനിക്കൊന്ന് ഈവൻ ഐ റിമെമ്പർ മോസ്റ്റ്ലി PM റോൾ PRD ഡോക്യുമെന്റ്സും ഇതൊക്കെ എഴുതലായിരുന്നു. ആൻഡ് ഇറ്റ് ബിക്കം വെരി ആക്ച്വലി ഇപ്പോൾ PRD എഴുതുന്നതിലും ലൈക്ക് PRD ലൈക്ക് ഒരു സ്ട്രക്ചർ എഴുതുക വേണം. ബിക്കോസ് യു നീഡ് ടു അലൈൻ. PRD ആക്ച്വലി എല്ലാ ആൾക്കാരും കൈൻഡ് ഓഫ് ലൈക്ക് ഒരു കൺസെൻസസ് കിട്ടാൻ കൈൻഡ് ഓഫ് ലൈക്ക് എളുപ്പമുണ്ട്. ബട്ട് നൗ I've seen a lot of PMs. I think Google's actually APM hiring test വരെ മാറി തുടങ്ങി. They're asking PMs to wipe code right now. So മാനേജറിന് സംഭവം മാറ്റിയിട്ട് ആസ് എ ബിൽഡേഴ്സിലേക്ക്. കാരണം ഇത് വിഷ്വലി കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് മോർ ബെറ്റർ ദാൻ ഹാവിങ് എ PRD. 1 മണിക്കൂറും കൊണ്ട് PRD എഴുതുന്നതിലും ഭേദം 1 മണിക്കൂറും കൊണ്ട് ഒരു പ്രോട്ടോടൈപ്പ് വൈപ്പ് കോഡ് ചെയ്ത് ബിഹേവിയർ കാണിച്ചു കൊടുക്കുന്നതാണ്. ആൻഡ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ആർട്ടിഫാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ റോൾ ഭയങ്കര ഇവോൾവിംഗ് ആണ്. So that's a transition that I've been seeing. But it depends on company to company. ഓരോ കമ്പനിക്കും സ്പെസിഫിക് നീഡ്സ് ആണ്, ഓരോ ഇൻഡസ്ട്രിക്കും സ്പെസിഫിക് നീഡ്സ് ആണ്. സോ PM റോൾ വളരെ അൺഡിഫൈൻഡ് ആണ് ഓരോ കമ്പനിക്ക്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരു കാര്യം പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്ത് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് ഐ വാണ്ട് ടു ടച്ച് എ പോയിന്റ് സംതിങ് ലൈക്ക് ഏതൊക്കെ റിസോഴ്സസ് ആണ്, ക്യാൻ ബി ബുക്സ് ഓർ പോഡ്കാസ്റ്റ് ഓർ സംതിങ് വിച്ച് ഈ ഒരു ഫ്രെയിം ഓഫ് മൈൻഡിലേക്ക് ഒരു candidate. So we have a PM in our company, and maybe someone watching it maybe have a PMs or devs ഉണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് അയച്ചു കൊടുക്കണം. I want to send this clip to them
So that these kind of things are what Kiran recommended. ഓക്കെ സോ പ്രൊഡക്റ്റിന് ഐ തിങ്ക് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്ക് മാർട്ടി കേക്കിൻ്റെ ഇൻസ്പയർഡ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഹാസ് ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ പോലെ അത് PM എന്താണ് ചെയ്യേണ്ടത്, മറ്റ് ഫങ്ഷൻസ് എന്താണ് ചെയ്യുന്നത്, CEO പണി എന്താണ്, ഇതെല്ലാം കൈൻഡ് ഓഫ് ലൈക്ക് കുറേ ഡോക്യുമെൻ്റ്. ഇത് വായിച്ചാൽ PM റോളിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും. പക്ഷേ എല്ലാ കമ്പനീസിനും PM അതായിരിക്കണം എന്നല്ല ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി അത് ഇവിടുത്തെ സംഭവമായിരിക്കില്ല അവിടെ. ബാക്കിയെല്ലാം പ്രോബ്ലം സ്പെസിഫിക്കാണ്. ലൈക്ക് ഇഫ് യു ആർ സിംഗിൾ വൺ പേഴ്സൺ പ്രൊഡക്റ്റ് മാനേജർ അറ്റ് എ കമ്പനി, യു വിൽ ബി ഡീലിംഗ് വിത്ത് ലൈക്ക് മാർക്കറ്റിംഗ് സെയിൽസ് എല്ലാം കാണും. അപ്പോൾ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണം. പക്ഷേ വൺ തിങ് ദാറ്റ് ഈസ് കോമൺ ദാറ്റ് ഐവ് സീൻ, ഹൗ ഡു യു വാലിഡേറ്റ് തിങ്സ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ വിത്ത് മിനിമൽ റിസോഴ്സസ്. ഇത് ഏറെക്കുറെ ലീൻ സ്റ്റാർട്ടപ്പ് ഐഡിയോളജിയാണ്. ഈ ഐഡിയോളജി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഐഡിയോളജി ആക്ച്വലി ഇപ്പോൾ ഇതിനുള്ള മെക്കാനിസംസ് മാറിയേക്കാം. പണ്ട് മേ ബി ലൈക്ക് സർവേ റൺ ചെയ്യുന്നു ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ 10 കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കുന്നു. നൗ മേ ബി യു ക്യാൻ ജസ്റ്റ് ബിൽഡ് തിങ്സ് ഇൻ ലൈക്ക് 5 minutes. അങ്ങനെ വാലിഡേറ്റ് ചെയ്യാം. സോ ഈ ലീൻ സ്റ്റാർട്ടപ്പ് ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നവരുണ്ട്. ഇറ്റ്സ് ഡിബേറ്റബിൾ, ബട്ട് ഞാൻ സ്റ്റിൽ റെക്കമെൻഡ് ചെയ്യും. ഫുള്ളൊന്നും വായിക്കണം എന്നില്ല, ആ കൺസെപ്റ്റ് മനസ്സിലായാൽ മതി. വാലിഡേറ്റിംഗ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ വിത്ത് മിനിമൽ റിസോഴ്സസ്. പിന്നെ ലൈക്ക് പ്രോബ്ലം സ്പെസിഫിക് ആണ്. ഐ തിങ്ക് ലെന്നീസ് പോഡ്കാസ്റ്റ് ഒരു നല്ല റിസോഴ്സാണ്. ആളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ന്യൂസ് ലെറ്റർ ഉണ്ട്, വിച്ച് ഈസ് റിയലി ഗുഡ്. പിന്നെ ജനറലി കൈൻഡ് ഓഫ് ലൈക്ക് ഇൻഡസ്ട്രി സ്പെസിഫിക് തിങ്സ്, അല്ലെങ്കിൽ ഈ ഒരു ബുക്കുണ്ട് ട്രാക്ഷൻ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതാണ് കൂടുതലും കൈൻഡ് ഓഫ് ലൈക്ക് ഗ്രോത്ത്സ് കാര്യങ്ങളെ പറ്റി ഏറെക്കുറെ എനിക്കൊരു ഐഡിയ മനസ്സിലാക്കിയത്. എഗെയിൻ ഞാനത് വായിക്കാൻ കാരണം എനിക്ക് ആ നീഡ് അറൈസ് ചെയ്ത കാരണമാണ്. ഇപ്പോൾ ചില കമ്പനീസിൽ ആക്ച്വലി ഇപ്പോൾ Airbnb ഐ തിങ്ക് PMs ആർ കുറച്ചുകൂടെ ക്ലോസർ ടു മാർക്കറ്റിംഗ് ബിക്കോസ് ഐ റൈഡ് സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ചില കമ്പനീസിൽ ആക്ച്വലി ഭയങ്കര ഡിസൈൻ ഓറിയൻറ്റഡ് PMs ഉണ്ടായിരിക്കും. ദേ ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ഹൗ ഡു യു ലൈക്ക് യൂസർ ആക്ടിവേറ്റ് ആവുന്നുണ്ടോ കൈൻഡ് ഓഫ് ലൈക്ക് കാര്യങ്ങൾ നോക്കിയാൽ മതി. ആക്വിസിഷനെ പറ്റി അധികം വറി ചെയ്യേണ്ട. ആക്ടിവേഷൻ ഓൺ പ്രോഡക്റ്റ് ഈസ് എ ഡിഫറെൻറ്റ് പ്രോബ്ലം ദാൻ ആക്വിസിഷൻ ഓൺ എ പ്രോബ്ലം. സോ സ്പെസിഫിക് ആയിട്ട് നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ അതിന് ലൈക്ക് ബുക്സ് ലൈക്ക് ഹുക്ഡ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ. അതൊരു അതൊക്കെ ഞാൻ പണ്ട് വായിച്ചാണ്. ഹുക്ഡിൻ്റെ കുറേ പ്രിൻസിപ്പിൾസൊക്കെ ഇപ്പോൾ മാറി തുടങ്ങി, ബിക്കോസ് അറ്റൻഷനൊന്നും ആൾക്കാർക്ക് ഇപ്പോൾ അത്ര ഇല്ല. സോ ബട്ട് ഫണ്ടമെൻറ്റൽസ് അതിൽ നിന്ന് തന്നെ കുറേ പറ്റി അത് സോ പൈററ്റ് മെട്രിക്സ്, അക്വിസിഷൻ, ആക്ടിവേഷൻ, റിട്ടൻഷൻ, റവന്യൂ റെഫറൽ. സോ അതൊരു മെട്രിക് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ പല ഡിഫറെൻറ്റ് മെട്രിക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ പൈററ്റ് മെട്രിക്സ് ഒരു ഓൾമോസ്റ്റ് ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ മെട്രിക്സുമാണ് കൈൻഡ് ഓഫ് ലൈക്ക് പറഞ്ഞേക്കുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് കൈൻഡ് ഓഫ് ലൈക്ക് ഇഫ് മാർക്കറ്റിംഗ് ബ്രിങ്സ് ഇൻ ദ ടോപ്പ് ഓഫ് ദ ഫണൽ, അല്ലെങ്കിൽ സെയിൽസിൽ നിന്നായിരിക്കും ടോപ്പ് ഓഫ് ദ ഫണൽ വരുന്നത്. ചിലപ്പോൾ PM അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നീഡ് ടു ചെക്ക് ഈ ഫണൽ ഫിൽ ആവുന്നുണ്ടോ നോക്കിയാൽ മതി. പിന്നെ ഇറ്റ് ഡിപ്പെൻസ് ദ പ്രൊഡക്റ്റ് തന്നെയാണോ ഓൺബോർഡ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് ആയിട്ടാണോ വരുന്നത്, അതോ സെയിൽസ് ആണോ മാനുവലി ഓൺബോർഡ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് പ്രോബ്ലം, UX ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഓക്കെ ആൾക്കാർ ആക്ടിവേറ്റഡ് ആവുന്നുണ്ടോ, എത്ര പേര് ചേൺ ആവുന്നുണ്ട്, എന്തുകൊണ്ട് ചേൺ ആവുന്നു, അതൊക്കെ ഓട്ടോമേറ്റ് പ്രൊഡക്റ്റ് വഴി തന്നെ കൈൻഡ് ഓഫ് ലൈക്ക് ഫീഡ്ബാക്ക് ആണ്. ഇപ്പോൾ ഒരു യൂസർ ഒരു 3 ദിവസം ആയിട്ട് ഒരു B2C പ്രൊഡക്റ്റ് ആണെന്നിരിക്കട്ടെ, 3 ദിവസമായിട്ട് ആളെ കണ്ടിട്ടില്ല, ഇമെയിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഹേ വി മിസ് യു ഇങ്ങനെ വരും. അതേസമയം ഒരു കുറച്ചും കൂടെ ഒരു സെയിൽസ് ലെഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രോബബ്ലി ഒരു ആളെ വിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു ഹൈ വാല്യൂ കസ്റ്റമർ ആണെങ്കിൽ ഓട്ടോമേറ്റഡ് നോക്കിയത് ചിലപ്പോൾ കാര്യം ഉണ്ടായിരിക്കില്ല. മേ ബി ഹേ സോ ദാറ്റ് you have not been using the product for a while, just wanted to check up if it's functioning well, or if you had any issues, just wanted to check up എന്ന് പറഞ്ഞാൽ ഇമെയിൽ അയക്കുന്നതായിരിക്കും ബെറ്റർ. സോ സ്ട്രാറ്റജി അതിനനുസരിച്ച് മാറും. ഇൻട്രസ്റ്റിംഗ്. വേറെ ഏതൊക്കെ റിസോഴ്സസ് ആണ് യു തിങ്ക്? മേ ബി ടെൽ മീ മോർ അബൌട്ട് എന്താ പറയുക, ഇപ്പോൾ PM റോൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI ഫസ്റ്റ് വേൾഡിൽ ആസ് യു സെഡ് ഇറ്റ്സ് മോർ അബൌട്ട് PM ഗോയിങ് അഹെഡ് ആൻഡ് ബിൽഡിങ് സാധനമാണ്. അപ്പോൾ ആ ഒരു ഫ്രെയിം ഓഫ് മൈൻഡിൽ ഈ പോഡ്കാസ്റ്റിൽ കുറച്ചൊരു ഓവറോൾ ബ്രീഫ് വന്നിട്ടുണ്ട്. ഇസ് ദർ എനിത്തിങ് മോർ വി ഹാവ് ടു ടച്ച് അപ്പോൺ? ഹാൻഡ്സ് ഓൺ ആയിരിക്കുക കുറച്ചൊക്കെ. ലൈക്ക് ഇപ്പം എല്ലാ സ്റ്റേജ് ഓഫ് ലൈക്ക് കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിലാണ് കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുക. സോ ഐ തിങ്ക് ഐസൊലേറ്റഡ് ആയിട്ട് കൈൻഡ് ഓഫ് ലൈക്ക് വർക്ക് ചെയ്യുന്നതിന് പകരം ലൈക്ക് ടീംസും വളരെ സ്മോൾ ആണ്. ഇപ്പം കർസർ പോലത്തെ ഒരു ടീമിൽ ആക്ച്വലി ദേ വിൽ ഹാവ് ലൈക്ക് ഫ്യൂ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഐ തിങ്ക് 2 digit, ഐ തിങ്ക് under 50 or something. ബട്ട് ദേ ആർ മേക്കിംഗ് ഗുഡ് എമൗണ്ട് ഓഫ് റവന്യൂ. ഫാസ്റ്റായിട്ട് ഐട്രേറ്റ് ചെയ്യണം. പല സ്ഥലത്തു നിന്ന് കോൺടെക്സ്റ്റ് വരുന്നുണ്ടായിരിക്കും. കർസറിൽ PM ഉണ്ടോയെന്ന് ആക്ച്വലി എനിക്ക് ചെക്ക് ചെയ്യണം. ഐ തിങ്ക് ദേ ഹാവ് റിയലി ഗുഡ് ഡിസൈനർ. ഐ തിങ്ക് ദാറ്റ് പേഴ്സൺ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് തിങ്സ്. അപ്പം ഇങ്ങനത്തെ കമ്പനീസിൽ ഐ തിങ്ക് എല്ലാ സോഴ്സ് ഓഫ് ഫീഡ്ബാക്കും കളക്ട് ചെയ്ത് പോകാൻ ഭയങ്കര പാടായിരിക്കും. സോ ഐ സീൻ പീപ്പിൾ ലൈക്ക് ഇപ്പോൾ കർസറിലൊരു ഡിസൈനർ ഉണ്ട്, റിയോ എന്ന് പറയുന്നത്, RIO. സോ ദിസ് പേഴ്സൺ എപ്പോഴും പബ്ലിക്കായിട്ട് ഭയങ്കര കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും. എല്ലാ സ്ക്രീൻഷോട്ടും കൈൻഡ് ഓഫ് ലൈക്ക് പബ്ലിക്കായിട്ട് ഇടും, ആൾക്കാരെ ഫീഡ്ബാക്ക് ഇടും. ഐ തിങ്ക് നമ്മുടെ ബെൻ ലാങ്, ഐ തിങ്ക് ഹി ജോയിൻ കർസർ റീസെൻ്റ്ലി.
I think he is leading community side. അപ്പം community and things actually കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ ടീം, ബിക്കോസ് ഫസ്റ്റ് ആവുന്ന സമയത്ത് ടീം സൈസ് ആക്ച്വലി വാങ്ങി ചെറുതായിക്കൊണ്ടിരിക്കുക. ടീം ഈസ് റിയലി സ്മോൾ, യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ലെസ് ടൈം. സോ പ്രൊആക്റ്റീവ്ലി ഇപ്പോൾ ഫീഡ്ബാക്ക് എടുക്കാനും ഹൗ ഡു യു ബ്രിങ് ദ യൂസർ ഫീഡ്ബാക്ക് into the product life cycle ഒരു കൈൻഡ് ഓഫ് ലൈക്ക് പോയിട്ട് കണ്ടിന്യൂസ് ഡിസ്കവറി എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഈ കണ്ടിന്യൂസ് ഡിസ്കവറി എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ കൈൻഡ് ഓഫ് ലൈക്ക് ആ എഞ്ചിനീയറിംഗ് സൈക്കിൾസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് ആക്ച്വലി PMൻ്റെ ജോബാണ്. സോ ഇതിന് വേണ്ടി ഫസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കുറേ ഓട്ടോമേഷൻസ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ യു ഹാവ് ടു ബി പ്രൊആക്റ്റീവ്ലി ലൈക്ക് ബിൽഡിംഗ് ഇൻ പബ്ലിക് ഓർ ലൈക്ക് ബി ക്ലോസ് ടു ലൈക്ക് ബി ക്ലോസ് ടു വെയർ യുവർ കസ്റ്റമേഴ്സ് ആണെന്ന് പറയില്ലേ, ബി ക്ലോസ് ടു വെയർ യുവർ യൂസേഴ്സ് ആർ. അതാണ് കൈൻഡ് ഓഫ് ലൈക്ക് ഏറെക്കുറെ PMൻ്റെ ഒരു വൺ തിങ്. That's a very good perspective. And yeah, watch the episode for more information. അപ്പോൾ ഈ സോഫാർ ഈ ജോലിയിൽ എത്ര ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും സോഫാർ? I made like 5-6 tools. അതിനകത്ത് ഒരെണ്ണം ഫോർ എൻ കസ്റ്റമേഴ്സ്, പിന്നെ ബാക്കിയെല്ലാം ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയുള്ള ടൂൾസ് ആണ്. കുറച്ച് യൂസ് കേസ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഹൗ മച്ച് ടൈം ഓർ എമൗണ്ട് ഹാവ് യു സേവ്ഡ് യൂസിങ് ദാറ്റ് ടൂൾസ് ഇൻ ദ ഓർഗനൈസേഷൻ? One of the tools actually internally kind of like data extracting. So people used to do that manually. Up it used to take them like hours to get the data extracted. Now they can do it in under 2 minutes. Wow, 2 minutes. Yeah, because ഒരു ഫയൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഒന്നുമില്ല, PDF എക്സ്ട്രാക്ഷൻ ആണ്. നേരത്തെ ലൈക്ക് പ്രീ LLMs ലൈക്ക് ഡാറ്റ എക്സ്ട്രാക്ഷൻ ആക്ച്വലി ഒരു ചലഞ്ച്. PDF നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഇപ്പോഴും ഒരു ചലഞ്ചാണ്. ബട്ട് റൈറ്റ് നൗ ആ ഒരു പ്രോംപ്റ്റ് ഉള്ള കാരണം യു ഗെറ്റ് ഇറ്റ് ഔട്ട് എക്സ്ട്രാക്റ്റഡ്. ലൈക്ക് എന്ത് ഡാറ്റയാണ് വേണ്ടത് അതങ്ങനെ ഡയറക്റ്റ്ലി എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. സോ അപ്പം ബാക്കി ദ സെയിൽസ് ആൻഡ് ബാക്കി കസ്റ്റമർ സപ്പോർട്ട് സൈഡ് ഓഫ് ഇറ്റ് ആക്ച്വലി നല്ല സ്പീഡപ്പ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് സെക്കൻഡ് ഒറ്റ ക്ലിക്കിൽ ആക്ച്വലി ഡാറ്റ പോയി കാണാം. മേക്ക് സെൻസ്. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലും അർജുൻ അറിയാലോ, അർജുൻ എന്താ കിപ്പിച്ചിൻ്റെ വീഡിയോ ബാക്ക് എൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഹി ഹാസ് മെയ്ഡ് ലൈക്ക് 5-6 ടൂൾസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കിപ്പിച്ച് പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന മുമ്പ് തന്നെയായിട്ടും പല തമ്മിലും ഉണ്ടാക്കിയിട്ട് ആ ടൂൾ അപ്ഡേറ്റ് ചെയ്യും. ദെൻ ദ ടൂൾ വിൽ ടെൽ വിച്ച് മൈറ്റ് ഹാവ് മോർ വാച്ച് ടൈം. വാച്ച് ടൈമിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാണ് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പല ടൂൾസും, ഐ മീൻ ഹിസ് നോട്ട് എ ഡെവലപ്പർ ആൻഡ് ഹി ഹാസ് നോട്ട് ലേൺ കോഡിങ്, പക്ഷേ കുത്തിരുന്ന് വൈപ്പ് കോഡ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ബീങ് റൂൾ. അപ്പോൾ അവിടെ കോഡിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കണമെന്നില്ല, ബിക്കോസ് യൂസ് ഇൻറ്റേർണലി യൂസ് ചെയ്യാണ്. ആൻഡ് അവിടെ എത്ര hours and hours ആണ് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. I think it's more about like how fast can you solve a problem. See, code and the quality and things, it matters. Also like if you're enterprise and things അല്ലെങ്കിൽ ഒരു എൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്താണ് സ്കെയിലബിലിറ്റി തിങ്സിനെ പറ്റിയൊക്കെ ആലോചിക്കണം. ബട്ട് ഇഫ് യു ആർ യൂസിങ് ഇറ്റ് ഇന്റേണലി ലൈക്ക് ബെയർലി ലൈക്ക് 2 or 3 people could be using it. But it speeds up the time entirely. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ I've seen എൻ്റെ ടീമിൽ ആക്ച്വലി സെയിൽസിലിരിക്കുന്ന ആൾക്കാർ ദേ വൈപ്പ് കോഡഡ് എ ഫുൾ UI ഫോർ ദ പ്രോഡക്റ്റ്. എന്നിട്ട് അത് എഞ്ചിനീയറിംഗ് ടീമിൻ്റെ അടുത്ത് പറയുകയാണ്, ഓക്കെ നമുക്ക് ഈ UI ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കും. ആൾ ജെമിനൈ പോയിട്ട് കൈൻഡ് ഓഫ് ലൈക്ക് കോഡ് ചെയ്ത്, because this person now has a lot of domain knowledge in the product. Context ഉണ്ട്, നല്ല കോണ്ടെക്സ്റ്റ് ഉണ്ട്. And this person knows a lot more than what, I don't know, maybe a regular PM who might be doing it. Because sales ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല കോണ്ടെക്സ്റ്റ് ഉണ്ട്. And they know what problems the users have, എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. I think ഓരോ റോളിലും I mean I could see a world where okay each person becomes like how I explained Arjun. അതേപോലെ imagine every role in the company they figure out what tools make sense for them and then optimize the workflow, even 10x better than things. അങ്ങനത്തെ ഒരു വേൾഡ് ഡിസ്റ്റന്റ് ഫ്യൂച്ചർ ആണോ തോന്നുന്നുണ്ടോ? പ്രോബബ്ലി, ബിക്കോസ് ഇപ്പോൾ നേരത്തെ ഒക്കെ കൈൻഡ് ഓഫ് ലൈക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സെപ്പറേറ്റ് വിങ് ആണ്. യെസ്, ഒരു ഡെവലപ്പേഴ്സ് കൊടുക്കുന്ന സംഭവം. എക്സാക്ട്. ആൻഡ് അതിൻ്റെ ഒരു പ്രോബ്ലം ഇസ് ദാറ്റ് വി ഹാവ് ടു ഗെറ്റ് ദം ടു ദ കോണ്ടെക്സ്റ്റ്. അതായത് യൂഷ്വലി ചിലപ്പോൾ ഡയറക്റ്റ് എഞ്ചിനീയേഴ്സ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു മിഡിൽ മാനേജർ PM ഉണ്ടായിരിക്കാം. സോ കോണ്ടെക്സ്റ്റ് ഒരു പോയിന്റിൽ നിന്ന് ആ എൻഡിലേക്ക് എത്തുന്നതോടും ലൈക്ക് കുറേ ചേഞ്ച് ചെയ്യും. ഐ മീൻ ഐ റിമെമ്പർ ലൈക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് ബിഫോർ AI ലൈക്ക് എത്രയോ ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ടായിട്ട് നോട്ട് ടു ഷിപ്പ് സംതിങ്. ഇപ്പം നമ്മൾ പണ്ട് ചെറുതാകുമ്പോൾ ഒരു ഗെയിം കളിക്കില്ല, ഒരാളുടെ ചെവിയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, എൻഡിലെത്തുമ്പോൾ ഇറ്റ് ബിക്കം സംതിങ് ഡിഫറെൻറ്റ്. ഈ പ്രശ്നമാണ് ഫണ്ടമെന്റലി. അപ്പം നൗ ദാറ്റ് people like AI has democratized building things, and now that anyone can kind of like build things. Right. അതിൽ ഒരു ഡിബേറ്റബിൾ തിങ് ഉണ്ട്, I'll get to that. Now that anyone can build things, ആ കണ്ടെക്സ്റ്റുള്ള ആൾക്ക് തന്നെ kind of like they can just dive deep and solve that problem, and that is truly empowering for a lot of people. പക്ഷേ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിവൺ ക്യാൻ ടേക്ക് എ ഫോട്ടോ വിത്ത് എ ക്യാമറ, ബട്ട് നന്നായിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനെപ്പറ്റി നല്ല ഡൊമൈൻ നോളജ് വേണം. സോ യു ക്യാൻ ബിൽഡ് ഔട്ട് തിങ്സ്, ബട്ട് ഇഫ് യു നോട്ട് ബിൽഡ് സംതിങ് കൈൻഡ് ഓഫ് ലൈക്ക് ബിറ്റ് ടു എക്സെപ്ഷണൽ, അല്ലെങ്കിൽ ഒരു അടിപൊളി സംഭവം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അതിനെപ്പറ്റി നല്ല വൈബ് കോഡിങ് മാത്രം പോരാ. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് വർക്ക് ആൻഡ് സ്കെയിലിനെ പറ്റിയാണ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. വൈബ് കോഡിംഗ് ആണ് ഒരു ട്രെൻഡ്. ഇപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ് സമയത്ത് വൈബ് കോഡിങ്ങിന് ഒരു കോൺട്രവേഴ്സി, ഐ മീൻ വൈബ് കോഡിങ് അറിയാത്തവരെ എന്താ പറയുക, മടലിട്ട് അടിക്കണം പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? ലൈക്ക് ഹൗ വെൽ യു തിങ്ക് വൈബ് കോഡിംഗ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ? അഗെയിൻ വൈബ് കോഡിങ് ആസ് എ ടേം എന്ന് പറയുമ്പോൾ ലൈക്ക് ഇങ്ങനെ കോഡൊന്നും നോക്കാതെ ചുമ്മാ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ പ്രോബ്ലി എൻഡ് അപ്പ് വിത്ത് എറേഴ്സ് ആൻഡ് തിങ്സ്. കുറച്ച് ഒരു ഐഡിയ വേണം എന്താ ബിൽഡ് ചെയ്യണമെന്ന്, സെൻസ് വേണം, ഒരു സെൻസ് വേണം. ലൈക്ക് സി ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ പണിക്ക് പിടിച്ചെടുത്തേക്കുവാണെങ്കിൽ ആളോട് എന്താ ചെയ്യേണ്ടതെന്ന് പ്രോപ്പർലി പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതാണ് ലൈക്ക് ഈ ഒരു സിറ്റുവേഷൻ. ലൈക്ക് ഇപ്പോൾ വൈബ് കോഡ് ചെയ്യുന്ന സമയത്ത് യു നീഡ് ടു ഡയറക്റ്റ് അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റ് വാട്ട് നീഡ്സ് ടു ബി ഡൺ. സോ ഇപ്പം മോസ്റ്റ് ഓർഗനൈസേഷൻ ഐ തിങ്ക് ടെക്ക് വിട്ടിട്ട് ഇപ്പം കൺവെൻഷണൽ ഇപ്പം ക്രിയേറ്റേഴ്സ് കുറേ പേര് ആക്ച്വലി കൈൻഡ് ഓഫ് ലൈക്ക് പ്രൊഡക്ട്സ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ആക്ച്വലി ധ്രുവിൻ്റെ കൈൻഡ് ഓഫ് ലൈക്ക് ഇത് ഇറങ്ങി AI Fiesta. അപ്പം people are starting to get into software, and software right now I think it's going to be something like ഒരു പഴയ ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് മോഡൽ അല്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദർ വർക്ക് ഫ്ലോസ് ആൻഡ് തിങ്സ്. പണ്ടതൊരു സർവീസ് കമ്പനീനെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു, ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് കൈൻഡ് ഓഫ് ലൈക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ഇത് ഫിഗർ ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇറ്റ് സെർവ്സ് എ പർപ്പസ്. അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെങ്കിൽ യു മൈറ്റ് നീഡ് സം അഡീഷണൽ കൺസൾട്ടൻസി ഓർ അല്ലെങ്കിൽ ഒരാളെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. ബട്ട് യു ക്യാൻ ജസ്റ്റ് ഗെറ്റ് തിങ്സ് ഡൺ. ബ്ലോക്കേഴ്സ് ഒഴിവാക്കാം വിത്ത് വൈബ് കോഡിങ്. ആസ് യു സെഡ് സർവീസ് കമ്പനി പറഞ്ഞല്ലോ, ഇപ്പോൾ ലാസ്റ്റ് കണ്ടു TCS ഒരു ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ ലേ ഓഫ് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സർവീസ് ഇൻഡസ്ട്രിയിലാണ് ഐ തിങ്ക് കേരള അല്ലെങ്കിൽ ഇന്ത്യക്ക് കുറേ ബിൽഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്, ലൈക്ക് നോട്ട് എ പ്രോഡക്ട്സ് ബേസിസിലായില്ല. സോ വോട്ട് യു തിങ്ക് ദാറ്റ് ഈസ് ഹെഡഡ് ടു? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പം സർവീസ് കമ്പനീസിൽ ഐ തിങ്ക് ഇപ്പം ലൈക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അത് ഇന്ത്യയിലോട്ട് കുറേ ഡെവലപ്മെൻറ്റ് വർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് വരുന്നതാണ്. ആൻഡ് ഇതിലൊരു ഫാക്ടർ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ആയിരുന്നു. കോസ്റ്റ് ആർബിട്രാജ്. ആൻഡ് നൗ ഇപ്പം ആക്ച്വലി ജൂനിയർ ഡെവലപ്പറിനെ ലൈക്ക് സേ ഒരു ഇന്ത്യയിൽ നേരത്തെ ഒരു ജൂനിയർ ഡെവലപ്പറിനെ ഹയർ ചെയ്യണമെങ്കിൽ ആണോ മേ ബി ലൈക്ക് 50K ഫോർ എ ഗുഡ് ലൈക്ക് അത്യാവശ്യം സ്കിൽഡ് പേഴ്സൺ. കൾച്ചർ ആക്ച്വലി ജസ്റ്റ് കോസ്റ്റ് ലൈക്ക് $20. ദ കോസ്റ്റ് കട്ടിങ് ആണ് കുറഞ്ഞത്. ആൻഡ് അതല്ല ഇവിടുത്തെ ആക്ച്വലി കാര്യം. വൺ പേഴ്സൺ ക്യാൻ നൗ ഡു X നമ്പർ ഓഫ് തിങ്സ് ഇൻ ലൈക്ക് Y എമൗണ്ട് ഓഫ് മിനിറ്റ്സ്. ആ X കൂടി Y കുറഞ്ഞു. അതായത് കുറച്ച് സമയം കൊണ്ട് ആക്ച്വലി കുറേ കാര്യങ്ങൾ ആക്ച്വലി ഇപ്പോൾ ചെയ്യാൻ പറ്റും. പണ്ടൊരു പ്രോഡക്റ്റ് ഫുള്ളി ഇറക്കണമെങ്കിൽ മേ ബി ലൈക്ക് ഐ ഡോണ്ട് നോ ഇറ്റ് കുഡ് ഹാവ് ടേക്കൺ ലൈക്ക് മേ ബി എ മന്ത്. ഇപ്പോൾ ഒരു വീക്ക് ഓർ മേ ബി ലൈക്ക് 3 days 2 ദിവസം കൊണ്ട് ആക്ച്വലി ബിൽഡ് ചെയ്ത പരിപാടി തീർക്കാം. അപ്പം സർവീസ് സെക്ടർ ആക്ച്വലി കുറച്ച് ഇവോൾവിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ വാസ് ടോക്കിംഗ് വിത്ത് ജോഫിനുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. ജോഫിനായിട്ട് ഞാൻ പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൗ വുഡ് എ കമ്പനി ലൈക്ക് TCS അല്ലെങ്കിൽ Accenture ലുക്ക് ഇൻ ദ വേൾഡ് ഓഫ് AI. അപ്പം വൺ പേഴ്സൺ ക്യാൻ ഡു X നമ്പർ ഓഫ് തിങ്സ്. അപ്പം അതിൽ തന്നെ ആക്ച്വലി നമുക്ക് ബിൽഡിങ് മാത്രമല്ല, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കുറേ കാര്യങ്ങൾ ആക്ച്വലി തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പം കോണ്ടന്റ്. സോ ഐ ഫീൽ എൻ്റെ ഒരു തീസിസ് ഈസ് ദാറ്റ് ഇനി മുതൽ ആക്ച്വലി സർവീസ് കമ്പനീസ് വുഡ് കം ആസ് എ ഫുൾ പാക്കേജ്. ലൈക്ക് എന്താ ബിൽഡിങ്, മാർക്കറ്റിംഗ്, ലൈക്ക് മേ ബി ഇന്റേണൽ ഓപ്പറേഷൻസ്, ഇതെല്ലാം കൈൻഡ് ഓഫ് ലൈക്ക് ചെയ്ത് കൊടുക്കാം. മേ ബി ഐ ഡോണ്ട് നോ, മേ ബി ഫോർ ലൈക്ക് ക്രിയേറ്റേഴ്സ് ഇവർക്ക് അധികം ഇതിൽ കോൺടാക്ട്സ് ഉണ്ടായിരിക്കില്ല. ബട്ട് ഇഫ് ദേർസ് എ സർവീസ് കമ്പനി ലൈക്ക് ദാറ്റ് ദേ കുഡ് ഒരു ഫുൾ സ്യൂട്ട് ഓഫ് ഓഫറിങ്സ് അങ്ങനെ ഓഫർ ചെയ്യാം. ബിൽഡ് ചെയ്ത് കൊടുക്കാം, മാർക്കറ്റ് ചെയ്ത് കൊടുക്കാം, എല്ലാം ചെയ്ത് കൊടുക്കാം, ഡിസ്ട്രിബ്യൂഷൻ ക്രാക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ടേക്ക് യു ഹാവ് യു ക്രിയേറ്റേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സ് would become like brands, like face of the products. അപ്പോൾ ഫൗണ്ടേഴ്സ് എസെൻഷ്യലി ക്രിയേറ്റേഴ്സ് ആവും. അപ്പം അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സർവീസസ് കമ്പനീസ് ആക്ച്വലി മാറും എന്നൊരു തീസിസ് എനിക്കുണ്ട്. ദിസ് ഇസ് വൺ നിഷ്, ബട്ട് ഐ സ്റ്റിൽ ഫീൽ സർവീസ് കമ്പനീസ് വുഡ് ബി സ്റ്റിൽ റെലവൻറ്റ് ഫോർ ലെഗസി പ്രോഡക്ട്സ്. അതായത് കുറേ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് കുറേ ആൾക്ക് ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോഴും ലൈക്ക് ദേ മൈറ്റ് ബി സ്റ്റിൽ ഓൺ ദർ ഓൾഡ് കോഡ് ബേസിസ്. ആൻഡ് ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. അത് നല്ല സ്കെയിലബിൾ ആണ്. അവർക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അതൊക്കെ വൈബ് കോഡ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. യു നീഡ് പീപ്പിൾ ഹു നീഡ് കോൺടാക്സ്റ്റ് ആൻഡ് നല്ല ഡൊമൈൻ നോളജ് ടു വർക്ക് ഓൺ ദാറ്റ്. ഇപ്പോൾ ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണ് ഫൈനാൻസിൽ ഉള്ള പ്രൊഡക്ട്സിൻ്റെ കൈൻഡ് ഓഫ് ലൈക്ക് കംപ്ലയൻസസും അതുപോലെ ഐ ഡോണ്ട് നോ മേ ബി ലൈക്ക് ഇപ്പോൾ ട്രേഡിംഗ് അൽഗരിതംസ് ആൻഡ് സ്റ്റഫൊക്കെ അറിയുള്ളൂ. അപ്പം അത് സർട്ടൺ കമ്പനീസിൽ അതിനുള്ള ഡൊമൈൻ എക്സ്പേർട്സ് ഉണ്ട്. ദേ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നമ്മളിപ്പോൾ ബിൽഡിൽ പോയിന്റ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഈ പറഞ്ഞ ബിൽഡ് ചെയ്ത് ലോഞ്ച് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആംഗിലേക്ക് ടച്ചപ്പ് ചെയ്യാം. ബിഫോർ വി ഹെഡ് ടു ദാറ്റ് സെക്ഷൻ ഓഫ് കോൺവെർസേഷൻ, ഡു യു തിങ്ക് എനിത്തിങ് മോർ അറൌണ്ട് ദ ബിൽഡിംഗ് പ്രൊഡക്ട്സ് ഇനീഷ്യലി വാണ്ട് ടു ടോക്ക് അബൌട്ട്? I think
ഒന്ന് ഐ കുഡ് സി ഓക്കെ ഈച്ച് റോൾ ഇൻ ദ കമ്പനി എംപവർഡ് ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡിഫറെൻറ്റ് ടൂൾസ് അവർ ഉണ്ടാക്കിയിട്ട് ഹെൽപ്പ് ഇൻ വർക്ക് ഫ്ലോ ആൻഡ് ഡു 10x ബെറ്റർ 10x കൈൻഡ് ഓഫ് തിങ്സ് ഇൻ ഷോർട്ട് ടൈം. അതൊരു ആംഗിൾ. അതിനൊപ്പം തന്നെ വാട്ട് മോർ യു കുഡ് ടെൽ മോർ വാട്ട്സ് വർത്ത് ദ ടൂൾ അഡ്വാൻസ് ChatGPT 5 വന്നിട്ടുണ്ട്, വേർ ദിസ് തിങ്സ് ആർ ഓൾ ഗോയിങ്. So service companies actually I think കുറച്ച് domain expertise ഉള്ള ഇതിലോട്ട് kind of like I don't know, maybe like micro niched kind of like I think conversion maybe I think is an example. I think ഇപ്പം conversion മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ അവിടെ എങ്ങനെയല്ലേ കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, ലൈക്ക് ടീം എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടിരിക്കണേ, ലൈക്ക് എങ്ങനെ കൂടുതൽ ജനറലിസ്റ്റ്സ് ആണോ അതോ ലൈക്ക് സ്പെഷ്യലിസ്റ്റ് ആണോ അവിടെ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ കുറച്ച് കോണ്ടെക്സ്റ്റ് ഞാൻ തരാം ഓഡിയൻസിന്. ഇപ്പോൾ പീപ്പിൾ നോ മീ ത്രൂ ദ KPH, ബട്ട് വി ആക്ച്വലി ഡു ലോട്ട് ഓഫ് തിങ്സ് ഓൺ ഷോപ്പിഫൈ ഫ്രണ്ട്. അപ്പോൾ ഷോപ്പിഫൈ ഫ്രണ്ടിൽ ഷോപ്പിഫൈ ആപ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഫൈനൽ ആപ്സ് ഉണ്ട് ബ്രാൻഡിൽ. പിന്നെ ഷോപ്പിഫൈ ഏജൻസിയാണ് ഈ കൺവേർഷൻ ABനുള്ള സംഭവം. അപ്പോൾ സോ ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് വാസ് നമ്മൾ ഷോപ്പിഫൈ പ്ലഗിൻ ഉണ്ടാക്കിയായിരുന്നു വിച്ച് എനേബിൾ പീപ്പിൾ ടു AB ടെസ്റ്റ്. അതിപ്പോൾ ലെറ്റ്സ് സേ ഒരു ലൈക്ക് ഹൗ വി ഹാവ് എ ഡിഫറെൻറ്റ് തംബ്നെയിൽസ്, നമ്മൾ വിച്ച് വൺ വർക്ക്സ് ബെറ്റർ എന്നുള്ള പോലെ തന്നെ വാട്ട് പ്രൊഡക്റ്റ് പേജ് PDP പേജ് എന്ന് പറയും, പ്രൊഡക്റ്റ് പേജിലുള്ള ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ടാക്കിയിട്ട് വിച്ച് വൺ കൺവേർട്സ് ബെറ്റർ, വിച്ച് വൺ ലീഡ്സ് ടു മോർ എന്താ പറയുക LTV അല്ലെങ്കിൽ AOV എന്നുള്ള അതിൻ്റെ ആംഗിളിൽ ആണ് നമ്മൾ ബിൽഡ് ഔട്ട് ചെയ്തത്. സോ ടൂൾ ആസ് എ ടൂൾ നമുക്ക് ബിൽഡ് ചെയ്ത സമയത്ത് കോണ്ടെക്സ്റ്റ് കുറച്ച് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൂൾ വാസ് എന്താ പറയുക, ടൂൾ ഈസ് സപ്പോസ് ടു ബി യൂസ്ഡ് ബൈ ഏജൻസീസ്, അതായത് നോട്ട് ദ ബ്രാൻഡ് ഓണേഴ്സ്. മോസ്റ്റ്ലി കുറേ ബിഗർ ബ്രാൻഡ്സ്, ഐ മീൻ ഒരു ത്രഷോൾഡ് റെവന്യൂ ഉള്ള ബ്രാൻഡിന് മോസ്റ്റ്ലി അവർ ഒരു ഏജൻസീസ് ത്രൂ ആണ് പ്ലഗ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവരാണ് ആക്ച്വലി ടൂൾ ഉപയോഗിക്കേണ്ടത്. സോ വൺ വി ടോക്ക് ടു ദ ഐഡിയൽ ICP, നമ്മൾ പല കോൾസുമായിട്ട് ആയിട്ട് എന്താ ഡെമോ കോൾസും ലിങ്ക്ഡിൻ ത്രൂ ഒക്കെ റീച്ച് ഔട്ട് ചെയ്ത് നടത്തിയപ്പോൾ നമ്മൾ മനസ്സിലായത് ഏജൻസീസ് ആണ് ഇത് ഉപയോഗിക്കേണ്ടത്, നോട്ട് ദി ബ്രാൻഡ് ഓണർ പെർ സേ ഉള്ളത്. So then we thought, okay, why not we act like an agency, then kind of do the offering, then kind of see whether a tool makes sense or not. അപ്പം അങ്ങനെ നമ്മൾ പിവറ്റൽ നടത്തി ഫ്രം ദ ടൂൾ ടു സർവീസ്. അങ്ങനെയാണ് കൺവേർഷൻ AB എന്ന രീതിയിൽ. വെൻ ദാറ്റ് തിങ് ഇവോൾവ് നമുക്ക് എന്താ പറയുക നേരിട്ട് ഷോപ്പിഫൈ ബ്രാൻഡ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, ഷോപ്പിഫൈ ഏജൻസി ആയിട്ട് അവരുടെ വൈറ്റ് ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റി. സോ വി കൈൻഡ് ഓഫ് ഗോട്ട് ഫിഗർഡ് ഔട്ട് ഓക്കെ ദീസ് ആർ ദ തിങ്സ് വാട്ട് ബ്രാൻഡ്സ് നീഡ് എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ സംബന്ധിച്ച് കഴിഞ്ഞാൽ I would say product, service, then product. So അങ്ങനെ സംഭവിച്ചു. Okay. I mean ഇപ്പോൾ നമ്മൾ fixmystore.com സംഭവം. So effectively conversion fixmystore എന്താണ് വേണേ ഒരു one line drop. fixmystore.com അതായത് എന്താ പറയുക, നിങ്ങൾക്കൊരു ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടെങ്കിൽ ആ സൈറ്റിൽ പോയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, പ്രൊഡക്റ്റ് പേജ്, കളക്ഷൻ പേജ്, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഫിക്സസ് നടത്തണം വിച്ച് ഇംപ്രൂവ്സ് ദ കൺവേർഷൻ, ഇംപ്രൂവ്സ് ദ പീപ്പിൾ ബൈയിങ് എന്നുള്ള കൂട്ടാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ത്രൂ പവർ ത്രൂ AI രീതിയിലാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇൻ ടോൺ ടു, ബട്ട് റൈറ്റ് നൗ ബെയർ സ്കെൽറ്റനിൽ അതാണ് സംഭവിക്കുന്നത്. ബട്ട് പോയിന്റ് ബീങ് നമ്മൾ പ്രൊഡക്റ്റ് തുടങ്ങി സർവീസിൽ എൻ്റ് ചെയ്തു, വീണ്ടും പ്രൊഡക്റ്റിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ സോ ഹൗ ദാറ്റ് ഇസ് എവല്യൂഷൻ ഓഫ് ദ ഹോൾ തിങ്. ഇപ്പോൾ കൺവേർഷൻ AB എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫിക്സ് മൈ സ്റ്റോർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. AB ഫൈനൽ ആക്ച്വലി ഡിൻ ടുക്ക് ഓഫ്, സോ വി മേ ഹാവ് സൺസെറ്റഡ് ഇറ്റ്, ബട്ട് ഇറ്റ് മൈറ്റ് കം ബാക്ക് ഇൻ ഫ്യൂച്ചർ ഇൻ സം ഫോം ഓർ സം കപ്പാസിറ്റി. ബട്ട് എഫക്റ്റീവ്ലി ദാറ്റ് ഇസ് ദ ഹോൾ തിങ്. സോ ഐ തിങ്ക് ഇപ്പം യു ആർ ബിൽഡിംഗ് ലൈക്ക് കുറേ കുഞ്ഞു പ്രോഡക്ട്സ് ആൻഡ് യു ആർ ട്രൈങ് ടു അട്രാക്ട് യുവർ ICPs ആൻഡ് അവരെ കൈൻഡ് ഓഫ് ലൈക്ക് നിങ്ങളുടെ സർവീസസ് കൂടെ കൈൻഡ് ഓഫ് ലൈക്ക് കൊണ്ടുവരാനാണ് നന്നായിട്ട് കൺവേർഷൻ. സോ ഐ മീൻ ഫിക്സ് മൈ സ്റ്റോർ മൈറ്റ് ഐ വുഡ് സേ ബിഗർ സ്കോപ്പ് ഉണ്ട് ഇഫ് ഇറ്റ് റിയലി വർക്ക്സ് ഔട്ട്. കാരണം CRO കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷനിൽ ഒതുങ്ങാണ്ട് തന്നെ ഇറ്റ് കുഡ് ബിക്കം സംതിങ് ലൈക്ക് SEO ടൂൾ ഓ ഓഡിറ്റിംഗ് ടൂൾ. പല രീതിയിൽ സ്കോപ്പ് ഉണ്ട് ബിക്കോസ് ഓഫ് ദ ഡൊമൈൻ. ആ ഡൊമൈൻ ഇത്തിരി എക്സ്പെൻസീവ് ഡൊമൈനാണ് fixmystore.com. ബട്ട് എഫക്റ്റീവ്ലി വി കുഡ് സീ എന്താ പല ഏരിയാസിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനുള്ളതുണ്ട്. ഇറ്റ് മൈറ്റ് ഓൾസോ ഫണൽ ആസ് എ ലീഡ് സോഴ്സ് ഫോർ ദ കൺവേർഷൻ AB ഏജൻസി ആസ് വെൽ, ബട്ട് ദാറ്റ്സ് ലൈക്ക് സെക്കൻഡറി. ബട്ട് ഇത് ബിൽഡ് ഈ ഒരു ഫിക്സ് മൈ സ്റ്റോർ ബിൽഡ് ചെയ്യാൻ ലൈക്ക് ഹൗ ലോങ് did it take? It just took maybe over the weekend. Weekend project. അപ്പോൾ അതാണ് ലൈക്ക് ലിറ്ററലി ഒരു ലീഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കൂടുതലും ഏറെക്കുറെ ഓഡിറ്റ്സ് തന്നെ ഓട്ടോമേറ്റ് ചെയ്യാൻ ഓഡിറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഐ മീൻ മേ ബി ഡെവലപ്പേഴ്സിനെ ഇതിനായിട്ട് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്, പലവരായിട്ട് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഒരു ആക്യുറസി എലമെന്റ് കുറച്ച് ടൈം എടുത്തു, വിച്ച് സ്റ്റിൽ വി ആർ വർക്കിംഗ് ഓൺ. ബട്ട് ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്? ലൈക്ക് ഇപ്പോൾ ഫിക്സ് മൈ സ്റ്റോറിന് മുമ്പ് ഐ തിങ്ക് യു പ്രോബ്ലി മൈറ്റ് ഹാവ് ബീൻ ഡൂയിങ് മാനുവൽ ഓഡിറ്റ്സ്. എത്ര സമയം എടുക്കും? ടു കോണ്ടാക്ട് നമ്മൾ കൺവേർഷൻ AB ആയ സമയത്ത് വി ഐ തിങ്ക് പ്രോബ്ലി ഡൺ ഓഡിറ്റ് ഫോർ 100+ ബ്രാൻഡ്സ്. ഓക്കെ. അപ്പോൾ വി കൈൻഡ് ഓഫ് ഒരു മൺഡേൻ വർക്കാണ്, സെയിം റിപ്പീറ്റീവ് ആണ്, സെയിം ഒബ്വിയസ് സാധനങ്ങളൊക്കെ ആവും. ഇപ്പോൾ ഹോം പേജിൽ ബട്ടൺ കോൾ ടു ആക്ഷൻ ഇല്ല, ഫസ്റ്റ് ഫോൾഡിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഫോൾഡിലേക്ക് ആൾക്കാർ എത്തുന്നില്ല, സിമ്പിൾ സാധനങ്ങളൊക്കെ ആയിരിക്കും. വിച്ച് ഈസ് ലൈക്ക് ഒരു വെബ്സൈറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒബ്വിയസ് ആവും ബിക്കോസ് ആസ് വി ബിൻ വർക്കിംഗ് ഓൺ ഇറ്റ്, റൈറ്റ്? സോ അങ്ങനത്തെ സിമ്പിൾ സാധനങ്ങൾ ക്യാൻ ബി
make it as a checklist. Okay, so that they can just tick come, and then once they implement those things, it's sure guaranteed it works എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ഇപ്പം മാനുവൽ ഓഡിറ്റ്സ് വേഴ്സസ് വാട്ട് ടൈം ലൈക്ക് സോ ദർ ഈസ് ലൈക്ക് കൺവേർഷനബിൾ 2 ടൈപ്പ് ഓഫ് ഓഡിറ്റ്സ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ എന്താ പറയുക ഡാറ്റ ഒന്നും ഇല്ലാണ്ട് ഓഡിറ്റ്, പിന്നെ ഒന്നുള്ളത് ഈ പറഞ്ഞ UI UX ഉള്ള ഓഡിറ്റ്. സോ നമുക്ക് ആസ് വി വർക്ക് വിത്ത് ദ ക്ലയൻറ്റ് ഷോപ്പിഫൈ ബ്രാൻഡ്, നമുക്ക് എന്താ പറയുക ഡാറ്റ ബാക്ക് ആൻഡ് ആക്സസ് ഒന്നും ഉണ്ടാവില്ല. സോ വി ക്യാൻ ഓൺലി ഗിവ് ദ വാട്ട് വി സീ ഇൻ ദ തിങ്. ബട്ട് അതൊരു ഓഡിറ്റാണ്. അത് മേ ബി ഫ്യൂ അവേഴ്സ്, ഈസിലി ഒരു 4-5 hours എടുക്കും for us to ഇത്. പിന്നെ ടെംപ്ലേറ്റ് ഉള്ളതായതുകൊണ്ട് it becomes much more easier. But മറ്റേ ഡാറ്റ centric audit, either we have the Shopify analytics data with us, then we could link these data, അങ്ങനെയുള്ള ഓഡിറ്റ് it might take more time as well. അപ്പോൾ ഇപ്പോൾ ആ ഫോം ഫാക്ടറിക്ക് എത്തിയിട്ടില്ല ഫിക്സ് മൈ സ്റ്റോർ, ബട്ട് ഇറ്റ് മൈറ്റ് റീച്ച് that stage. ബട്ട് ഫോർ ഇത് ഇപ്പോൾ just take 2 minutes. അപ്പം ഏറെക്കുറെ ലൈക്ക് നൗ ഫിക്സ് മൈ സ്റ്റോർ ക്യാൻ ഡു ദിസ് ഓഡിറ്റ് ലൈക്ക് ഇത്രയും സമയം സേവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് maybe at some point in the future it could actually suggest fixes and do that for അതാണ് one reality. Maybe some agentic AI വേൾഡിലൊക്കെ maybe it might happen where the suggest fixes automatically changes, it even tracks and monitors what's been changed, whether that's ingredient or not. അതനുസരിച്ച് സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ആയി മാറാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഏറെക്കുറെ ലൈക്ക് ഒരു സ്പെസിഫിക് നീഷിലുണ്ടായിരുന്ന സർവീസ് എടുത്തിട്ട് അത് പ്രോഡക്റ്റൈസ് ചെയ്ത്, ആൻഡ് ലിറ്ററലി അതാണ് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ കുറേ AI ടൂൾസും ആക്സസ് ചെയ്യുന്നത്. ഇതാണ് കൈൻഡ് ഓഫ് ലൈക്ക് ഞാൻ ഏറെക്കുറെ ഫസ്റ്റ് പറഞ്ഞാൽ ലൈക്ക് ഒരു നീഷ് ഇതിലും ഡൊമൈൻ നോളജ് ഉള്ള ഒരു AI ഒരു സർവീസ് കമ്പനി കുഡ് ഔട്ട് പെർഫോം ഒരു ജനറൽ ഇത്. ലൈക്ക് അപ്പം ആ ഒരു ഡൊമൈൻ നോളജ് ഉണ്ട്, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡാറ്റ. അപ്പോൾ ഫെലിക്സിൻ്റെ കമ്പനിക്ക് ആക്ച്വലി ഇത് കുറേ ബെറ്റർ പെർഫോമിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് യു ഹാവ് എക്സ്പേർട്സ് ഹു നോ ഹൗ കൺവേർഷൻ വർക്ക്. അത് ChatGPT എടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. ലൈക്ക് it is trained on a bit of generic data, but you know the inside outs. എനിക്കൊന്ന് മോസ്റ്റ്ലി കോണ്ടെക്സ്റ്റ് ആണ് മെയിൻ. ഈ കോണ്ടെക്സ്റ്റ് ഉള്ള I would also recommend someone building a product to go for a service mode for a bit, then kind of figure out the ഇത്. അപ്പോൾ ചിലപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ചിലപ്പോൾ റൈറ്റ്സ് ആനായിട്ട് വാട്ട് കസ്റ്റമർ നീഡ്സ് ഉള്ളത് നമുക്കറിയാം. മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. When we build a tool as a tool, we didn't have that kind of context. When we build a service, we have complete context, because we are also ultimately using that tool internally to give audits to other clients. So അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ബിൽഡ് ചെയ്ത്. ഇറ്റ് ടുക്ക് us 1 year to ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് റിയലി വർക്ക്ഡ് ഔട്ട് എന്നുള്ളതാണ്. ഐ തിങ്ക് ഇതൊക്കെയാണ് കൈൻഡ് ഓഫ് ലൈക്ക് കുറേ ലൈക്ക് we know that the conversion market is like that big, and VW exit ചെയ്ത് പോയ ബിഗർ മാർക്കറ്റ് ആണ്. അപ്പോൾ you start with a small thing like this, and ഒരു വളരെ ലീൻ ടീമിനെ കൊണ്ട് ലൈക്ക് ഇത്രയും കൈൻഡ് ഓഫ് ലൈക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് റൺ ചെയ്യാൻ വേണ്ടി അതിന് ആക്ച്വലി നല്ല വാല്യൂ ഉണ്ട്. ഐ തിങ്ക് a lot of products like this would be kind of like emerging, like niched productized services. ആൻഡ് നമ്മുടെ ഐ തിങ്ക് കേരളത്തെ സംബന്ധിച്ച് ഐ തിങ്ക് ഇതുപോലത്തെ കുറേ പ്രൊഡക്ട്സ് ലൈക്ക് ഇപ്പം കുറേ നീഷസ് ഉണ്ട്. ഇപ്പം ഐ തിങ്ക് ഇ-കോം ഈസ് എ ബിഗ് നീഷ്. ഇ-കോമേഴ്സ് ആണ് ഐ തിങ്ക് എന്താ പറയുക what you call ഒരു മോർ ഓഫ് ഐ മീൻ ഇഫ് ദ ഷോപ്പിഫൈ എന്നുള്ള നീച്ചിലേക്ക് തന്നെ പിടിക്കുകയാണെങ്കിൽ ഷോപ്പിഫൈയിലുള്ള വരുന്ന സൈറ്റ് ഇപ്പോൾ സോക്കോ ഫോർ എക്സാമ്പിൾ, സോക്കോ നമ്മുടെ YC വാട്സപ്പ് ഓട്ടോമേഷൻ ടൂളാണ്. അപ്പോൾ അവർ ഐ മീൻ ദേ ഇനീഷ്യലി സ്റ്റാർട്ടഡ് സർവിങ് എവരി ക്ലയൻറ്റ്. പിന്നെ ഷോപ്പിഫൈയിൽ ഫോക്കസ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വരുന്ന ബ്രാൻഡ്സും സെയിം സംഭവമാണ്. ദേ ആർ ആസ്കിംഗ് ഫോർ സെയിം തിങ്. അപ്പോൾ അവർക്ക് ദേ ഡോണ്ട് നീഡ് ടു കസ്റ്റം ബിൽഡ് എനിത്തിങ് ഫോർ ദ എന്താ പറയുന്നത്. സോ ദാറ്റ് എവറി ഷോപ്പിഫൈ സ്റ്റോർ ഹാസ് എ ഓൾമോസ്റ്റ് സെയിം സെറ്റ് ഓഫ് തിങ്സ്. അതനുസരിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ എഫക്റ്റീവ്ലി ഷോപ്പിഫൈ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ഔട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇറ്റ് മൈ നോട്ട് ബി ഇൻഫിനിറ്റ് കൈൻഡ് ഓഫ് കോമ്പിനേഷൻ, മൈ ബി n number of combinations. അതായിരിക്കും ദാറ്റ്സ് വാട്ട് ഐ സീ ദ ഹോൾ തിങ്. വെയിറ്റ് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കണ്ട് ഗസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നൗ ബാക്ക് ടു ദ പോഡ്കാസ്റ്റ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് തിങ്സ് നമ്മുടെ KPH പോഡ്കാസ്റ്റ് സ്ഥിരം ലിസണേഴ്സ് ഗസ്റ്റ് ടു ബേഗിന് AI ടൂൾസിനെ പറ്റി ചോദിക്കായിരുന്നു. നമ്മളിപ്പോൾ കോൺവെർസേഷൻ ബിൽഡിംഗ് ആംഗിളിലാണ്. അപ്പോൾ ഏതൊക്കെ ബിൽഡിംഗ് പ്രൊഡക്ട്സ് ഇൻ ദ കമ്പനി അല്ലെങ്കിൽ ഫിക്സിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഈവൻ എൻഡ് യൂസർ ഈ പല കോണ്ടെക്സ്റ്റിലും കിരൺ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ബിൽഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്? ഹൗ ഡു യു സ്ട്രീം ലൈൻ ദ ടൂൾസ് ഇൻ ദ വർക്ക് ഫ്ലോ? അപ്പോൾ അതൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മേ ബി ആസ് ദ ലിസണർ യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് ടേക്കിംഗ് ഡൗൺ നോട്ട്സ്. യു ഓൾസോ വിൽ ട്രൈ ടു ആഡ് ടു ദ കമൻറ്റ്സ് ആസ് വെൽ. ഓവർ ടു യു. സോ ഇറ്റ് കംസ് ഡൗൺ ടു ഞാൻ ബിൽഡ് ചെയ്യുന്നൊരു വർക്ക് ഫ്ലോ ഉണ്ട്. സോ ഇത് ഞാൻ കോൺഷ്യസ്ലി എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ഫ്ലോയിലാണ് യൂഷ്വലി പോകുന്നത്. അതായത് യൂഷ്വലി ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്താ ബിൽഡ് ചെയ്യുന്നതെന്ന് കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് എ പ്രോബ്ലം. അപ്പം എൻ്റെ there is going to be kind of like ഒരു ഐഡിയ ഓർ പ്രോബ്ലം ഇൻ മൈ ബ്രെയിൻ. അപ്പോൾ യൂഷ്വലി ഞാൻ ചെയ്യുന്നത് ഞാൻ ലിറ്ററലി ChatGPT അല്ലെങ്കിൽ ക്ലോഡ് യൂഷ്വലി ChatGPT വെച്ചൊന്ന് റിഫൈൻ ചെയ്യും. ലൈക്ക് ഓക്കെ ഈ പ്രോബ്ലം കൈൻഡ് ഓഫ് ലൈക്ക് ചില സമയത്ത് ലൈക്ക് നമ്മളിപ്പോൾ പറയാറില്ല നമ്മൾ ആലോചിക്കുന്ന പ്രോബ്ലം ആയിരിക്കില്ല കോർ പ്രോബ്ലം. ലൈക്ക് ദർ കുഡ് ബി ദ കോർ പ്രോബ്ലം കുഡ് ബി സംതിങ് എൽസ്. അപ്പം അത് എളുപ്പമാക്കാൻ വേണ്ടി ആക്ച്വലി ChatGPT ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഇഫ് ഐ ഹാവ് എൻ ഐഡിയ ഐ മൈറ്റ് ഡു ലൈക്ക് ഓക്കെ വാട്ട്സ് ദ കോർ പ്രോബ്ലം ലൈക്ക് ഓർ മേ ബി ലൈക്ക് എൻ്റെ
ഞാൻ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് ആക്ച്വലി അങ്ങനെ പൊസിഷൻ ചെയ്യണമെന്ന് ആക്ച്വലി കുറച്ച് ആലോചിക്കാറുണ്ട്. അതായത് മോസ്റ്റ് ഓഫ് ദ ടൂൾസ് വന്നെങ്കിൽ ഇപ്പോൾ ഒരു B2B ആണെങ്കിൽ ഇറ്റ് ഐദർ ഹെൽപ്സ് കമ്പനീസ് ഇൻക്രീസ് ദെയർ റവന്യൂ, റെഡ്യൂസ് ദെയർ ബേൺ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി ടൂൾ. ഇതിൽ ഏതിലെങ്കിലും എങ്ങനെയെങ്കിലും ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് യൂഷ്വലി പൊസിഷനിങ് ആംഗിൾ ആക്ച്വലി ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ നേരെ അത് കഴിഞ്ഞത് ആദ്യം പോയി ഡൊമൈൻ വാങ്ങും. കുറച്ചധികം ഉണ്ട്. സോ ബട്ട് കമ്മിങ് ബാക്ക് ടു ദ ബിൽഡിംഗ് ആസ്പെക്ട്, ആദ്യം പോയി ഡൊമൈൻ വാങ്ങാം. സോ ഓക്കെ, പിന്നെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇപ്പോൾ ഗോ ടു ടൂൾ ആക്ച്വലി ക്ലൗഡ് കോഡാണ്. ആന്ത്രോപ്പിക്കിൻ്റെ ഒരു CLI ഉണ്ട്. സോ ക്ലൗഡ് കോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഇറ്റ് ഫോർ സം റീസൺ ഇറ്റ് ഗെറ്റ്സ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് തിങ്സ് റൈറ്റ്. കർസർ ഉപയോഗിച്ചിട്ടുണ്ട്. ലൈക്ക് കുറച്ചധികം നാളെ ഞാൻ കർസറാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. കർസർ വിൻസർഫ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഐ ജനറലി ഫൗണ്ട് ആന്ത്രോപ്പിക്കിൻ്റെ സോണറ്റ് മോഡൽസ് ടു പെർഫോം ബെറ്റർ ഇൻ കോഡിങ് കമ്പയർഡ് ടു GPT മോഡൽസ്. അപ്പോൾ ക്ലൗഡ് കോഡാണ് ഞാൻ പ്രൈമറിലി ഡ്രൈവ് ചെയ്യുന്നത്. അതിൽ തന്നെ ലൈക്ക് ഒരു അപ്രോച്ച് ഉണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ ഇപ്പോൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് ഞാൻ ഫസ്റ്റ് ആക്ച്വലി ഞാൻ ആദ്യം ChatGPT പോയി റിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ പ്രോംപ്റ്റ് എടുത്തിട്ട് ഞാൻ ക്ലൗഡ് കോഡിന് ആദ്യം കോണ്ടെക്സ്റ്റ് കൊടുക്കും. How do you add context? So I say to Cloud Code, this is what I'm building, this is the users that I'm targeting, these are the features that I'm thinking through, don't code yet, have this context. Don't code yet. ഞാൻ കോഡ് ചെയ്യാൻ ആദ്യം പറയില്ല. ഞാൻ ഒന്നെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് എടുത്തിട്ടൊരു മാർക്ക്ഡൗൺ ഫയലോട്ട് കൈൻഡ് ഓഫ് ലൈക്ക് സേവ് ചെയ്യും. ഇതാണ് ഞാൻ ബിൽഡ് ചെയ്യാനുള്ള കോണ്ടെക്സ്റ്റ് എന്ന് കൈൻഡ് ഓഫ് ലൈക്ക് ക്ലൗഡ് കോഡിന് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും. ഇത് അവിടെ ഡോക്യുമെൻറ്റഡ് ആണ്. അപ്പോൾ പിന്നീട് ഞാൻ ഇപ്പോൾ ക്ലോഡ് ഇപ്പോൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ഹാലൂസിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഐ ആസ് ക്ലോഡ് ഓക്കെ ഇതാണ് ഈ ഒരു ഡോക്യുമെൻ്റ് എപ്പോഴും കൈൻഡ് ഓഫ് ലൈക്ക് റെഫർ ചെയ്ത് വെക്കണം. അത് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും ക്ലോഡ് കോഡിൽ. അപ്പം എൻ്റെ എല്ലാ ഫസ്റ്റ് പ്രോംപ്റ്റ് ആക്ച്വലി അത് തുടങ്ങുന്നത്. അപ്പോൾ ക്ലോഡ് കോഡ്, കർസർ, വിൻസർഫ് പോലത്തെ ടൂൾസ് ഉണ്ട്. പിന്നെ ലവബിൾ ഒക്കെ പോലത്തെ ടൂൾസ് ഉണ്ട്. ബട്ട് അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൂ ഈസ് ഡൂയിങ് ലൈക്ക് ഹൂ ഈസ് ട്രൈങ് ടു കോഡ്. നിങ്ങൾ കുറച്ച് ടെക്നിക്കൽ ആൾക്കാരാണെങ്കിൽ വിൽ പ്രോബ്ലി റീഡ് ദ കോഡ് എ ബിറ്റ്. അതായത് ഇതെങ്ങനെയാണ് ഓരോ മൈന്യൂട്ട് ലെവൽ, ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് പാക്കേജസ് ഉപയോഗിക്കണം എന്നൊക്കെ ഐഡിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടുന്ന ക്ലൗഡ് കോഡും കർസറും ഇതൊക്കെയാണ്. പിന്നെ ലൈക്ക് CLIയിലൊക്കെ കൈൻഡ് ഓഫ് ലൈക്ക് നമുക്ക് ഡയറക്റ്റ്ലി കൈൻഡ് ഓഫ് ലൈക്ക് വെച്ച് ചെയ്യും. അതേസമയം ഇപ്പോൾ ലവബിൾ, റിപ്ലറ്റ് പോലത്തെ ടൂൾസ് ആണെങ്കിൽ കുറച്ചും കൂടെ ആബ്സ്ട്രാക്റ്റഡ് ആണ്. അത് ചെയ്യണം ടാർഗറ്റ് ചെയ്തേക്കുന്നത് ലൈക്ക് നോൺ കോഡേഴ്സിന് വായിക്കാൻ മടിയുള്ള. അപ്പം അവർ ഇഫ് യുവർ പർപ്പസ് ഈസ് ടു ലൈക്ക് ജസ്റ്റ് ബിൽഡ് ഔട്ട് സംതിങ്, ലൈക്ക് ലിറ്ററലി നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്തെങ്കിലും സോൾവ് ചെയ്യാനാണെങ്കിൽ ലവബിൾ അങ്ങനത്തെ ടൂൾസ് ആക്ച്വലി വർക്ക്. ബട്ട് അതത്ര അടിപൊളി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിക്ക് കൈൻഡ് ഓഫ് അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമുക്ക് ഡിസൈനൊക്കെ കൈൻഡ് ഓഫ് ലൈക്ക് അതൊക്കെ ഇപ്പോൾ ലവബിളിൻ്റെ മോഡൽസൊക്കെ ആക്ച്വലി ഇപ്പോൾ ഷാഡ്സിയൻ പോലത്തെ ഡിസൈൻ ഫ്രെയിം വർക്സിനെ കൈൻഡ് ഓഫ് ലൈക്ക് ബേസ് ചെയ്തിട്ട് മാത്രം ചെയ്തേക്കുന്നത്. ചിലപ്പോൾ അത് അതിൽ മാത്രമായിരിക്കും ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേസമയം ഇപ്പോൾ ഞാൻ ക്ലൗഡ് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഓരോ സ്പെസിഫിക് ഡിസൈൻ എങ്ങനെ ഇരിക്കണം എന്ന് കൈൻഡ് ഓഫ് ലൈക്ക് പറയാൻ പറ്റും. ഇപ്പം ഞാൻ ലാസ്റ്റ് കൈൻഡ് ഓഫ് ലൈക്ക് പ്രൊഡക്റ്റ് വിളിച്ചു ഡെയ്സി. അതൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫസ്റ്റ് കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കസ്റ്റമർ കിട്ടി. അപ്പോൾ അത് ലൈക്ക് അപ്പോൾ അതിൻ്റെ ഓരോ ഡിസൈൻ ഓരോ സ്ക്രീനും ഞാൻ മാനുവലി പ്രോംപ്റ്റ് ചെയ്തു. അതായത് ഇപ്പം അതിൻ്റെ ബോർഡർ റേഡിയസ് ഇത്ര ആയിരിക്കണം. അല്ല ഇത് പോയി കോഡ് ചെയ്ത് തീർക്കാവുന്നതാണ്. ബട്ട് കോഡ് കോംപ്ലക്സ് ആകുമ്പോൾ ഞാൻ എയോട് പറയും ഓക്കെ ഈ ഫസ്റ്റ് സ്ക്രീൻ റെഫർ ചെയ്ത് ഫസ്റ്റ് സ്ക്രീൻ ഞാൻ കുറച്ച് മാനുവലി കോഡ് ചെയ്യും. ബിക്കോസ് ഓൺബോർഡിംഗ് സ്ക്രീൻ ഓൾസോ എൻ്റെ ആ ഡിസൈൻ ലാംഗ്വേജ് ഞാൻ ഫസ്റ്റ് സ്ക്രീനിൽ ഞാൻ കുറച്ച് മാനുവൽ സെറ്റ് ചെയ്യും. ക്ലോഡായിരിക്കും കുറേ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ കോഡിൽ ചെന്നിട്ട് കൈൻഡ് ഓഫ് ലൈക്ക് കുറച്ച് ഡിസൈൻ അടിച്ചു കൊണ്ട് ഞാൻ തന്നെ ചെയ്യും. ആ ഫസ്റ്റ് പേജ് ആക്ച്വലി ഞാൻ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. പിന്നീടുള്ള കൈൻഡ് ഓഫ് ലൈക്ക് ഫീച്ചേഴ്സ് കോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും റെഫർ ടു ദിസ് പേജ്, അണ്ടർസ്റ്റാൻഡ് ദ ഡിസൈൻ ലാംഗ്വേജ്, ദെൻ ഇംപ്ലിമെൻറ്റ് ദ സെയിം ഡിസൈൻ ലാംഗ്വേജ് ഇൻ ദിസ് എന്ന് പറയും. അപ്പോൾ ക്ലോഡ് ഡസ് ബിറ്റ് ബെറ്റർ ഇൻ കൈൻഡ് ഓഫ് ലൈക്ക് ഡിസൈനിങ് ഇറ്റ്. അപ്പോൾ അതാണ് ഒരു അപ്രോച്ച് ബിൽഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ജനറലി ഈ ടൂൾസാണ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ കൈൻഡ് ഓഫ് ലൈക്ക് ഓട്ടോമേഷൻസ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിരിക്കട്ടെ, ഇത് ചെയ്യാൻ വളരെ മടിയാണ് എനിക്ക് യൂഷ്വലി. അപ്പം ഞാൻ ചെയ്യുന്നത് സേപ്പിയർ ഉണ്ടായിരിക്കും. ഇപ്പം ഏതെങ്കിലും പേയ്മെൻറ്റ് ഇപ്പം ഞാൻ ഡോഡോ പേയ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡോഡോ, ലെമൺ സ്ക്യൂസി, സ്ട്രൈപ്പ്, നമ്മുടെ ഒരു KPHന്റെ വിക്കി ക്ലബ്ബിൽ ചെയ്യാൻ പറ്റും. ഇഫ് യു വാണ്ട് ടു ഡിസൈഡ് വിച്ച് പേയ്മെന്റ് ടു യൂസ് യു ക്യാൻ ചെക്ക് ഔട്ട് wiki.kph.club. ഐ തിങ്ക് സ്ട്രൈപ്പ് ഐ തിങ്ക് ഇന്ത്യയിൽ ഇപ്പോൾ ആപ്ലിക്കൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോഡോ ഐ തിങ്ക് ഡോഡോയും പോളാറും എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡോഡോ ഉപയോഗിക്കുന്നത്. അപ്പം ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ വൂപ്പിനുണ്ട് പേര്. വൂപ്പ് എന്ന് പറയുന്നത് സ്ട്രൈപ്പിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് പറയുന്നത്. ഓക്കെ, ദേ ഹാവ് അവരുടെ തന്നെ ഒരു whoop.com ഉണ്ട്. അത് പവർ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രൈപ്പിൽ മാറ്റിയിട്ട് ഇൻഡിപെൻഡന്റ്ലി അവർ ഉണ്ടാക്കി എന്ന് പറയുന്നത്. പ്രോസസിംഗ് ലൈക്ക് 40,000 പേയ്മെന്റ്സ് പെർ സെക്കൻഡ്
എന്തുകൊണ്ട്? Dodo I think relatively new ആണ്, but their support and things have been good. Dodo I think faster approval ആണ്. പെട്ടെന്ന് approve. In comparison to Lemon Squeezy or Yeah. Lemon Squeezy ഇപ്പോൾ എന്തോ സ്ട്രൈപ്പ് മേടിച്ച് പിന്നെ അവർ സപ്പോർട്ട് എന്തോ ബാഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഓവർ ടു യു. സോ ഇപ്പോൾ ഒരു വെബ് ആപ്പ് ബിൽഡ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ പേയ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇതത്ര സെക്യൂർ അപ്രോച്ച് ഒന്നും അല്ല, ബട്ട് ഗെറ്റ് തിങ്സ് ഡൺ. അതായത് ഇപ്പോൾ ഡോഡോയിൽ വെബ് ഹുക്ക് ഉണ്ടായിരിക്കും, പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വെബ് ഹുക്ക് എടുക്കുക, സേപ്പിയറിൽ കൊടുക്കുക, ആ വെബ് ഹുക്കിൽ ലിസൺ ചെയ്യണമെന്ന് നോക്കുക, സേപ്പിയർ എന്നിട്ട് അടുത്ത നമ്മുടെ ഡി ബിയിലും നമ്മളൊരു API എൻഡ് പോയിന്റ് ഉണ്ടാക്കി എടുക്കുക, നമ്മുടെ വെബ് ആപ്പിൽ ഓർ സംതിങ്, DB ചെല്ലുക, ഫ്ലാഗ് ട്രൂ ആക്കുക. ഇറ്റ്സ് എ ഹാക്കി വേ ടു കൈൻഡ് ഓഫ് ലൈക്ക് ഇംപ്ലിമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റംസ്. യെസ്. അപ്പോൾ ഇവിടെ ആക്ച്വലി സോ ഇറ്റ്സ് ലൈക്ക് സമ്മൺ പെയ്ഡ് ദെൻ വാട്ട് വ്യൂ ദേ ഷുഡ് ബി ലിസണിങ് ടു ആണോ? അതായത് ഇപ്പോൾ പേയ്മെന്റ് കിട്ടി എന്നുള്ളതിന് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു അലേർട്ട്, ആ ട്രിഗർ കൈൻഡ് ഓഫ് ലൈക്ക് ഡോഡോ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. സോ ദാറ്റ് പേയ്മെന്റ് യൂസറിനെ ട്രൂ ആക്കിയിട്ട് ദെൻ ഇറ്റ് ബിക്കംസ് സേപ്പിയർ വെച്ചിട്ട് ബാക്കി ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ ഹാക്കി അപ്രോച്ചസ് ഉണ്ട്. ഗുഡ് ബി വൺ ബേ. എൻ്റെ പെർസ്പെക്റ്റീവ് N8 ഉപയോഗിക്കാറുണ്ടോ? ഞാൻ N8 ഈസ് റിയലി ഗുഡ്, ബട്ട് ഞാൻ N8 കൂടുതൽ ഉപയോഗിക്കുന്ന സേപ്പിയറാണ്. സേപ്പിയർ എക്സ്പെൻസീവ് അല്ലേ? കുറച്ച് എക്സ്പെൻസീവ് ഐ തിങ്ക് കോസ്റ്റ്, ബട്ട് ഫ്രീ വേർഷനിൽ കൈൻഡ് ഓഫ് ലൈക്ക് കുറേ ഐ തിങ്ക് തൗസൻഡ്സ് ആപ്സോ ഐ തിങ്ക് നടക്കും. N8 ഈസ് ഓൾസോ N8 ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഹോപ്പ് സ്കോച്ചിൽ ഐ തിങ്ക് N8 കുറച്ചാൾ ഉപയോഗിച്ചിരുന്നു ഓട്ടോമേഷൻ. ഞാൻ സേപ്പിയർ കുറവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഐ മീൻ പണ്ട് ഓരോരുത്തർക്ക് ബൈ മീ കോഫിയിൽ കോഫി വരുമ്പോൾ ഐ ഹാവ് എ ഓട്ടോമാറ്റിക് ട്വീറ്റ് സെൻഡ് ഫ്രം മൈ ഇത് വിച്ച് ആഡ് ദ കീവേഡ്സ്. ഇപ്പോൾ ക്ലബ് ഹൗസ് ഇൻവൈറ്റ് ആണെങ്കിൽ when anyone search for club house invite on Twitter or anyone, my tweet to be top. Every 5 hours someone needs to buy me coffee, then I will always send a tweet. സേപ്പിയർ അങ്ങനെ പെയ്ഡ് പ്ലാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സേപ്പിയർ എനിക്ക് ആ ഒരു സേപ്പിയറിന്റെ UI എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. സേപ്പിയർ വാസ് ahead of its time. I mean ഇപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇത് ഇപ്പം എല്ലാവരും സേപ്പിയർ തുടങ്ങിയത് ഒരു ഓട്ടോമേഷൻ ടൂളായിട്ടാണ്, ബട്ട് ഇപ്പം എല്ലാവരും കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ഈസി വേ ടു ബിൽഡ് AI ഏജൻസ് ആക്ച്വലി ഒക്കെ. ഐ മീൻ ഡെഫിനിഷൻ ഓഫ് AI ഏജൻറ്റ് ആക്ച്വലി വളരെ വേഗാണ് ഇപ്പോഴും, ബട്ട് ജനറലി AI റെസ്പോൺസ് വരുന്നത് എന്തോ സംഭവം കൈൻഡ് ഓഫ് ലൈക്ക് അൺഡിറ്റർമിനിസ്റ്റിക്കലി ഡിസൈഡ് ചെയ്യുന്നു, ഔട്ട്പുട്ട് വരുന്നത്. ഇതാണ് കൈൻഡ് ഓഫ് ലൈക്ക് ജനറൽ ഫ്രെയിം വർക്കാണ്. ഏജന്റ് ഇതിന് ഉപയോഗിക്കുന്നുണ്ടോ? ഹാവ് യു made or deployed any agents in ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു അടുത്ത സൈഡ് പ്രോജക്റ്റ് ആക്ച്വലി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മുടെ മാനസ് ഇറങ്ങിയില്ലായിരുന്നു, അപ്പം ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞി വേർഷൻ ആക്ച്വലി ഇന്റേണലി ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം ആപ്പിൾ സ്ക്രിപ്റ്റ്സ് കിട്ടും. സോ ഞാനിപ്പോൾ ഒരു അത് വെച്ചിട്ട് ആപ്പിൾ മാക്കോയ്സിലെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും കുറേ. അപ്പം ഞാനിപ്പോൾ ഒരു CLI ചുമ ഉണ്ടാക്കിയിട്ടുണ്ട്, വേറെ ഇപ്പം ഇറ്റ് ക്യാൻ ഡു സംതിങ് ലൈക്ക് ഇപ്പം ഓക്കെ ഫൈൻഡ് ദിസ് പേഴ്സൺസ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഓപ്പൺ സഫാരി ആൻഡ് സെൻഡ് ദിസ് പേഴ്സൺ മെസ്സേജ്. അപ്പോൾ അങ്ങനെ ഒരു സമയം ഇപ്പോൾ ചുമ്മാ സൈഡായിട്ട് കൈൻഡ് ഓഫ് ലൈക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം ആക്ച്വലി ബിൽഡിങ് എൻ ഏജൻറ്റ്. പിന്നെ ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് ദിസ് സൗണ്ട്സ് ഏജൻറ്റിക്, എൻ്റെ ലിങ്ക്ഡിൻ ഞാൻ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഞാൻ കാണാറുണ്ട് കൂടുതൽ ആക്റ്റീവ് ആയി കാണാം. അത് ഫുള്ളി ഓട്ടോമേറ്റഡ്. ഓക്കെ, യു ആർ നോട്ട് ഈവൻ പോസ്റ്റിംഗ് ഇറ്റ്? ഐ ജസ്റ്റ് റിവ്യൂ ദ കണ്ടന്റ് എവറി മന്ത്. എവറി മന്ത് ഞാനൊരു മന്ത്ലി ഒരു കണ്ടന്റ് പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിടും. സോ ഞാനും GPTയും ലൈക്ക് ഐ ബ്രെയിൻ സ്റ്റോം ടോപ്പിക്സ്, കണ്ടന്റ് പൈപ്പ് ലൈൻ റെഡി ആക്കിയിടും. എന്നിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ ഐ തിങ്ക് ഞാനൊരു ടൈം ട്രിഗർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ഞാൻ എന്നാ പോസ്റ്റ് ചെയ്യണമെന്ന് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ആവും. യു ഡോണ്ട് സെറ്റ് ഡയറക്ട്ലി ഓൺ ലിങ്ക്ഡിനിൽ സെറ്റ് ചെയ്യില്ല? എല്ലാം എയർ ടേബിൾ വെച്ചിട്ടാണ് ഞാൻ ഓട്ടോമേറ്റ് ചെയ്തത്. സോ എയർ ടേബിളും ഓപ്പൺ AI വെച്ചിട്ട് ലൈക്ക് ഓട്ടോമേഷൻസ് ഉണ്ട്, അതിൽ തന്നെ ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ API കോൾ ചെയ്യും. സോ GPT APIs കണ്ടന്റ് വെക്കും, എൻ്റെ എയർ ടേബിളിലോട്ട് ഡാറ്റ ഡംപ് ചെയ്യും. എന്നിട്ട് എയർ ടേബിളിൽ ഒരു ടൈം ഫീൽഡ് ഉണ്ട്, അത് വെച്ചിട്ട് സേപ്പിയറിൽ അലേർട്ട്സ് ട്രിഗർ ആവും, സേപ്പിയർ ലിങ്കിലോട്ട് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി അതിൻ്റെ ലാംഗ്വേജ് ആക്ച്വലി സോ വൺ തിങ് ദാറ്റ് ഐ ഡിഡ് വാസ് GPTക്ക് എൻ്റെ കോൺവെർസേഷനെ പറ്റി നല്ല മെമ്മറി ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോംപ്റ്റ് ഞാൻ ട്യൂൺ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ ആസ്ക് GPT ടു മേക്ക് ദ പ്രോംപ്റ്റ് സോ ദാറ്റ് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് മീ ആൻഡ് ഡബിൾ ഡാഷസ് ഉണ്ട് മറ്റേ ഇത് വരുന്നത്, അത് ഒമിറ്റ് ചെയ്യാനും പറഞ്ഞു. ഇറ്റ് കൈൻഡ് ഓഫ് സൗണ്ട്സ് ലൈക്ക് വാട്ട് ഐ വുഡ് സേ. സോ അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. കൊള്ളാം, ഇതാണ് ഹാക്ക്. ഐ മീൻ എയർ ടേബിൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ വാട്ട് അതർ ടൂൾസ് ഹാവ് യു യൂസ്ഡ് ആൻഡ് ബീൻ യൂസിങ്? ഇപ്പോൾ ടാലി ഉപയോഗിക്കുന്നുണ്ടായിട്ട്. അത് ഫോംസിന് ആക്ച്വലി എനിക്ക് ലൈക്ക് എൻ്റെ തോട്ട് പ്രോസസ് അറൗണ്ട് ബിൽഡിങ് തിങ്സ് ഇസ് ഹൗ ക്യാൻ ഇറ്റ് സേവ് മീ ടൈം എന്നുള്ളതാണ്. അപ്പം പണ്ട് ലൈക്ക് മറ്റേ ഒരു ഡെവലപ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ജോക്കുണ്ട് ലൈക്ക് യു മേക്ക് എ സ്ക്രിപ്റ്റ് സ്പെൻഡ് ഒരു 5 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്തൊരു സ്ക്രിപ്റ്റ് എഴുതും ടു ഓട്ടോമേറ്റ് 2-minute ടാസ്ക്. ഇതൊരു മീമുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ലൈക്ക് അഗൈൻ എൻ്റെ വർക്ക് ഫ്ലോ എപ്പോഴും കൂടെ സേപ്പിയർ എയർ ടേബിൾ നമ്മുടെ KPS VCയിൽ ആക്ച്വലി ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു യൂഷ്വലി ഗൂഗിൾ ഫോമാണ് ഉപയോഗിക്കുക. സോ ടാലി വെച്ചിട്ട് എനിക്ക് എയർ ടേബിളോട്ട് കണക്ട് എയർ ടേബിൾ ഞാൻ ഒരു ഓട്ടോമേഷൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓരോ ആൾക്കാർ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫുൾ റിപ്പോർട്ട് കിട്ടും. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഇവർ വെബ്സൈറ്റിന് ലിങ്ക് തരും, ഇവരുടെ കോൺടാക്സ്റ്റ് തരും, എന്താ ബിൽഡ് ചെയ്യുന്നത് തരും. അപ്പോൾ ലിങ്കൊക്കെ ഉണ്ടായിരിക്കും. കോമ്പറ്റീറ്റേഴ്സിന് ലിങ്ക് ഞാൻ ചോദിക്കും. സോ ഐ ഹാവ് ആൻ ഓട്ടോമേഷൻ ദാറ്റ് ഗോസ് ആൻഡ് സ്ക്രൈബ്സ് their websites, their competitor websites, does a bit of research, എന്നിട്ട് എനിക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് PDF ആക്ച്വലി ജനറേറ്റ്. അതാണ് നമ്മുടെ KPH VC ഗ്രൂപ്പിൽ ഇടുന്നത് വിത്ത് അതർ ഇൻവെസ്റ്റേഴ്സ്. അത് ഞാൻ വായിച്ചു നോക്കുന്ന സംഭവം ഓക്കെ അല്ലേ, ബട്ട് ഇൻ ദ എൻ്റെ ഒരു ഹ്യൂമൻ അപ്രൂവൽ ഉണ്ട്. ബട്ട് ആ സോർട്ട് ഓഫ് ഓട്ടോമേഷൻസ് ആണ് യൂഷ്വലി ഫുള്ളി. നമ്മുടെ KPH VC ഇനീഷ്യേറ്റീവ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഗെറ്റ് ഫണ്ടഡ് ആൻഡ് റീച്ച് ഔട്ട് ടു അസ്. അപ്പോൾ അതിലുള്ള ഫുൾ ഹാൻഡിൽ ചെയ്യുന്ന കിരണാണ്. പിന്നെ വേറെ ഇതൊക്കെ വർക്ക് ഫ്ലോസ് ആണ് യു ഹാവ് ഓട്ടോമേറ്റഡ്. ആൻഡ് ഈവൻ ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ അർജുൻ്റെ എക്സാമ്പിൾ എടുക്കാം, ഹു ഇസ് ബിൽഡിംഗ് ടൂൾസ്. അപ്പോൾ അവിടെ ഇപ്പോൾ അർജുൻ ബീങ് എ നോൺ കോഡർ പല ഇപ്പോൾ ഇതിന് 5-6 ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മുഖം പൊത്തിരിക്കുക. ബട്ട് എഫക്റ്റീവ്ലി ആ ഇതിൽ ഹൗ ഡിഡ് ഹീ ബിക്കം എ ഇത് ഇൻ യുവർ ഒബ്സർവേഷൻ? ഇവർ ജൂനിയർ ആണ് ഒപ്പം തന്നെ. അതിൽ ഐ തിങ്ക് ഡൊമൈൻ നോളജ്, ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഗെയിൻ കോണ്ടന്റ് ക്രിയേഷൻ പ്രോസസ്സിൽ നല്ല ഡൊമൈൻ നോളജ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് കൂടുതൽ സമയം പോകുന്നതെന്ന് നന്നായിട്ട് അറിയാം. സോ ദെൻ ഓക്കെ, നൗ ദാറ്റ് AI ഹാസ് ഡെമോക്രാറ്റൈസ്ഡ് ബിൽഡിംഗ് ടൂൾസ്, അവനറിയാം എവിടെയാണ് കൈൻഡ് ഓഫ് ലൈക്ക് സമയം സേവ് ചെയ്യാൻ പറ്റുന്നത്. സോ അവൻ്റെ ആക്ച്വലി ഫസ്റ്റ് തോട്ട് പോകുന്നത് ഓക്കെ ഇതേ വെച്ചിട്ട് ചെയ്യാമല്ലോ കുറേ കാര്യങ്ങൾ, എന്തിനാണ് ഞാനിവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ആൻഡ് ജസ്റ്റ് ഗെറ്റ് തിങ്സ് ഡൺ. അപ്പോൾ ആ ഒരു ഹൈ ഏജൻസി ഹയർ എന്ന് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് അർജുൻ. Jinu is another example. Jinu is really... Jinu is our EA, HR to EA. I mean, maybe you can talk about it. I think Jinu, എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയത് നമ്മൾ ഹഡിലിന് നമ്മൾ പ്രോഗ്രാം നടത്തിയില്ലേ, അപ്പം അന്ന് ഐ തിങ്ക് യു ഹാഡ് ടു ഗെറ്റ് കുറേ ഓപ്പറേഷൻ തിങ്സ് ഉണ്ട്. നമ്മൾ രണ്ടുപേരും ട്രിവാൻഡ്രത്തില്ല, ജിനുവും ട്രിവാൻഡ്രത്തില്ല, ബട്ട് ജിനു ആരൊക്കെയൊക്കെയോ വിളിച്ച് ലൈക്ക് വി ഹാഡ് ടു പ്രിന്റ് അപ്പ് ലോട്ട് ഓഫ് പോസ്റ്റേഴ്സ് ആൻഡ് സ്റ്റഫ്, ആൻഡ് ജിനു ജസ്റ്റ് ഹാൻഡിൽ ദാറ്റ്. ഐ തിങ്ക് പോയി ഡിസൈനും ചെയ്തു തോന്നുന്നു കുറേയൊക്കെ. ജിനു ആണ് കൺവേർഷൻ്റെ ഇനീഷ്യൽ ലോഗോ തന്നെ ഡിസൈൻ ചെയ്തത്. So effectively, I mean, high ages, they just went ahead and do it. They don't even take care of what their role and everything. What needs to be done, they go on. I think ഏറെക്കുറെ ലൈക്ക് ഈ ഒരു ഓപ്പറേഷൻ സ്പെസിഫിക് ആയിട്ട് ഹൈ ഏജൻസി ആൾക്കാർക്ക് ഐ തിങ്ക് ഭയങ്കര ലൈക്ക് അവരുടെ സ്കിൽ സെറ്റ്സ് ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ദേ ക്യാൻ ഗെറ്റ് തിങ്സ് ഡൺ റിയലി ഫാസ്റ്റ്. ആൻഡ് എന്താ ഇപ്പം ഐ ഡോണ്ട് നോ, ഇതൊരു ഇപ്പോൾ ഡാവിഞ്ചി ഒക്കെ ഇല്ലായിരുന്നു പണ്ട്. ലൈക്ക് ഹി കുഡ് ലൈക്ക് സയൻസ് അറിയാമായിരുന്നു, കുറച്ച് പെയിൻറ്റിങ് സംഭവങ്ങളൊക്കെ അറിയാമായിരുന്നു. ലൈക്ക് ഏറെക്കുറെ ഒരു ലൈക്ക് ഓരോ സബ്ജക്റ്റിലും കുറച്ച് കാര്യങ്ങൾ അറിയാം, ആൻഡ് ദേ ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ആ ഒരു ജനറലിസ്റ്റ് ക്യാരക്ടേഴ്സിന് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ്. ലൈക്ക് ഒരു റെനൈൻസൻസ് എറ പോലെയാണ് ഏറെക്കുറെ ഇപ്പോൾ കൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അതിലും ആക്ച്വലി കുറച്ച് കിക്ക് ബാക്സ് ഉണ്ട്. ലൈക്ക് AI is a generalist. AI could replace generalists at some point. So it's always but it's always best to have some sort of domain knowledge in some sort of field. ഒരു T-shaped curve എന്ന് പറയോ? T-shaped people. അതിപ്പോൾ ബിൽഡ് ചെയ്യാൻ ലൈക്ക് ദ കോസ്റ്റ് ഓഫ് ലേണിംഗ് ആക്ച്വലി വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം യു ക്യാൻ ഗോ ആൻഡ് ലേൺ തിങ്സ് ആസ് ഭയങ്കര സ്പീഡിൽ ബിക്കോസ് ഓഫ് AI out there. So കുറേ കാര്യങ്ങൾ ഡെമോക്രറ്റൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. സോ ഇപ്പം എനിക്കൊരു ക്വസ്റ്റൻ ആണ്, ഇപ്പം ഫെലിക്സ് യു റൺ ലൈക്ക് 3 ഡിഫറെൻറ്റ് കമ്പനീസ്. ഇപ്പോൾ KPH ഉണ്ട്, ഫൈൻ ലാബ്സ് ഉണ്ട്, കൺവേർഷൻ AB ഉണ്ട്. ഇത് മൂന്നിൻ്റെയും കോണ്ടാക്സ്റ്റ് കാര്യം ഫെലിക്സ് എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആൻഡ് ഇത് ലൈക്ക് ഹാവ് യു യൂസ്ഡ് AI സംവെയർ ടു ഐ ഡോണ്ട് നോ ലൈക്ക് മേക്ക് ഇറ്റ് ഈസി ഫോർ യു? Or I don't know, I think you one advantage that is you hired a lot of people who could do things. So adengane, how did you figure that out? So I think I mean one of the advantage of me running doing this podcast episode എന്ന് വെച്ച് കഴിഞ്ഞാൽ I mean it's like ഒരു മീറ്റിംഗ് പോലെയാണ്. But I could dig deeper in. If you maybe look back to the podcast episodes ആണെങ്കിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ I mean ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മേ ബി ആ ഒരു മൈൻഡിൽ ആ ഒരു ഡേയിൽ എനിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വിച്ച് ഐ മൈ ബി ആസ്കിങ് ദ ഗസ്റ്റ്. ആ ഗസ്റ്റ് ഹാസ് മേ ബി 10x എക്സ്പീരിയൻസ് ദാൻ മീ ഓർ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ സോ ഐ കൻ ടേക്ക് ദാറ്റ് ആൻഡ് ദെൻ അവിടെ അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിസിനസ് യൂണിറ്റ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. സോ ഐ തിങ്ക് എവറിതിങ് ഇസ് എ ബിസിനസ് യൂണിറ്റ്. അപ്പോൾ ആ ബിസിനസ് യൂണിറ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആ ബിസിനസ് യൂണിറ്റിൽ തന്നെ P&L ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബിസിനസ് യൂണിറ്റിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഹയേഴ്സ് വയ്ക്കുക. അപ്പോൾ ആ ബിസിനസ് BU എന്ന് പറയും. BU എന്ന് പറഞ്ഞ സംഭവം ബിസിനസ് യൂണിറ്റാണ്. അപ്പോൾ അതിനെ സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ട് ഹൗ ക്യാൻ ദാറ്റ് ബിസിനസ് യൂണിറ്റ് ബിക്കം പ്രോഫിറ്റബിൾ? ദാറ്റ്സ് വൺ വേ ഐ ഗോ അബൌട്ട് ഇറ്റ്. അപ്പോൾ എഫക്റ്റീവ്ലി ആസ് ഫോർ ദ ഇതിലായാലും ഐ വുഡ് സേ ഒരു like mini CEO kind of person ഉണ്ട് who runs the things
തിങ്സ്. അപ്പോൾ ഫൈൻ ലാബ്സ് ആണെങ്കിലും കൺവേർഷൻ API ആണെങ്കിലും ഫിക്സ് മെഷോർ ആണെങ്കിലും മിനി CEOs ഉണ്ട്. ആൻഡ് ദാറ്റ്സ് നോട്ട് മീ. ഐ എം നോട്ട് ദ വൺ ഹൂ മിനി CEO റൺ എനിത്തിങ്. അപ്പോൾ ഓൾദോ പ്രത്യക്ഷത്തിൽ ഞാനാണെങ്കിലും ബട്ട് ഐ എം നോട്ട്, to be honest പറയുകയാണെങ്കിൽ. But they run it like their own company. Then they ensure the talents coming in, they hire, they fire. I just support whenever they need me. അപ്പോൾ I mean എനിക്കൊന്ന് ഇപ്പോൾ KPH KPH മീഡിയ എന്ന സംഭവം പിടിക്കുകയാണെങ്കിൽ അർജുൻ is the CEO of that. So he ensures who comes and who works with him. He ensures what the decisions to be made to improve the video views. How do we hit the 100K reels? പലതും he is the one. I'm not the one who goes about the details. അപ്പോൾ I would say ഒന്ന് ഓരോ റോൾസിന് പ്രോപ്പർ SOPs ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദെൻ KPIs ഉണ്ട്. അത് വീണ്ടും ചിലപ്പോൾ എല്ലാ മാസം റീവിസിറ്റ് ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് വി ആർ എൻഷൂറിങ്, ഫോർ എക്സാമ്പിൾ നമ്മൾ അക്രോസ് ദി 22 ആൾക്കാരുണ്ട്. അക്രോസ് ദി ഓർഗനൈസേഷൻ നമ്മൾ ഈ ChatGPT, ഈ പറഞ്ഞ ജെമിനൈ, ക്ലോഡ്, പെർപ്ലെക്സിറ്റി, ഒരു ഇതെല്ലാ AI ടൂൾസും കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് വേർഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലൂമിൻ്റെ പെയ്ഡ് വേർഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു അക്കൗണ്ട് എടുത്താൽ മതി. സോ ദാറ്റ് ഇറ്റ് ഗെറ്റ് ഷെയർഡ് ബിറ്റ്വീൻ ദ തിങ്. ലൂമിനൊക്കെ ആക്ച്വലി നമ്മൾ എന്താ പറയുക മീറ്റിംഗ്സ് നടത്തുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് റെക്കോർഡഡ്, ഇറ്റ് ട്രാൻസ്ക്രിപ്റ്റ്, ഇറ്റ് ഓൾസോ ഗിവ്സ് ദ ആക്ഷൻ ഐറ്റംസ് ആൻഡ് സെൻസ് ടു മെയിൽ. അപ്പോൾ ഐ വുഡ് സേ അത് ഓട്ടോമേറ്റ് ചെയ്തേക്കണം, അതോ ലൂമിൽ തന്നെ അതിനുള്ള ഫംഗ്ഷൻ? ഐ മീൻ അത് ലൂമിൻ്റെ മറ്റേ നോട്ട് ഫ്ലെയർ പോലെ സാധനം ആഡ് ആയി വരും. അത് ജസ്റ്റ് ഇപ്പം ഞാൻ ഗ്രാനോള ഉപയോഗിക്കുന്ന ലൂമിൽ. നമ്മൾ ലൂമിന് ആവശ്യം വന്നു കാരണം ഇന്റേണലി കുറേ നോളജ് ബേസിനും ഈ ടീം റിമോട്ട് ആയതുകൊണ്ട്, ഓൾദോ വി ഹാവ് ഓഫീസ് ഇൻ കൊച്ചി ആൻഡ് കലക്കൽ, പല ടാലൻസും റിമോട്ടാണ്. ഐ മീൻ ദേ കം ടു ദ ഓഫീസ് വെൻ ദേ ആർ നീഡഡ്, അതർവൈസ് ദേ റിമോട്ടിൽ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ രീതിയിൽ ആണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഡിസ്കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി, ലൂം ഉപയോഗിക്കുന്നുണ്ട് എവിഡൻ്റ്ലി, കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട്, Gmail ഉപയോഗിക്കുന്നുണ്ട്, ഐ മീൻ പിന്നെ ലീനിയർ ഉപയോഗിക്കുന്നുണ്ട് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റിന്. പിന്നെ ഈവൻ ഇന്റേണൽ ടൂൾ നമ്മൾ ഉണ്ടാക്കി, ആസ് യു സൈഡ് നമ്മൾ കൺവേർഷൻ APIയിൽ അതിൻ്റെ തന്നെ CRM ഉണ്ടാക്കിയിട്ടുണ്ട്, വിച്ച് ഈസ് ലൈക്ക് കോണ്ടെക്സ്റ്റൽ ടു അവർ യൂസ് കേസ്. അപ്പോൾ കസ്റ്റം CRM ആണോ അതോ കസ്റ്റംസ് ആണ്. ഈവൻ ഒരു ചേഞ്ച് വരുത്തി ദെൻ ദ ക്ലയൻറ്റ് ഷുഡ് ഓൾസോ ഗെറ്റ് എ ഇമെയിൽ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി. അതിലേക്ക് എന്തൊക്കെ ടൂൾസ്? അത് ജസീം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഐ മീൻ അവിടെ ആയാലും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒരു CTO so you're working at an abstract level, അപ്പോൾ ബാക്കി your team kind of like handles that. അപ്പോൾ I think mini CEO, mini CTO. How do you find people like this? I mean എനിക്കൊന്ന് കുറച്ചൊരു അഡ്വാൻറ്റേജസ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. I mean I could say this is something called eye for a talent എന്ന സംഭവമുണ്ട്. മേ ബി ഓവർ ദി ഇയേഴ്സ് ഞാൻ ഒബ്സർവ് ചെയ്ത സംഭവമാണ്. I could മേ ബി ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക, ഐ ഫോർ ടാലന്റ്. I think you told me that you're always on hiring mode. Yes, always on hiring ആണ്. പറഞ്ഞ ഈവൻ ചില റോളിലേക്കൊന്നും നമ്മൾ ഹയർ ഇല്ലെങ്കിലും കൂടി ഇഫ് ഐ ഫൈൻഡ് ദ റൈറ്റ് ഐ ഓൺ ബോർഡ് ദം, ദെൻ ഫിഗർ ഔട്ട് വാട്ട് വേർ ദേ കുഡ് ഫിഗർ ഔട്ട്. അപ്പം ഐ തിങ്ക് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ മീൻ ഈ പറഞ്ഞ റോൾ പഠിച്ചിട്ടുണ്ടോ ഇത് പഠിച്ചിട്ടുണ്ടോ ഐ ഡോണ്ട് കെയർ. ഇഫ് ദർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇഫ് ദർ തിങ്സ് ആൻഡ് ദേ കുഡ് ഡു മോർ തിങ്സ് ആൻഡ് സ്റ്റഫ് ആണെങ്കിൽ ഐ ഓൺ ബോർഡ് ദം, ദെൻ ഫിഗർ ഇറ്റ് ഔട്ട്. അങ്ങനെ കുറേ ബെറ്റ്സ് എടുക്കാറുണ്ട് ഇൻ ദ റൈറ്റ് പീപ്പിൾ. ആൻഡ് യൂഷ്വലി എന്താ പറയുക, യൂഷ്വലി ഇറ്റ് വർക്ക്സ് ഔട്ട് റിയലി വെൽ. ഇപ്പം നമ്മൾ അക്ബർ ആണെങ്കിലും ഹി വാസ് ജോയിൻ അറൌണ്ട് 18 years, +2 കഴിഞ്ഞ സമയത്ത് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ CTO ആയിട്ട് ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഇപ്പോൾ നാളെ എക്സാം ഉണ്ട്, ഇത് മറ്റേ ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ട് കോഴ്സ്. അപ്പോൾ ഐ വുഡ് സേ ദർ ഇസ് എ ലൈക്ക് ഇന്നൂമറസ് ടാലൻറ്റ് ഹു ആർ +2 ഗ്രാജുവേറ്റ്സ്. മേ ബി അവർക്ക് ആ കോവിഡ് സമയത്താണ് ഉണ്ട് ആ ഒരു ഡിഫറൻസ് വന്നതിനുണ്ട്. ദേ ഗോട്ട് എക്സ്പോസ് ടു അറ്റ് ദർ ഹോം, ദേ ഗോട്ട് എക്സ്പോസ് ടു യൂട്യൂബ്, ദേ സ്റ്റാർട്ടഡ് ലേണിംഗ്, ദേ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ദർ കരിയർ. അപ്പം അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ക്ലബ് ഉണ്ട് പീപ്പിൾ. ആൻഡ് മോർ കമ്പനീസ് ഷുഡ് ഐ വുഡ് സേ ഹയർ പീപ്പിൾ ഓഫ് ദാറ്റ് ഏജ്. ഇപ്പോൾ ഷാദ് ഫോർ എക്സാമ്പിൾ, ഷാദ് നമ്മുടെ സൈലത്തിൽ അനന്തിനൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഈസ് ജസ്റ്റ് 23 year old. അപ്പോൾ ആ ഒരു ഏജോ അല്ലെങ്കിൽ ഇത് എന്ത് പഠിച്ചിട്ടുള്ള സംഭവം നോക്കാണ്ട് കാൻഡിഡേറ്റ് മെറിറ്റോക്രസി അത് നോക്കി ഹയർ ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉള്ളൂ. ബട്ട് ഐ തിങ്ക് ഈ പോഡ്കാസ്റ്റ് ഔട്ട് ആകുമ്പോൾ മോർ പീപ്പിൾ വിൽ റിയലൈസ് ഇറ്റ് ആൻഡ് അത് ഒരു പ്രയോറിറ്റി ആക്കി വെക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ ഐ തിങ്ക് ഞാൻ പ്രോബ്ലി കുറച്ച് ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യും. ബട്ട് വാട്ട്സ് യുവർ ടേക്ക് ഓൺ ലൈക്ക് ഒരു കൺവെൻഷണൽ എഡ്യൂക്കേഷൻ പാത്ത് എടുത്ത് കാൻഡ് വരുന്നത് വേഴ്സസ് ഇപ്പം യു ക്യാൻ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ഓൺ യുവർ ഓൺ. സോ ഹൗ ഡു യു സീ ദാറ്റ്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോബിൻ്റെ കേസസിലാണെങ്കിലും ലൈക്ക് വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? സോ ഫോർ ദ ഓഡിയൻസ്, ഞാൻ ഗവൺമെൻറ് കോളേജ് തൃശ്ശൂർ അത്യാവശ്യം നല്ല ടോപ്പറൊക്കെ ആയിട്ട് ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് കമ്പനികൾ വർക്ക് ചെയ്തിട്ട് സ്വന്തമായി കമ്പനി നടത്തി പിന്നെ പോഡ്കാസ്റ്റ് ഇതൊക്കെയാണ് ഉള്ളത്. കോൺടാക്ട് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതെന്നുള്ളൂ. ബട്ട് ഐ വുഡ് സേ എന്താ പറയുക, ഇപ്പം എനിക്കൊന്ന് പല ഇതും സ്കിൽ ബേസ്ഡ് ഔട്ട്കം ഉണ്ടല്ലോ. ഐ മീൻ ഇപ്പോൾ മോർ ഓഫ് സർട്ടിഫിക്കറ്റ് ബേസ് ചിലപ്പോൾ കോൺട്രവേഴ്സി ആവും, ബട്ട് ഐ സ്റ്റിൽ വാണ്ട് ടു പുട്ട് ഇറ്റ് ഔട്ട് ആസ് വെൽ. ഇപ്പോൾ 4 years അല്ലെങ്കിൽ 5 years ഒക്കെ ചില കോഴ്സിന് മേക്ക് സെൻസ് ആണ്, ചില കരിയർ പാത്തിന് ഇറ്റ് മേക്ക് സെൻസ് ആണ്. ബട്ട് അതർ കരിയർ പാത്തിന് ചിലപ്പോൾ അതിൽ ഓവർക്കില്ലായിരിക്കും. മേ ബി 6 months 8 months ഒക്കെ ആയിരിക്കും. മൈറ്റ് ബി എ തിങ്. കാരണം സ്കില്ല് പഠിച്ചിട്ട് ദെൻ ദേ ഷുഡ് ബി വർക്കിംഗ് ദ റൈറ്റ് പീപ്പിൾ. അതുണ്ട്. ദേ ഷുഡ് നോട്ട് ബി വർക്കിംഗ് ഇൻ സം 1000 member 1 lakh member ടീമിൽ വർക്ക് ചെയ്യാണ്ട് ഇഫ് ദേ വർക്കിംഗ് വിത്ത് 10 member 20 member ടീം
ആൻഡ് അവിടെ ഒരു പണി പഠിക്കും. ഐ മീൻ ഗെറ്റ് എക്സ്പോസ് ടു ദ ഫൗണ്ടേഴ്സ് ഡയറക്ട്ലി. ദേ കുഡ് ലേൺ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ ഓർഗനൈസേഷൻ, ഗെറ്റ് മോർ കോണ്ടെക്സ്റ്റ്. ഐ വുഡ് സേ ഒരു സ്കില്ല് പാഷനുള്ളത്, അതും ഇവിടെ അക്കാഡമിയിലൊന്നും പോകണം നിർബന്ധമില്ല. അക്കാഡമീസ് അനദർ തിങ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 അക്കാഡമീസ് ആയിട്ട് മനസ്സിലാക്കിയപ്പോൾ അവിടെ ഐ തിങ്ക് ഒരു I mean, I thought the academies were teaching the old stuff. I mean, what is not relevant എന്നുള്ളതാണ്. പക്ഷെ I think the academies I know are like, what do you call, teaching the what is currently happening stuff. മനസ്സിലായി. അപ്പോൾ ആ സാധനം ഉണ്ട്. Academies have the എന്താ പറയുക കോഴ്സ് കരിക്കുലം ഡിസൈനിങ് ഒക്കെ ഇത്തിരി ഫാസ്റ്റർ ആക്കി ചെയ്യാൻ പറ്റും. Whereas when it comes to institution, they have to wait for the bigger people to do it. But I would say academies is one way, one plug. ഇപ്പോൾ നമ്മളായാലും ഹയർ ചെയ്യുന്ന ബെസ്റ്റ് തിങ് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമി ഏതെങ്കിലും ഉള്ള അക്കാഡമീസിലുള്ള ആൾക്കാർ നോക്കും. Then we search on LinkedIn, then we find them. കാരണം അതൊരു വൺ ഓഫ് ദ മെട്രിക്സ് ഫോർ മീ. കാരണം അവിടെ അവർ കുത്തിരുത്തി പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്കില്ല് ലേൺ ചെയ്തിട്ടുണ്ടാവും. അവിടെ വെൻ യു ടോക്ക് ടു ദം, ഇഫ് യു ക്യാൻ ഫീൽ ദ മെച്യൂരിറ്റി ഇൻ ദ കോൺവെർസേഷൻ. അപ്പോൾ അവിടെ നമ്മൾ പിക്ക് ഔട്ട് ചെയ്യാറ് യൂഷ്വലി. അപ്പോൾ അക്കാഡമീസ് ഈസ് എ വൺ വേ ഐ വുഡ് സേ. ഐ മീൻ ഈവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അക്കാഡമീസ് ഉണ്ട്, കോഡിംഗ് പഠിപ്പിക്കുന്ന അക്കാഡമീസ് ഉണ്ട്, ഈവൻ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന അക്കാഡമീസ് ഉണ്ട്, ടെക് പഠിപ്പിക്കുന്ന അക്കാഡമീസ് ഉണ്ട്. അവിടെ നിന്ന് എന്താ പറയുക പിക്ക് ചെയ്യാൻ പറ്റിയ ഒരു എൻവോൺമെൻറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഐ വുഡ് സേ ഐ ഷുഡ് സീ മോർ പീപ്പിൾ യൂട്ടിലൈസിങ് ഇറ്റ് ആസ് വെൽ. നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ബിൽഡിങ്ങിനെ പറ്റി പഠിച്ചു. ഐ മീൻ AI വെച്ച് എങ്ങനെ ടൂൾ ബിൽഡ് ചെയ്യാനുള്ളതും ഇൻറ്റേർണൽ ടൂൾസും എക്സ്റ്റേണൽ ടൂളും എന്ന സംഭവം പഠിച്ചു. ഈ ടൂൾ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇറ്റ് ഹാസ് ടു ബി ലോഞ്ച് ആൻഡ് ഇറ്റ് ഹാസ് ബി യൂസ്ഡ് ബൈ പീപ്പിൾ. ഇൻറ്റേർണൽ ടൂൾസ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു യൂസ് വിത്തിൻ ദ കമ്പനി. എക്സ്റ്റേണൽ ആണെങ്കിൽ ഇറ്റ് ഹാസ് ബി യൂസ് ഔട്ട്സൈഡ്. ഹൗ ഡു പീപ്പിൾ ഫൈൻഡ് ദ ടൂൾസ് ആൻഡ് ദെൻ ഗെറ്റ് മോണിറ്റൈസ് ആൻഡ് റവന്യൂ. ഓക്കെ. അപ്പോൾ ഐ വാണ്ട് ടു ടച്ച് എ പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ ബ്രോഡ്ലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ടേം ചെയ്യുകയാണെങ്കിൽ നമ്മളായാലും ഇപ്പോൾ ഫൗണ്ടർ ബ്രാൻഡിങ്, ലിങ്ക്ഡിൻ ത്രൂ, വീഡിയോ ത്രൂ പലതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് സീംസ് ടു ബി വേർ ദ ഫ്യൂച്ചർ ഇസ് ഹെഡഡ് ടു. സോ ഐ വാണ്ട് ടു ടച്ച് പോയിന്റ് ദ സ്റ്റാർട്ടിങ് വിത്ത് ഇന്റേണൽ ടൂൾസ്. When you made a tool, how do you ensure it gets used? ആ ടൂളിൻ്റെ what you call ഔട്ട്കം ആയിട്ടുള്ള ഇറ്റ്സ് മോസ്റ്റ്ലി ഒന്നെങ്കിൽ ടൈം കുറയ്ക്കലായിരിക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കലോ, അല്ലെങ്കിൽ റവന്യൂ കൂട്ടലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ആ അട്രിബ്യൂട്ട്സിൽ ഹൗ ഡു യു എൻഷുർ people are using in the organization? I'm talking about maybe 10 people, 50 people, maybe 100 people, 1000 people. ആ സ്കില്ലിലേക്ക് എത്തുമ്പോൾ how do you ensure tools are being used? So tools ബിൽഡ് ചെയ്യുന്നതിൽ ഇത് ആക്ച്വലി പേഴ്സണൽ ഫിലോസഫിയാണ്. സോ എന്ത് സാധനം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ്സ് വളരെ ലെയിം വേർഷൻ ഓഫ് ഇറ്റ്, ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഔട്ട് ടു ഫ്യൂ പീപ്പിൾ. ഒരു ആദ്യം വൈബ് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം വൈബ് ചെക്ക്. സോ ഇപ്പോൾ ഐ സ്റ്റാർട്ട് വിത്ത് ഇൻറ്റേർണൽ ടൂൾസ്. ഇപ്പോൾ ഇൻറ്റേർണൽ ടൂൾസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് യൂഷ്വലി എപ്പോഴും കമ്പനിയിൽ കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോബ്ലം ആയിരിക്കും. യൂഷ്വലി അത് ആൾക്കാരുടെ സമയം സേവ് ചെയ്യാനുള്ളതായിരിക്കും. കോസ്റ്റ് കട്ടിങ് ആക്ച്വലി കൂടുതലും കമ്പനിക്ക് കൂടുതലും കോസ്റ്റ് വരുന്നത് ഹയറിങ്, എഞ്ചിനീയറിംഗ് ഇതൊക്കെയാണ്. ഓപ്പറേഷണൽ കോസ്റ്റ് ലൈക്ക് അത് ടൈമാണ് അവിടെ കൂടുതൽ. അപ്പോൾ ടൈം സേവിങ് ആണ് യൂഷ്വലി. ലൈക്ക് ഹൗ ക്യാൻ അഗൈൻ കംസ് ബാക്ക് ഹൗ ക്യാൻ 1 person do X number of things in 5 minutes. അപ്പം അത് ബിക്കോസ് ഇറ്റ്സ് എൻ ഇൻറ്റേർണൽ പ്രോബ്ലം. അത് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി കൈൻഡ് ഓഫ് ലൈക്ക് ഇങ്ങനെ പറയാം, ഓക്കെ ഇതാണ് ഞാൻ ആലോചിക്കുന്ന ഒരു ഫസ്റ്റ് വേർഷൻ ഓഫ് ദ ടൂൾ അല്ലെങ്കിൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ദ പ്രോഡക്റ്റ്. എന്നിട്ട് ഞാൻ ബിൽഡ് ചെയ്യുന്ന ഒരു ഹാഫ് സ്റ്റേജ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഡിസൈനൊന്നും പ്രോബ്ലി വളരെ അലമ്പായിരിക്കും. പക്ഷേ വൈപ്പ് കോഡ് ചെയ്യുന്ന കാരണം ഒരു ഓക്കേഷ് ഡിസൈനോട്ട് ഞാൻ അത്രയും യൂസർ എക്സ്പീരിയൻസ് ഒന്നും അന്നേരം ഫോക്കസ് ചെയ്യാറില്ല. ഇറ്റ് സെർവ്സ് ദ പർപ്പസ്. അത് ഞാൻ ജസ്റ്റ് ടീമിലെ ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്യും. ദേ യൂസ് ഇറ്റ്, കുറച്ച് ഫീഡ്ബാക്ക് കിട്ടും. അപ്പം അന്നേരം പറയും ഓക്കെ ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു ഡാറ്റ കണ്ടാൽ കൊള്ളാമായിരുന്നു, കുറച്ച് ഫീഡ്ബാക്ക് കിട്ടും. എന്നിട്ട് ഓക്കെ ഐ അഗെയിൻ ഗ്രാനോളയുള്ള കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മീറ്റിംഗ് എല്ലാം നോട്ട്സ് എഴുതിയെടുക്കും. അപ്പോൾ ദെൻ ഐ കൈൻഡ് ഓഫ് ലൈക്ക് മേക്ക് എ സെക്കൻഡ് ഇറ്ററേഷൻ. എന്നിട്ട് ഞാനത് ഇൻറ്റേർണലി കൈൻഡ് ഓഫ് ലൈക്ക് ഡിപ്ലോയ് ചെയ്യും. ദ പ്രോബ്ലം ഈസ് ദെൻ ലൈക്ക് ഇൻറ്റേർണലി പ്രശ്നം എന്ന് വെച്ചാൽ പീപ്പിൾ ആർ യൂസ്ഡ് ടു വർക്കിംഗ് ഇൻ വൺ മാനർ. യു ഹാവ് ടു ചേഞ്ച് ദെയർ വർക്കിംഗ് കൈൻഡ് ഓഫ് ലൈക്ക് വർക്ക് ഫ്ലോസ് ഏറെക്കുറെ. അത് ഏറെക്കുറെ അവർ ലൈക്ക് അത് ഏറെക്കുറെ ബോട്ടംസ് അപ്പ് ആണ്. ടോപ്പ് ഡൗൺ നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ശരിയാവില്ല. ലൈക്ക് അടുത്ത പ്രാവശ്യം ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദ കൺവെൻഷണൽ അപ്രോച്ച്, ഡു ദിസ് അപ്രോച്ച് നമ്മൾ പറയുകയും ദെൽ ട്രൈ ഇറ്റ് ഔട്ട്. വർക്ക് ആവുകയാണെങ്കിൽ ദെൽ കം ബാക്ക് ടു ഇത്രയും സമയം സേവ് ചെയ്തെന്ന് പറയും. സോ അവിടെ അഡോപ്ഷൻ ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് കുറച്ച് ഈസി. അവിടെ പിന്നെ നമുക്ക് അധികം മെട്രിക്സ് നോക്കണം. അവിടുത്തെ മെട്രിക് ആകെ നോക്കേണ്ടത് ഡിഡ് ഇറ്റ് സെർവ് ദ പർപ്പസ് ഇറ്റ് വാസ് സപ്പോസ് ടു ഡു, ലൈക്ക് ഡിഡ് ഇറ്റ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് യുവർ ടൈം ഫ്രം ഗെറ്റിംഗ് ദാറ്റ് ടാസ്ക്. അതാണ് അവിടെ സക്സസ് മെട്രിക്. അപ്പം ദാറ്റ് ഈസ് യൂഷ്വലി ദ കേസ് വിത്ത് ഇന്റേണൽ. ബോട്ടം ഡൗൺ അപ്രോച്ച് ആണ്. അത് ആൾക്കാർ നമ്മളിപ്പോൾ പുഷ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്ന എൻഫോഴ്സ് ചെയ്യുവാണെങ്കിൽ ചില പാടായിരിക്കും. ബിക്കോസ് അത് കൺവെൻഷനലി ചെയ്ത് വന്ന ഒരു ഇപ്പം ദീസ് പീപ്പിൾ ആർ മേ ബി ലൈക്ക് ട്രെയിൻ ടു ഡു
പർട്ടിക്കുലർ ടാസ്കിനെ വേ അത് മേ ബി ഒരു 6 months ആയിട്ട് ഓൺ ബോർഡ് ചെയ്യുന്ന സമയം പോലെ ആളിങ്ങനെയായിരിക്കും ചെയ്തു വന്നേക്കുന്നത്. ആ ഒരു ഹാബിറ്റിൽ നിന്ന് മാറണമെങ്കിൽ ലൈക്ക് ആൾ തന്നെ കൈൻഡ് ഓഫ് ലൈക്ക് ഓരോ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുന്നത്. ചില റോൾസ് തന്നെ ഇല്ലാണ്ടാവാൻ ചാൻസസ് ഉണ്ടല്ലോ വെൻ ദാറ്റ് ടൂൾ പ്ലഗ്സ് ഇൻ ടു ദ എക്കോസിസ്റ്റം ഉണ്ടാവാം. വുഡ് ദാറ്റ് ബി എ റിസ്ക്? ദേ ഓക്കെ, I'm suspecting, okay, imagine if this is like some government body and vicharikkam, it's not a private company, it's a government body, but their roles might be ഈ സെയിം റിപ്പീറ്റഡ് സാധനമാണ്. If some tool comes into the system, ആ ഒരു റോള് തന്നെ ഉണ്ടാവില്ല. ഐ മീൻ അങ്ങനൊരു ഫിയർ ഫാക്ടറിൽ പീപ്പിൾ ആർ നോട്ട് അഡാപ്റ്റിംഗ് ഒരു ആംഗിൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു ലാർജർ കേസാണ് ആക്ച്വലി. ഇത് ആക്ച്വലി കുറച്ചുകൂടെ ഒരു ദിസ് ഇസ് ആക്ച്വലി കോൺവെർസേഷൻ ഓഫ് ഇറ്റ്സ് ഓൺ. ഈ പോളിസി മേക്കിംഗ് ഉണ്ട് യൂഷ്വലി. ഇപ്പം ഐ തിങ്ക് യൂറോപ്യൻ യൂണിയൻ മാത്രമേ ലീഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കൺട്രീസ് എല്ലാം ലൈക്ക് ഇപ്പം AI കേസസിൽ ടൂൾസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം AI അഡോപ്ഷൻ ഭയങ്കര ഹൈ ആയ കാരണം ലൈക്ക് ദർ കുഡ് ബി എംപ്ലോയ്മെൻറ്റ്സ് അറ്റ് റിസ്ക്, ഇതൊരു പ്രശ്നമായേക്കാം. പക്ഷേ ഇതിനനുസരിച്ച് ഗവൺമെൻറ് ആക്ച്വലി പോളിസീസ് ഉണ്ടാക്കിയിട്ടില്ല. അത് ലൈക്ക് ഇതൊരു ഒറ്റയടിക്ക് ഡ്രോപ്പ് ഇൻ റീപ്ലേസ്മെൻ്റ് ആക്കി കൊണ്ടുവരുമെന്നാണ് ഞാൻ പറയുന്നത്. ലൈക്ക് AI ക്യാൻ ക്രിയേറ്റ് ന്യൂ ജോബ്സ്, AI ക്യാൻ ടേക്ക് അവേ ഓൾഡ് ജോബ്സ്. ഇതെല്ലാം മനുഷ്യൻ ഓരോ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു. അഗെയിൻ ലൈക്ക് തിങ്ക് അബൌട്ട് ഇറ്റ്, വി ആർ ബിൽഡിങ് സോഫ്റ്റ്വെയർ. ഇറ്റ്സ് സംതിങ് ലൈക്ക് സോ ആബ്സ്ട്രാക്റ്റഡ്. ലൈക്ക് റിയൽ ലൈഫിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബട്ട് നമ്മൾ സോഫ്റ്റ്വെയർ വിറ്റ് കാശുണ്ടാക്കുന്നു. ഈ പ്രോബ്ലം ഉണ്ടായത് കമ്പ്യൂട്ടേഴ്സ് വന്ന കാരണമാണ്. കമ്പ്യൂട്ടേഴ്സ് ടുക്ക് അവേ സം ജോബ്സ്, ബട്ട് ഇറ്റ് ക്രിയേറ്റഡ് മോർ ജോബ്സ്. More jobs are there because of computers. AI would probably do that. അതെങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ വേറെ a bit too early. ആ ഫോം ഫാക്ടർ എന്താണെന്നുള്ളത് നമുക്കും ഫിഗർ ഔട്ട് പറയാൻ പറ്റില്ല. മേ ബി ഇറ്റ് കുഡ് ബി സംതിങ് ലൈക്ക് ഐ ഡോണ്ട് നോ, മേ ബി ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ആയിരിക്കാൻ ചിലപ്പോൾ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ആയിരിക്കാൻ ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു വാല്യൂ ആഡഡ് ഒരു സംഭവം പറയാൻ പറ്റുന്ന സം പോയിന്റ്. വി ഡോണ്ട് നോ. സോ ഐ തിങ്ക് അനദർ റിയാലിറ്റി, ഓക്കെ, ഐ മീൻ ഇറ്റ് മൈറ്റ് ബി ഓൺലൈൻ ഡിജിറ്റൽ സാധനങ്ങളിൽ ഫുള്ള് AI വരും. ഓഫ്ലൈൻ ഫിസിക്കൽ സാധനങ്ങളിൽ പ്രോബബ്ലി എന്താ പറയുക വാട്ട് യു കോൾ റെലവൻസ് കൂടും. ഐ തിങ്ക് ഇപ്പം നമ്മുടെ മീറ്റപ്സ്, ഐ തിങ്ക് കമ്മ്യൂണിറ്റി അത് ലൈക്ക് ബിക്കോസ് യു ടേക്ക് ദ എഫേർട്ട് ഇൻ ക്യൂറേറ്റിംഗ് ദാറ്റ്, അതിന് നല്ല വാല്യൂ ഉണ്ട്. ബട്ട് ഇഫ് ഐ ഡോണ്ട് നോ, അതൊരു AI ക്യൂറേറ്റ് ചെയ്തെന്ന് പറയുവാണെങ്കിൽ അത്ര ഇതുണ്ടായിരിക്കില്ല. കാരണം AI could not bullshit radar. Like I mean maybe we are still using AI nas.ai ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഐ സി എ നോട്ട് ദ ഫിസിക്കൽ ഫേസിൽ പീപ്പിളിനെ ബ്രിങ് ചെയ്യണ എലമെന്റ് ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റി എന്നുള്ളത്. ആ ആംഗിൾ ഈസ് വൺ ഐ വുഡ് സേ ഓക്കെ വൺ ഓഫ് മൈ when the AI conquers the world, which is my background. ലൈക്ക് ഫെലിക്സിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്, AIക്ക് അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ലിറ്ററലി LLMs പ്രഡിക്ഷൻ എൻജിൻസ് ആണ്. ഇറ്റ് പ്രഡിക്ട്സ്, അതിനൊരു എന്താ പറയുന്ന ഒരു സിമിലാരിറ്റി വെച്ചിട്ട് നെക്സ്റ്റ് തിങ് പ്രഡിക്റ്റ് ചെയ്യുവാണ്. ഇറ്റ് കാൺട്ട് മേക്ക് ഡെസിഷൻസ് ഓർ തിങ്സ്. അപ്പം ആ ഒരു ഫാക്ടർ അവിടെ ഉണ്ട് റൈറ്റ് നൗ. മേ ബി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ മാറിയേക്കാം. ബട്ട് അഗെയിൻ ആസ് തിങ്സ് ഗെറ്റ് മോർ അബ്സ്ട്രാക്റ്റഡ്, മോർ ജോബ്സ് ഉണ്ടായേക്കാം. ലൈക്ക് മേ ബി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് പോലെ മേ ബി ഒരു ജനറലിസ്റ്റ് പ്രൊഡക്റ്റ് ഡെവലപ്പറായി. ഇപ്പം ലിങ്ക്ഡിൻ ഇപ്പോൾ ഈയിടെ ആക്ച്വലി അസോസിയേറ്റ് പ്രൊഡക്റ്റ് മാനേജർ എന്നുള്ള റോൾ മാറ്റിയിട്ട് ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഡക്റ്റ് ബിൽഡർ ഇറക്കിയിട്ടുണ്ട്. APM. അതിൽ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് UX ഇത് ക്ലബ് ചെയ്തേക്കുവാണ്. 3 റോൾ അവിടെ പോയി. There's like 1% doing that. It makes sense. പക്ഷേ ദാറ്റ് പ്രോബബ്ലി എന്താ പറയുന്നത്, ഇപ്പോൾ UX ഉണ്ടാകുന്ന ആൾക്കാർ സംതിങ് അവരുടെ റോൾസ് ഉണ്ടായേക്കാം. ബട്ട് ഇറ്റ് കുഡ് ഇവോൾവ് ഇൻ സംതിങ് ലൈക്ക് ഇപ്പം ആസ് AI ഇൻ്റർഫേസസ് ചേഞ്ച്, ഇപ്പം ആൾക്കാർ ഇപ്പം ഇൻട്രാക്ട് ചെയ്യുന്നത് ഇപ്പം ഐ ഡോണ്ട് നോ, ഇപ്പം ഡയറക്ട്ലി ഇപ്പം സ്ക്രീൻസ് വഴിയാണ്. മേ ബി ഇൻ്റർഫേസസ് മാറിയേക്കാം, വോയിസോ ഹോളോഗ്രാംസോ സംതിങ് ആയേക്കാം. ഹൗ ഡു ഹ്യൂമൻസ് ഇൻട്രാക്ട് വിത്ത് ദാറ്റ്? UX ഈസ് ഏറെക്കുറെ കൈൻഡ് ഓഫ് ലൈക്ക് ദിസ് തിങ്. അപ്പം as technology evolves, more jobs could get created. That's one thing. I think everyone will maybe start working for themselves in a reality indallo, oru utopia moment where I think people become more creators. There will be more creators in the world. Probably. I think a lot of founders are actually becoming creators. But one more thing, I think we കുറച്ച് ഡിബേറ്റ് ചെയ്തു. I think external tools in the case അതിങ്ങനെ പറഞ്ഞു. നമ്മൾ ഇത്ര internal tools നെ പറ്റിയാണ്. We build a tool, use it internally to save the time. What about external tools, which is like a tool that is ചുമ്മാ വൈപ്പ് കോഡ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കില്ല, but it can be used scaled കുറേ ഇതിലുണ്ട്. അപ്പോൾ how do you go about ensuring that tools get എന്താ പറയുക identified and be used? So I think you are the better person to answer this, but I'll just എൻ്റെ ഒരു അപ്രോച്ച് പറയാം. അഗെയിൻ ഞാൻ കൈൻഡ് ഓഫ് ലൈക്ക് കുഞ്ഞു മൈക്രോസോഫ്റ്റ് പ്രോഡക്ട്സ് കുറേയൊക്കെ ഞാൻ ലൈക്ക് ബിൽഡ് ചെയ്യും. പിന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കും. ആൾക്കാരെ എനിക്ക് എത്ര കൺവെൻഷനിലേക്ക് ഞാൻ പിന്നെ ഡ്രോപ്പ് ചെയ്യും. എൻ്റെ കുറേ ടൂൾസ് ഞാൻ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ബിൽഡ് ഇപ്പം
അവസാനം ഇപ്പോൾ ഡെയ്സി അല്ലെങ്കിൽ ചിബി ബിൽഡ് ചെയ്ത സമയത്തൊക്കെ ഓക്കെ അഗെയിൻ chibi.sh ഐ തിങ്ക് അതിന് അഗെയിൻ കോണ്ടെക്സ്റ്റ് അതൊരു ലൈക്ക് ടൂളാണ് വേർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് കാര്യം നാച്ചുറൽ ലാംഗ്വേജിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടൂളാണ്. ഇതൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർക്കിളിൽ കുറേ ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇവർ നമുക്ക് വളരെ സ്ക്രേപ്പി വെർഷൻ ബിൽഡ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കും. ഇപ്പം ആൻഡ്രൂ മുഫീദ് ഇവർക്കൊക്കെ ഞാൻ ചുമ്മാ കൈൻഡോഫിലേക്ക് സംഭവം യൂസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പം ഡെയ്സി ബിൽഡ് ചെയ്ത സമയത്ത് അത് കുറേ ടെസ്റ്റ് ചെയ്ത് ഗോവിന്ദാണ്. ഗോവിന്ദ് കൈൻഡോഫിലേക്ക് അത് പ്രോംപ്റ്റ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് പൊളിച്ച് തന്നിട്ടെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇനീഷ്യലി ഇവരാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവരതിൻ്റെ ഐഡിയൽ കസ്റ്റമേഴ്സ് ആയിരിക്കില്ല, പക്ഷേ ഒരു ഇനീഷ്യൽ ഫീഡ്ബാക്ക് കിട്ടും. ലൈക്ക് ഓക്കെ എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളെ അറിയാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന കാര്യം കുറച്ച് നല്ല ആക്ഷൻ ഫീഡ്ബാക്ക് കിട്ടും. അപ്പം എൻ്റെ അപ്രോച്ച് ഞാൻ ഇവർക്ക് ആക്ച്വലി ആദ്യം ഇട്ട് കൊടുക്കും. എന്നിട്ട് യൂഷ്വലി ഒന്നെങ്കിൽ ട്വിറ്ററോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഹണ്ട് ലോഞ്ചസോ അല്ലെങ്കിൽ ഡിസ്കോഡ് കമ്മ്യൂണിറ്റീസ് എല്ലാം ഫസ്റ്റ് ലെവൽ ആക്ച്വലി ഞാൻ മാനുവലി ഡയറക്റ്റ് ഔട്ട് റീച്ച് ആണ്. ലൈക്ക് ഇങ്ങനെ അവിടെ എവിടെയും പ്ലഗിങ് ഇൻ റെഡിറ്റ് ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ചെക്ക് ലിസ്റ്റ് പോലെ ഷെയർ ചെയ്യാറുണ്ട്. റെഡിറ്റ് അല്ലെങ്കിൽ കുറേ ഡയറക്ടറീസ് ഉണ്ട്, അവിടെ ഇൻഡെക്സ് ചെയ്യുക, ക്ലാസിക്കൽ SEO കൈൻഡ് ഓഫ് ലൈക്ക് ബിൽഡ് ചെയ്ത് നോക്കി. ഇതൊക്കെയാണ് കൈൻഡ് ഓഫ് കുറച്ച് അപ്രോച്ച്. ലൈക്ക് എന്നിട്ട് തന്നെ ഇറ്റ്സ് മോസ്റ്റ്ലി കൈൻഡ് ഓഫ് ലൈക്ക് ആൾക്കാർ കൺവേർട്ട് ചെയ്യേണ്ട കൺവേർഷൻ പ്രോബ്ലം അങ്ങനെ തിങ്സ് ലൈക്ക് ദാറ്റ്. ഇത് ഒരു സൈഡ്. ബട്ട് ഇപ്പം അഗെയിൻ ഡിഫറൻസ് B2Cയിലും B2Bയിലും കൈൻഡ് ഓഫ് ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡിഫറെൻറ്റ്. ഇവിടെ എനിക്ക് ഒരു കാര്യം ടച്ചപ്പ് ചെയ്യാനുണ്ട്. കാരണം ഐ മീൻ ഓവർ ദി ഇയേഴ്സ് ഐ ഹവ് സീൻ പീപ്പിൾ എന്താ പറയുക സ്പെൻഡിങ് ഇനോമസ് എമൗണ്ട് ഓഫ് ടൈം ബിൽഡിംഗ് പ്രൊഡക്റ്റ് ടു ലോഞ്ച് ഓൺ പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് ഹണ്ടിലായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ യൂസേഴ്സ് ഉണ്ടാവുക. എക്സാക്ട്ലി. അപ്പോൾ അതൊരു ലോഞ്ചിങ്, അതൊരു മാർക്കറ്റിംഗ് ചാനലായിട്ട് മാത്രം കാണാൻ പാടുള്ളൂ. ഇറ്റ് ഷുഡ് നോട്ട് ബി ഹോൾ എൻറ്റയർ തിങ്. Because I have seen people, getting demotivated after not getting a single dollar of revenue from the internet, then not even going this path. So I would say, എന്താ പറയുക, ഇതൊരു ലോഞ്ച് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, ഒരു മാർക്കറ്റിംഗ് എലമെൻ്റ് ആയിക്കൂടാ. വാട്ട് അതർ ചാനൽസ് കുഡ് ബി ബിൽഡ്, ഞാൻ അവിടേക്ക് എത്താം ബിഫോർ ഇത്. അപ്പോൾ ഐ തിങ്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ബിൽഡ് ചെയ്യണം. എന്നാലാണ് ബിഫോർ യു വൈൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ്, ബിഫോർ യു ഫെലിക്സ് ഫൈൻ ലാബ്സിൽ എങ്ങനെയാണ് ചെയ്യുക? ഐ തിങ്ക് ആ ഒരു എക്സാമ്പിൾ കൂട്ടിയാണ്. അപ്പോൾ ഞാൻ കോണ്ടെക്സ്റ്റ് അതിന് മുമ്പ് കിട്ടുന്നതോ പറഞ്ഞു. ഞാൻ ഐ തിങ്ക് B2Cയിലും B2Bയിലും കൈൻഡ് ഓഫ് ഡിഫറെൻ്റ് ആണ്. ലൈക്ക് ദ തിങ് ഇസ് ദാറ്റ് B2Bയിൽ ഐ തിങ്ക് കുറച്ചും കൂടെ തുടക്കത്തിൽ കോൾഡ് ഔട്ട് റീച്ച്, ഇപ്പോൾ ക്ലേ പോലത്തെ ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് GTM എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആക്ച്വലി ഇപ്പോൾ വന്നിട്ടുണ്ട്. വാട്ട് ഡസ് ദാറ്റ് മീൻ? GTM ആക്ച്വലി കുറച്ചാൾ സൈലോടായിരുന്നു. ഗോ ടു മാർക്കറ്റ് ഇത്, അതായത് എങ്ങനെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഇത് ഇത്രയും നാളും മാർക്കറ്റിംഗ് ടീംസും ഇതെല്ലാം അല്ലെങ്കിൽ സെയിൽസ് ടീംസ് എല്ലാം ഭയങ്കര സൈലോഡായിട്ട് കിടന്നത്. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് റെസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ്. അത് ബിൽഡ് ചെയ്യുന്നു, കുറച്ച് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരും സെല് ചെയ്യുന്ന ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ GTM എഞ്ചിനീയറിംഗ് വന്നതോടുകൂടി യു ക്യാൻ ബിൽഡ് വർക്ക് ഫ്ലോസ്. അതായത് ഓക്കെ യൂസർ ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ കൺവേർട്ട് ആയില്ല, യു ലെറ്റ് ദാറ്റ്, അത് ഓട്ടോമാറ്റിക്കലി PM എങ്ങനെ അറിയും, PM എങ്ങനെ കൈൻഡ് ഓഫ് ലൈക്ക് അത് എഞ്ചിനീയറിംഗ് ടീമിൻ്റെ എടുത്ത് ഇതൊക്കെ കൈൻഡ് ഓഫ് ലൈക്ക് വർക്ക് ഫ്ലോസ് വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. അതുപോലെ ഔട്ട് ബൗണ്ട് ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്റ്റ് ചെയ്യാനും, അതുപോലെ എൻ്റെ ഒരു വെബ്സൈറ്റിൽ ഒരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമർ ഏത് കമ്പനിയുടെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൈൻഡ് ഓഫ് ലൈക്ക് ടൂൾസ് ഉണ്ടായിരിക്കും. നമുക്ക് ഇൻ്റലിജൻസ് ടൂൾസ് ഉണ്ട്, നമുക്ക് അവിടെ ഇമെയിൽസ് ഒക്കെ കിട്ടും. മേ ബി ലൈക്ക് ഈ ഇമെയിൽ വെച്ചിട്ട് ആളെ ലിങ്ക്ഡിനിൽ പോയി പ്രോസ്പെക്ട് ചെയ്യുന്നത്, ഇഫ് ദിസ് പേഴ്സൺ വിസിറ്റഡ് മൈ കമ്പനി, ഐഡൻറ്റിഫൈ ദിസ് പേഴ്സൺസ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഗോ സെൻഡ് ഹിം എ മെസ്സേജ്. ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ ക്ലേ വെച്ചിട്ട് കുറേ പറ്റും, ക്ലേയും ബാക്കി ടൂൾസും വെച്ചിട്ട്. അപ്പോൾ ഐ തിങ്ക് ഇപ്പോഴത്തെ പോപ്പപ്പ് ചെയ്താണുണ്ടല്ലേ, ക്ലേ കുറച്ച് നാളായിട്ടുണ്ട്. ദേ ഐ തിങ്ക് റൈസ്ഡ് ഇപ്പോൾ ഐ തിങ്ക് 100 billion വാല്യൂഷൻ, ഐ തിങ്ക് ദേ റൈസ്ഡ് റൗണ്ട് റീസെൻ്റ്ലി. അപ്പോൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ലൈക്ക് GTM മോഷൻസ് ബിൽഡ് ചെയ്യാൻ ക്ലേ പോലത്തെ ടൂൾസ് വെച്ചിട്ട് പറ്റും. B2Bക്ക് ആക്ച്വലി ദിസ് ഇസ് ആക്ച്വലി റിയലി ഗുഡ്, ബിക്കോസ് ഹൈ ഇൻറ്റൻറ്റ് ആൾക്കാരാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ ലീഡ്സും ആക്ച്വലി നല്ല വാല്യൂബിൾ ആണ്. സോ യു ക്യാൻ ബിൽഡ് ഓട്ടോമേറ്റഡ് വർക്ക് ഫ്ലോസ് വിത്ത് ക്ലേ ആൻഡ് അതർ ഇൻ്റലിജൻസ് ടൂൾസ് ദാറ്റ് ഓക്കെ ആൾ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തു, ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഇമെയിലോ കൈൻഡ് ഓഫ് ലൈക്ക് ടച്ച് ഇവർ ക്യാമ്പയിൻസിലോട്ട് ആഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. ദിസ് വൺ തിങ്. ബട്ട് ഇതാണ് GTM എഞ്ചിനീയറിംഗ്. അപ്പം B2Bയിൽ ഐ തിങ്ക് GTM എഞ്ചിനീയറിംഗ് ആസ് എ സർവീസ് ആയിട്ട് കുറേ കമ്പനീസ് കൊടുക്കുന്നത്. ഐ തിങ്ക് ക്ലേ കൺസൾട്ടൻസീസ് ആക്ച്വലി തന്നെയുണ്ട്. US ആക്ച്വലി ക്ലേ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഐ ജസ്റ്റ് വാണ്ട് ടു ടച്ച് അപ്പോൺ ദിസ് തിങ് നൗ. പക്ഷേ ഐ തിങ്ക് തുടങ്ങുന്ന സമയത്ത് ഇത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തുടങ്ങുന്ന സമയത്ത് ഹൗ ഡു യു ഗെറ്റ് യുവർ ഫസ്റ്റ് ഹാൻഡ് കസ്റ്റമേഴ്സ്? ഐ തിങ്ക് യു ആർ എൻ എക്സ്പെർട്ട് അറ്റ് ദാറ്റ്. അപ്പം ഫൈൻ ലാബ്സിൽ ഐ തിങ്ക് എങ്ങനെ ഫെലിക്സ് ആക്ച്വലി കുറേ കാര്യം. അപ്പം ഫൈൻ ലാബ്സ് ഫോർ ദ കോൺടാക്ട്സ് ഷോപ്പിഫൈ മാർക്കറ്റ് പ്ലേസിലുള്ള ഷോപ്പിഫൈ ആപ്പാണ്. അപ്പോൾ മാർക്കറ്റ് പ്ലേസ് ഇൻ കമ്പയർ ടു നോൺ മാർക്കറ്റ് പ്ലേസ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് പീപ്പിൾ ഔട്ട് സൈഡ് ദ ഇത്. സോ വി ഹാവ് ടു മേ ബി റൺ ആഡ്സ്, വി ഹാവ് ടു ബി ഗുഡ് അറ്റ് SEO, വി ഹാവ് ടു മേക്ക് വീഡിയോസ് ഓർ സം അതർ ചാനൽസ് വിച്ച് വിൽ പീപ്പിൾ ഗെറ്റ് ഡിസ്കവേർഡ്. അപ്പോൾ അതൊരു വാട്ട് യു കോൾ എന്താ പറയുക
അത് ഇത്തിരി എഫേർട്ടുള്ള പണിയാണ്, മെനക്കെടുള്ള പണിയാണ്. അപ്പോൾ മെനക്കെട് പണിയുള്ള കാരണം കൊണ്ട് ഫ്രം ആ കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഷൈജലോ അല്ലെങ്കിൽ പല ഫൗണ്ടേഴ്സ് ആണെങ്കിലും ഓരോ മാർക്കറ്റ് പ്ലേസ് ഫിഗർ ഔട്ട് ചെയ്തു. ഗൂഗിൾ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ, സെയിൽസ് ഫോഴ്സ് അല്ലെങ്കിൽ ഓരോ ഇതിൻ്റെ മാർക്കറ്റ് പ്ലേസ് ഉണ്ടാവും. ആസ് ദ പ്രോഡക്റ്റ് ബിക്കംസ് ഇത് എ പ്ലാറ്റ്ഫോം, ദർ വിൽ ബി എ മാർക്കറ്റ് പ്ലേസ് സ്റ്റേജിലേക്ക് എത്തും ഏതൊരു സംഭവമാണെങ്കിലും. ദർ മൈറ്റ് ബി, കാരണം ഇ കനോട്ട് ദേ ദംസെൽഫ് കനോട്ട്, ഷോപ്പിഫൈ കനോട്ട് ബിൽഡ് XYZ തിങ്സ്. 80% ഓഫ് സാധനം they have done it. Rest 20% they cannot have the team bandwidth to do execute. So they open up the marketplace for that other app developers, third party app developers like us could comes in and make our product get discovered. We can have our own payment plans and everything, then they can get the thing. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസ് കൊണ്ട് സംഭവം ഞാൻ ഡിസ്കവർ ചെയ്തത്. ആൻഡ് ദാറ്റ് ടു മൈ എന്താ പറയുക, ഈസ് ദ ബെസ്റ്റ് ചാനൽ. കുറച്ച് തലവേദന കുറയും, എഫേർട്സ് കുറയും. സോ ദാറ്റ് വൺസ് യു ലിസ്റ്റ് ഇറ്റ് ഓവർ ദ പ്രോപ്പർ AS പറയും, ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ. സോ ദാറ്റ് യുവർ ദ കീവേഡ് ദാറ്റ് പീപ്പിൾ ആർ സെർച്ചിങ് ഫോർ, അതനുസരിച്ച് നിങ്ങളുടെ ആപ്പ് റാങ്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈക്ക് ഹൗ ഈ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ നമ്മൾ ആപ്പ് ഇടുന്ന പോലെ തന്നെ ഒരു B2B കോണ്ടെക്സ്റ്റ് ആണ് ഈ പറഞ്ഞത്, ഷോപ്പിഫൈ പ്ലഗിൻസ് പറയുമ്പോൾ. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താ പറയുക, there will be always people coming in searching for some solution, they will be installing our app, then installation to conversion മാത്രം നോക്കിയാൽ മതി. We don't have to worry about how അക്വിസിഷനെ പറ്റി അധികം വെറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് വൺ ഓഫ് ദ പെർക്സ് ദാറ്റ് ഈ മാർക്കറ്റ് പ്ലേസ് ഉപയോഗിച്ചിട്ട്, മാർക്കറ്റ് പ്ലേസിൽ ഇല്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്പെസിഫിക് ക്വസ്റ്റൻ ഉണ്ട്. സോ ഐ തിങ്ക് പണ്ട് ഫെലിക്സിന്റെ ബയോയിൽ ഞാൻ കണ്ടിട്ട് ഐ ക്യാൻ റാങ്ക് എനിത്തിങ് ഫസ്റ്റ് ഓൺ ഗൂഗിൾസ് ഫസ്റ്റ് പേജ് എന്നൊക്കെ പണ്ട് എപ്പോഴും. അപ്പോൾ സോ എനിക്കൊരു ക്വസ്റ്റൻ ആക്ച്വലി ഉള്ളത്, ഇപ്പം AI വന്ന കാരണം ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം ലൈക്ക് ഇപ്പോൾ ജെമിനി ഓവർവ്യൂസ് വരുന്നുണ്ട്. I've seen a lot of companies say that അവരുടെ CTR ആക്ച്വലി ഭയങ്കര ഡ്രോപ്പ് ആയിട്ടുണ്ട്, എക്സ്പ്ലോറേറ്റ്സ് ഭയങ്കര ഡ്രോപ്പ് ആയിട്ടുണ്ട്. ബിക്കോസ് പഴയ അത്ര സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. LLMs ക്യാൻ ഇപ്പം ഭയങ്കര ഫിഗർ ഔട്ട് ദർ റിയലി ഗുഡ് പ്രോഡക്ട്സ് ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം വാട്ട് സ്ട്രാറ്റജി, ഇപ്പം കൺവെൻഷണൽ SEO വേഴ്സസ് ലൈക്ക് ഇപ്പം വാട്ട് സ്ട്രാറ്റജീസ് ഹാവ് യു സീൻ ലൈക്ക് people working in SEO move to so that they can get indexed on like LLMs, like I don't know, generative engine optimization like. Actually നമ്മൾ ടൂൾ ഇന്റർണൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. കോൾഡ് LLM ടെക്സ്റ്റ് ജനറേറ്റർ എന്ന സംഭവമാണ്. അപ്പോൾ അത് കോണ്ടെക്സ്റ്റ് ടു ഷോപ്പിഫൈ സ്റ്റോർസ്, ഹൗ ഡു ഷോപ്പിഫൈ സ്റ്റോർസ് ക്യാൻ ബി ഡിസ്കവേർഡ് ത്രൂ ദ LLM എന്നുള്ള ആംഗിളിൽ. സോ എഫക്റ്റീവ്ലി ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ ലൈക്ക് ഹൗ ദ SEO വേൾഡ് ഈസ് ഡൊമൈൻ റേറ്റിംഗും ഇതൊക്കെ വെച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ അതോറിറ്റി ബാക്ക് ലിങ്ക് എന്നുള്ള സംഭവം അത് സ്റ്റിൽ റെലവൻ്റ് ആണ്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ദ വീഡിയോ content is one. Can we make content around it? Can we show the authority on content? I think more people should be entering to video content, podcast creations, even for that matter. ഇപ്പോൾ ലിങ്ക്ഡിനിൽ പറഞ്ഞ AI വെച്ചിട്ട് ഉണ്ടാക്കിയിടാണെങ്കിൽ കൂടി it gets picked up by the AI thing. So I would say this is a part in the what you call timeline where content can be chunk of make ചെയ്യാം. It gets discovered by these things which will be discovered by the LLM, which might stay there for some time. പെട്ടെന്ന് അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് റാങ്ക് വരില്ല. ഇറ്റ് മൈറ്റ് ബി ദർ. സോ ഐ മീൻ അതിനെ ഫ്യൂൽ ചെയ്യണ സിഗ്നൽസും ഇത് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. ഇറ്റ് വിൽ ബി ദർ. ഇപ്പോൾ ലെറ്റ്സ് സേ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഷോപ്പിഫൈ ആപ്പ്, എന്താ പറയുക, ChatGPT will give it. ചിലപ്പോൾ ആ പൊസിഷൻ ചിലപ്പോൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും ഇഫ് യു പ്ലേ ഇറ്റ് റൈറ്റ്. ഓക്കെ, ഐ തിങ്ക് ഓൾസോ യൂസർ ജനറേറ്റഡ് കണ്ടന്റും ആക്ച്വലി ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഐ തിങ്ക് ഇപ്പോൾ B2Cയിലാണെങ്കിൽ ഐ തിങ്ക് how can you get your customers to talk about your product on different platforms? Again, one way to, I mean, നമ്മൾ ഫണ്ടമെൻ്റലി ആയാലും ഇപ്പോൾ സിൻസ് വി ആർ ഡൂയിങ് ദ KPH പോഡ്കാസ്റ്റ്, നമ്മൾ എന്താ പറയുക ഇന്റേണലി നമ്മൾ എന്താ പറയുക ഒരു മീഡിയ കമ്പനി ആയിട്ട് ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ടു ഗിവ് എ കോണ്ടെക്സ്റ്റ്, ലൈക്ക് വി ആർ ഓൺ ബോർഡിങ് ക്രിയേറ്റേഴ്സ് ഇൻ ദ കമ്പനി ആൻഡ് the whole job of them is to regularly, how KPH has like every Friday 5 PM episodes പറഞ്ഞ പോലെ തന്നെ how do we generate content in XYZ things. So അത് ലോങ് ടേമിൽ അത് വർക്ക് ചെയ്യും. It gets picked up by the LLMs and it gets discovered. Compounding effect ആണ്. So I would say one way to do is like whatever, build a media department in the company and let them churn out content regularly. Like അതും മാസീവ് സ്കെയിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ then it becomes a thing. അതാണ് എൻ്റെ ഒരു വേ ഓഫ് ഫണ്ടമെൻ്റൽ തിങ്കിങ് ഇറ്റ്. കമ്മിങ് ബാക്ക് ടു ദ SEO ഗെയിം ആണെങ്കിൽ ഐ യൂസ് ടു ക്ലബ് ഹൗസ് സമയത്ത് വെൻ പീപ്പിൾ സെർച്ച് ഫോർ ക്ലബ് ഹൗസ് ഇൻവൈറ്റ് ഐ യൂസ് ടു ബി റാങ്കിങ് എവരിവെയർ, ദെൻ ഐ യൂസ് ടു മേക്ക് മണി ആസ് വെൽ. ഞാൻ നമ്മുടെ മീറ്റപ്പിലും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് അന്ന് ചെയ്യായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഐ മീൻ ഇറ്റ്സ് നോട്ട് മാർക്കറ്റ് പ്ലേസ് ഡിപ്പെൻഡൻറ്റ്. ഇറ്റ്സ് മോസ്റ്റ്ലി SEO, റെഡിറ്റ്, കമ്മ്യൂണിറ്റി, എക്സ്, മീഡിയം, യൂട്യൂബ്, പല പല ചാനൽസും. സോ ഫണ്ടമെൻ്റലി ഞാൻ പറഞ്ഞുതരാം ഹൗ ഐ തിങ്ക് ആസ് എ ഗ്രോത്ത് മാർക്കറ്റർ. ഞാൻ ഗ്രോത്ത് മാർക്കറ്റർ ടൈറ്റിലായിട്ട് ഞാൻ ബൈ മീ കോഫി, ആപ്പ് മേക്കർ, പല കമ്പനികളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. സോ യു ഹാവ് ടു think in where your users are hanging out, potential users are hanging out.
ആൻഡ് ഐ വുഡ് സേ ഐ മീൻ അവിടേക്കുള്ള ഒരു ചാനൽ ബിൽഡ് ചെയ്യാം. ആൻഡ് ദർ മൈറ്റ് ബി സം ചാനൽസ് വിച്ച് റിയലി വർക്ക്സ് മോർ ദാൻ ദ അതർ ചാനൽസ്. അവിടെ കൂടുതൽ എഫേർട്ട് ബിൽഡും ചെയ്യാം. അപ്പോൾ റാൻഡംലി എല്ലാവിടേക്കും സ്കാറ്റേഡ് ആകാൻ പകരമായിട്ട് ഫിഗർ ഔട്ട് വാട്ട് ദ പൊട്ടൻഷ്യൽ ചാനൽസ്. ഇപ്പോൾ ലിങ്ക്ഡിൻ ആണെങ്കിൽ ലിങ്ക്ഡിനിൽ ഡബിൾ ഡൗൺ ചെയ്യാം. ഐ മീൻ ഡോണ്ട് ലുക്ക് അറ്റ് അതർ ചാനൽസ്. ചുമ്മാ ഒരു ടൈം വേസ്റ്റ് ചെയ്യാനെന്ന് ഞാൻ പറയുള്ളൂ. ബട്ട് ഐ വുഡ് സേ അതിൽ ഡബിൾ ഡൗൺ ചെയ്ത് വാട്ട് വർക്ക്സ്. നമുക്ക് മനസ്സിലായ സംഭവം വീഡിയോ, ഐ മീൻ പീപ്പിൾ സീ മൈ ഫേസ് ഓൺ യൂട്യൂബ് ആൻഡ് റീൽ. സോ ട്രസ്റ്റബിൾ എലമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് സീൻ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് വീഡിയോ വർക്കിംഗ് ഔട്ട് ഫോർ അസ്. സോ ദാറ്റ്സ് വൈ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഫിഗർ ഔട്ട് ചെയ്ത് കുറച്ച് ചാനൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ ഡബിൾ ഡൗൺ ചെയ്യുമ്പോഴാണ് കാര്യമുള്ളൂ. സോ ഇറ്റ് മൈറ്റ് ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കമ്പനീസ് ഓർ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി, ബട്ട് ഫിഗർ ഔട്ട് വാട്ട് വർക്ക്സ് എന്നുള്ളത് അതനുസരിച്ച് ഡബിൾ ഡൗൺ ചെയ്യാം. ഇതിനെന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ? സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്കറ്റ് പ്ലേസസ് ആണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഡിഫൈൻഡ്. ബട്ട് സേ ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ഒരു വെബ് ആപ്പ്, നമ്മളെ ഫിക്സ് മൈ സ്റ്റോർ വെബ് ആപ്പാണ്. ഫിക്സ് മൈ സ്റ്റോർ എടുക്കാം. ഇപ്പം അതിന് ലൈക്ക് ഹൗ ഡു യു കൈൻഡ് ഓഫ് ലൈക്ക് ഡു ട്രാക്ഷൻ ടെസ്റ്റ് ലൈക്ക് പെട്ടെന്ന്? ലൈക്ക് ഐ അസ്യൂം ദാറ്റ് SEO കുഡ് ബി സംതിങ്. അത് കാരണമായിരിക്കും ഡൊമൈൻ എടുത്തത് ഫിക്സ് മൈ സ്റ്റോർ. ഡൊമൈൻ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഓർമ്മ എത്രയായി? ഇതിന് എക്സ്പെൻസ് ആയി. I mean, in a way, it's pushing us to make money as well. Yeah, you invested that much. കാരണം one of the things was നമ്മൾ ഡിസ്കസ് ചെയ്യും, ഓക്കെ നമ്മൾ ഡൊമൈൻ മേടിച്ചു, ഇനി 6 മാസം കഴിഞ്ഞ് ക്യാഷ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയിരുന്നു ടു മേക്ക് സം മണി. ബട്ട് നൗ ഇറ്റ്സ് ഓക്കെ, വി ഹാവ് ടു മേക്ക് ഇൻ 1 month. So it's like ഡൊമൈനിന് കൊടുത്ത കാശെങ്കിലും തിരിച്ചുണ്ടാക്കും. I mean കുറച്ച് I would say what do you call, be bit bankrupt so that it speeds up the whole thing. So ഞാൻ ഇന്ന് വരെ ഇത്ര എക്സ്പെൻസീവ് ഡൊമൈൻ മേടിച്ചിട്ടില്ല. ബട്ട് ദാറ്റ് ഈസ് ദ തിങ്. But yeah, the question was ഏറെക്കുറെ ലൈക്ക് ഇങ്ങനെ ഫിക്സ് മൈ സ്റ്റോർ ഫോർ എക്സാമ്പിൾ ആണ്. ഹൗ ഡു യു ക്വിക്ക്ലി ട്രാക്ഷൻ ടെസ്റ്റ് സോ ദാറ്റ് യു ക്യാൻ ഐഡന്റിഫൈ ഏത് ചാനൽ വർക്കിംഗ്? ആ പ്രോസസ്സ് എങ്ങനെ? ഷുവർ ഡെഫിനറ്റ്ലി. അപ്പോൾ ഹൗ ഐ ഫണ്ടമെൻ്റലി തിങ്ക് ഈ പറഞ്ഞ ഓക്കെ, യു ഹാവ് ടു ബിൽഡ് ദ ചാനൽസ് വാട്ട് വർക്ക്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻറ്റേർണലി ചില കാര്യം പറയാം. മേ ബി ഈ പോഡ്കാസ്റ്റ് റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ 6 months ഡൗൺ ദ ലൈൻ വേണമെങ്കിൽ നമുക്ക് വീണ്ടും റീ ഓപ്പൺ ചെയ്യാം, വെദർ ഇറ്റ് വർക്ക് ഓർ നോട്ട് എന്നുള്ളത്. സോ എഫക്റ്റീവ്ലി I think communities are one way to unlock it. കാരണം communities were digital marketers, e-commerce managers, where people are hanging out. That is a good channel for us. അത് can be Reddit, it can be WhatsApp group, it can be പല ബ്ലോഗ്സ് ആയിരിക്കാം, പല മീഡിയംസ് ആയിരിക്കാം, വീഡിയോസ് ഒരു വൺ വേ ഓഫ് ഇതായിരിക്കാം. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റ് ദി മൊമെൻറ്റ്. വൺ ഓഫ് തിങ്സ് നമ്മൾ കുറേ കുട്ടി ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫിക്സ് മൈ സ്റ്റോറിൽ തന്നെ ഹൗ കറൻ്റ്ലി ട്രാഫിക് ഫ്രം SEO is not through ഫിക്സ് മൈ സ്റ്റോർ കീവേഡ്, ഇറ്റ്സ് ത്രൂ സംതിങ് എൽസ്. അത് സംതിങ് എൽസ് എന്നുള്ളത് മേ ബി 6 months ഡൗൺ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ബട്ട് ദാറ്റ്സ് ഹൗ പീപ്പിൾ ആർ കമ്മിങ് ഇൻ. പിന്നെ ക്വിക്കായിട്ട് ഇപ്പോൾ ഐ വുഡ് സേ വെബ് ആപ്പായിട്ട് ബിൽഡ് ആയിട്ടുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ആഡ്സ്. ഓക്കെ, പെയ്ഡ് ആഡ്സ് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പെയ്ഡ് ആഡ്സ് ചെയ്യണ അറിയണ കുറേ ആൾക്കാരുണ്ട്. അവരെ ഓൺബോർഡ് ചെയ്യുക, ലെറ്റ് ദം. മെറ്റ നോസ് മോർ അബൌട്ട് us than any other platform. കാരണം അവരുടെ ലോഗിനും ഇതൊക്കെ ആയിട്ട് പല ആപ്പുകളിലും ഉണ്ട്, പല ടച്ച് പോയിന്റ്സ് ഓൾറെഡി ഉണ്ട്. ഐ തിങ്ക് ഗൂഗിൾ മേ നോട്ട് ഹാവ് ദാറ്റ് കോൺടാക്ട്സ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. Because I think so. I think Meta even പണ്ടായാലും when you need to make the ad, you need to set the audience targeting എന്ന് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ലാണ്ടും ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇറ്റ് റിയലി ഷോസ് ദ റിസൾട്ട്. ആ സ്റ്റേജിലേക്ക് മെറ്റ ഐ വുഡ് സേ ഈസ് സംതിങ് പ്രോപ്പർലി. പക്ഷേ എനിക്ക് തോന്നുന്നു വാട്ട് ഐ സീ ലാക്കിംഗ് ഇസ് എന്ന് വെച്ചാൽ എല്ലാവരും ഈ പറഞ്ഞ ഒരു ലീഡ് കൊണ്ടുവരുന്ന ആഡ് റൺ ചെയ്യുക എന്നുള്ളതിനെ പുറമെ ചിന്തിക്കുന്നില്ല. ഐ വാണ്ട് ടു സീ വേർ ക്വാളിറ്റി ലീഡ്സ് കിട്ടുന്ന. എക്സാമ്പിൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഫിക്സ് മൈ സ്റ്റോർ വന്നു, അവിടെ വന്നിട്ട് ഒരു URL എൻ്റർ ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിൽ പോയി അതൊരു ഇവൻ്റ് ആയിട്ട് വെച്ചിട്ട് ആ ഇവൻറ്റിൻ്റെ വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാം. നോട്ട് ഈവൻ പർച്ചേസ് ബട്ട് സമൺ ഹൂ പാസ് ഇറ്റ് ടു ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് വെച്ചിട്ട് ആഡ് റൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് പീപ്പിൾ ഹു റൺസ് ആഡ് വളരെ കുറേ ആൾക്കാരുണ്ടാവുള്ളൂ. പീപ്പിൾ ബേസ് ലെവലിൽ ആഡ് റൺ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഐ വുഡ് വാണ്ട് ടു സീ, ഇവൻ ഇഫ് യു ആർ വാച്ചിങ് യു ക്യാൻ റീച്ച് മീ ഔട്ട് ആസ് വെൽ, വാണ്ട് ടു സീ സമൺ ഹൂ ഗോസ് ബിയോണ്ട് ദാറ്റ് പോയിന്റ്. അതായത് വിച്ച് എൻഷുവേഴ്സ് ക്വാളിറ്റി ട്രാഫിക് കമ്മിങ് ഇൻ. അപ്പം ഐ വുഡ് സേ അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ആണ് നമ്മൾ റണ്ണുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവൻറ്റ്സ് നമ്മൾ CRO എക്സ്പെർട്ടീസ് ആയ കാരണമുണ്ട്. ഈവൻ ഫോർ ദാറ്റ് മാറ്റർ ഫസ്റ്റ് ഫോൾഡിൽ സ്കോൾ ചെയ്ത ഒരു ഇവൻ്റ് ആക്കി വെക്കും, സെക്കൻഡ് സ്ക്രീനിലേക്ക് വെച്ച് ആൾ, അല്ലെങ്കിൽ തേർഡ് സ്ക്രീനിൽ. അപ്പോൾ വി ഹാവ് ടാഗ് മാനേജർ. അനലിറ്റിക്സ് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ഉണ്ട്, സെർച്ച് കൺസോൾ ഉണ്ട്, മിക്സ് പാനലോ അല്ലെങ്കിൽ പോസ്റ്റോ ഏതോ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എഫക്റ്റീവ്ലി വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ് അങ്ങനെ ഡാറ്റ നോക്കി ആഡ് റൺ ചെയ്ത് ട്രാഫിക് കൊണ്ടുവരണം. വി ആർ ഒപ്റ്റിമൈസിങ് ദ ഹോൾ പേജസ് സോ ദാറ്റ് ഇറ്റ് ഫ്ലോസ് ത്രൂ ദ ഹോൾ പർച്ചേസ് ചെക്കൗട്ട്. അതാണ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് ഓഫ് ദ ഫണൽ മാത്രമല്ല എൻ്റയർ ഫണൽ തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് ആഡ്സ് തന്നെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളൊരു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ, കാരണം നമ്മൾ CRO ആയ കാരണം വി ബിൻ എന്താ പറയുക ഒപ്റ്റിമൈസിങ് ബ്രാൻഡ്സ്, ഷോപ്പിഫൈ ബ്രാൻഡ്സ് മോസ്റ്റ്ലി
ലൈക്ക് ഫോർ ദ ലാസ്റ്റ് 1 year. അതിൻ്റെ ഒരു എക്സ്പെർട്ടീസും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കൊരു ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സം സോർട്ട് ഓഫ് സാധനമാണ് ഈ സാധനം. സോ ഐ വിൽ ബി മേ ബി ഒരു 6 month അപ്ഡേറ്റ് ചെയ്യാൻ തരാം ഇൻ ഓർഡർ ടു ഫിഗർ ഇറ്റ് ഔട്ട്. ബട്ട് അറ്റ് ദി എൻഡ് എനിക്ക് ക്വിക്കായിട്ട് റിസൾട്ട് കാണാൻ പറ്റിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടൂൾസ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് AI, ലാൻഡിങ് പേജസ് ക്യാൻ ബി മെയ്ഡ്, റൺ മെത്തേഡ്സ്. പിന്നെ മെത്തേഡ്സ് കുറച്ച് സ്പെൻഡ് ചെയ്യണം. അപ്പം എനിക്ക് ജസീലാണ് മറ്റേ ജസീൽ ലാസ്റ്റ് കേട്ട് ജസീലാണ് ഇത് കുറച്ച് കൂടുതൽ ഇൻസൈറ്റ് കിട്ടാറ്. സോ ഹീ സജസ്റ്റ് ടു സ്പെൻഡ് മോർ ആഡ്സ് സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ലേൺ മെച്യൂർഡ്. അപ്പോൾ ഐ വുഡ് സേ ആയതൊരു 5,000 വെച്ച് ബഡ്ജറ്റ് ചെയ്ത് ഇറ്റ് ഹാസ് ടു ബി ബിഗർ ബഡ്ജറ്റ് സോ ദാറ്റ് യു ക്യാൻ എന്താ പറയുക ഗെറ്റ് മോർ ഇൻസൈറ്റ്, ഒപ്റ്റിമൈസ്. അപ്പോൾ അത് ഐ തിങ്ക് ജസീൽ നമുക്ക് പോഡ്കാസ്റ്റ് കൊണ്ടുവരാം ഇൻ ഓർഡർ ടു ഫിഗർ ഇറ്റ് ഔട്ട്. ബട്ട് കുറച്ചും കൂടി എന്താ പറയുക മെച്യൂർ രീതിയിൽ ആഡ് റൺ ചെയ്യണം. നോട്ട് ദി യൂഷ്വൽ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാൻ അറിയാം, ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്യാൻ അറിയാം, അങ്ങനെയുള്ള സർഫസ് ലെവലിൽ മാറ്റിയിട്ട് ക്യാൻ ദൈ ഒപ്റ്റിമൈസ് ആഡ് ഫോർ ദ കൺവേർഷൻ. അതേപോലെ ചിന്തിക്കാൻ പറ്റുന്ന ടാലൻസ് ആണ് നമുക്ക് വരേണ്ടത്. ഇപ്പോൾ ഞാൻ പല ഏജൻസിയായിട്ട് സംസാരിക്കുമ്പോൾ, അക്കാഡമി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ടാലൻസ് ഗ്രൂം ചെയ്താലാണ് നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രൊഡക്ട്സിന് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് റിയാലിറ്റി. വെയിറ്റ് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കണ്ട് ഗസ്റ്റായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നൗ ബാക്ക് ടു ദ പോഡ്കാസ്റ്റ്. കേരളത്തിൽ കുറേ ഓപ്പൺ സോഴ്സ് കമ്പനീസ് വന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഹോപ്പ് സ്കോച്ച്, പിന്നെ ടൂൾ ജെറ്റ്, ചാറ്റ്വൂട്ട്, പിന്നെ ആസ്ട്രിസ്ക്, പൂരിതം, പിന്നെ ഇവൻ മറ്റേ രാഗസ്, ഇവരായാലും ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ ഓപ്പൺ സോഴ്സും കേരള ഒരു വർക്കിംഗ് ഇക്വേഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് എപ്പിസോഡിലൊക്കെ നമ്മൾ അശ്വിൻ പറഞ്ഞിട്ടുണ്ട് കേരള ലവ്സ് ഓപ്പൺ സോഴ്സ്, നമ്മൾ കമ്മ്യൂണിസത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിന്റ് ബീങ് ഓപ്പൺ സോഴ്സ് ഒരു വർക്കിംഗ് സാധനമാണ്. എൻ്റെ ഒരു ഇതിൽ ഇ കൊമേഴ്സും ഓപ്പൺ സോഴ്സും ക്രിയേറ്റർ എക്കണോമിയും ഒരു മൂന്നും വർക്കിംഗ് ടു ദ തിങ് ആണ്. അപ്പോൾ കാരണം വി ഹാവ് ടു ഓൺ വാട്ട് വർക്കിംഗ് ഫോർ അസ് എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഇഫ് ഇറ്റ് വർക്ക്സ് വി ക്യാൻ പ്ലഗ് ഇറ്റ് ആൻഡ് തിങ്ക് ടു തിങ്. ബട്ട് ഐ വുഡ് സേ ഈ ഓപ്പൺ സോഴ്സിൽ യു ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ഓപ്പൺ സോഴ്സ് ഫോർ എ ബിറ്റ്. അപ്പോൾ വേർ ഡു യു സീ കേരള ഹെഡഡ് ടു ഈവൻ യു വർക്ക്ഡ് ഇൻ ആസ് എ PM അറ്റ് ഹോപ്പ് സ്കോച്ച്. അപ്പോൾ വേർ ഡു യു തിങ്ക് ആ ഒരു ഹോപ്പ് സ്കോച്ച് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് രീതിയിൽ എങ്ങനെയൊക്കെ ഹെഡ് ചെയ്യാൻ പറ്റും? സോ ഓപ്പൺ സോഴ്സും കേരള ഐ തിങ്ക് അത് കുറച്ചും കൂടെ ലൈക്ക് നമ്മൾ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പിംഗ് നേച്ചറുള്ള ആളാണ്. എല്ലാവരും ലൈക്ക് ഒരാൾ രക്ഷപ്പെട്ട് ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടെന്ന് അറിയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഓപ്പൺ സോഴ്സിനോടുള്ളൊരു ഇഷ്ടം അതിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എല്ലാവർക്കും ഇങ്ങനെ കളക്റ്റീവ്ലി കൊളാബറേറ്റ് ചെയ്ത് എങ്ങനെ ഒരു ടൂൾ കൈൻഡ് ഓഫ് ലൈക്ക് ബെറ്റർ ആക്കാം. ഐ തിങ്ക് എനിക്ക് അതിൽ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയേക്കുന്നത് നമ്മുടെ കെയർ. ബോധിഷിന്റെ ഐ തിങ്ക് കേരള ഐ തിങ്ക് ഞാൻ പണ്ടൊരു PR ഇട്ടിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പണ്ട്. ഐ തിങ്ക് തുടങ്ങിയ കോവിഡിൻ്റെ സമയത്ത് ഒരു കുഞ്ഞു PR. ബട്ട് പക്ഷെ ആ സമയം നല്ല ആക്റ്റീവിലല്ല. സോ അത് ഭയങ്കര മിഷൻ ഡ്രിവൺ ആയിരുന്നു. എനിക്ക് അവരുടെ തന്നെ ഇല്ലേ മറ്റേ എന്തായിരുന്നു പേര്, ആഫ്റ്റർ ഫ്ലഡും ബോധിച്ചാണല്ലോ, ആഫ്റ്റർ ഫ്ലഡും പിന്നെ കോവിഡിന്റെ സമയത്ത് കുറേ ഐ തിങ്ക് അവിടെ ഒരു യൂണിഫിക്കേഷൻ ഞാൻ കണ്ടിരുന്നു. ഐ മീൻ നമ്മുടെ കേരള റെസ്ക്യൂ അത് നമ്മുടെ അപ്പോൾ അവിടെയൊക്കെ അങ്ങനത്തെ സംഭവം കിക്ക് ഓഫ് ചെയ്യുമ്പോൾ യു കുഡ് സീ ഓൾ ദ ഡെവലപ്പേഴ്സ് കമ്മിങ് ടുഗദർ കോൺട്രിബ്യൂട്ടിങ്. മേ ബി ആ ഒരു സംഭവം ഉണ്ട്. ഐ മീൻ ഓപ്പൺ സോഴ്സ് ഈസ് വർക്കിംഗ് പ്ലേ ബുക്സ് ആണ്. അതെല്ലാം മിഷൻ ഡ്രിവൺ ആണ്. ലൈക്ക് അത് എല്ലാവരും കൂടെ വിചാരിച്ചാലാണ് നടക്കുള്ളൂ. അതിൽ ലൈക്ക് ഓപ്പൺ സോഴ്സ് അതിലുപരി ദേഴ്സ് എ ഹ്യൂജ് മിഷൻ ഓൺ ദാറ്റ്. അപ്പോൾ ആ മിഷനെ കൈൻഡ് ഓഫ് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ ഓപ്പൺ സോഴ്സ് നല്ല രീതിക്ക് പറ്റും. സോ അതുപോലത്തെ മിഷൻ ഡ്രിവൺ പ്രോജക്ട്സ് ഒക്കെ ലൈക്ക് ഇറ്റ് ഷുഡ് ബി ഓപ്പൺ സോഴ്സ്. ബിക്കോസ് എന്നാലാണ് നമുക്ക് കുറച്ചും കൂടെ ലൈക്ക് ഒന്ന് ട്രാൻസ്പെറൻസി ആൻഡ് തിങ്സ്, രണ്ട് ലൈക്ക് അതിലുള്ള എല്ലാ മാറ്റങ്ങളും ലൈക്ക് പെട്ടെന്ന് വരുന്നതാണ്. ലൈക്ക് ഇഫ് യു നീഡ് ടു ലൈക്ക് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യണം, അതിനൊരു ഫീച്ചർ ബിൽഡ് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി പെട്ടെന്ന് ഇറങ്ങണത്. ലൈക്ക് ആ ഗെറ്റിംഗ് തിങ്സ് ഔട്ട് കുഡ് മീൻ ലൈക്ക് സേവിങ് എ ലൈഫ്. സോ അത്രയും പ്രൊആക്റ്റീവായിട്ട് കൈൻഡ് ഓഫ് ലൈക്ക് ഡെവലപ്പ് ചെയ്ത് ഔട്ട് പെട്ടെന്ന് ഇറക്കിയാലാണ് അതിനുള്ള ഇമ്പാക്റ്റ് ആക്ച്വലി വരുന്നത്. സോ ഓപ്പൺ സോഴ്സ് ഈസ് ആക്ച്വലി ഹ്യൂജ് വിൻ ഫോർ ദാറ്റ്. അത് ഒരു വശം. രണ്ടാമത്തെ തിങ് ലൈക്ക് കൊമേഴ്ഷ്യൽ ഓപ്പൺ സോഴ്സ് ഉണ്ട്. അത് ആക്ച്വലി കൂടുതലും വർക്ക് അയക്കുന്നത് ഡെവലപ്പർ ടൂൾസിലാണ്. ലൈക്ക് ഇഫ് യു ടേക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ KPH Hackathon ഡെവലപ്പർ ടൂൾസ് ട്രാക്കാണ്. സോ ഇപ്പം രാഗാസ് അല്ലെങ്കിൽ ഹോപ്പ് സ്കോച്ച് അല്ലെങ്കിൽ ടൂൾ ജെറ്റ് ഇതെല്ലാം കുറച്ച് ഇങ്ങനെ ക്ലോഡിയ, ആസ്ട്രിസ്ക് ക്ലോഡിയ അതെല്ലാം കുറച്ച് ഡെവലപ്പർ അലൈൻഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അതിലുള്ളൊരു അഗെയിൻ കംസ് ബാക്ക് ടു ഫിലോസഫി. ഡെവലപ്പേഴ്സ് എപ്പോഴും ദേ ലൈക്ക് ടു ബിൽഡ് തിങ്സ് ഫോർ ദെയർ യൂസ്. അപ്പം ദേ ടെൻ ടു ഒന്നെങ്കിൽ ഫോർക്ക് ചെയ്ത് കൈൻഡ് ഓഫ് ലൈക്ക് അവരവരുടെ ഒരു വേർഷൻ ആക്കാം, അല്ലെങ്കിൽ അത് മെയിൻ സംഭവത്തിലേക്ക് കൈൻഡ് ഓഫ് ലൈക്ക് ഫീച്ചർ അഡീഷൻസ് അവർ യൂസ് ചെയ്യുന്ന കാരണം ഇപ്പം ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന അവർക്ക് അറിയാൻ ലൈക്ക് എന്ത് പ്രോബ്ലംസാണ് അവിടെ കൈൻഡ് ഓഫ് ലൈക്ക് ഉള്ളത്, എങ്ങനെയാണ് അത് ബെറ്റർ ആക്കാൻ പറ്റുന്നത്. അപ്പം ഡെവലപ്പർ ടൂൾസിലും അതുപോലത്തെ ഇതുപോലെ മിഷൻ ഡ്രിവൺ പ്രോജക്ട്സിലും ഓപ്പൺ സോഴ്സ് നല്ല ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്.
കൊമേഴ്ഷ്യൽ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഹോപ്സ് കോച്ചിന് ആക്ച്വലി വാസ് എ കൊമേഴ്ഷ്യൽ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്. അപ്പോൾ അതിൽ ഒരു ഓപ്പൺ കോർ എന്ന് പറയാം. അപ്പം ഹോപ്സ് കോച്ചിൻ്റെ ലൈക്ക് പബ്ലിക്ലി കോൺട്രിബ്യൂഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നൊരു വെർഷൻ ഉണ്ട്. അതാണ് ദ കോർ ഓഫ് ഇറ്റ്. അതിൻ്റെ പുറത്തൊരു എൻ്റർപ്രൈസ് വേർഷൻ ഉണ്ട് വിച്ച് വി യൂസ് ടു സെൽ ടു എൻ്റർപ്രൈസസ് വാണ്ടിങ് കുറച്ചും കൂടെ പ്രൈവസി അല്ലെങ്കിൽ ഡാറ്റ സെൻട്രിക് സെക്യൂർ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ലൈക്ക് AP ടെസ്റ്റിംഗ്. അപ്പോൾ അതിലെ എൻ്റർപ്രൈസ് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ലൈക്ക് ഒരു ക്ലോസ്ഡ് കോഡ് ബേസിലായിരുന്നു. കോറായിരുന്നു കൈൻഡ് ഓഫ് ലൈക്ക് ഹോപ്സ് കോച്ച് എന്ന് പറയാൻ പോലെ. അപ്പം അങ്ങനെയാണ് കൈൻഡ് ഓഫ് ലൈക്ക് അത് കുറേ പോയിക്കൊണ്ടിരുന്നത്. ഐ തിങ്ക് ഓക്കെ. സോ ഡെവലപ്പേഴ്സിന് ആർക്കും കൈൻഡ് ഓഫ് ലൈക്ക് ബിൽഡ് ചെയ്യാൻ ലൈക്ക് ദേ യൂസ് ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ അതാണ് ഓപ്പൺ സോഴ്സ് കൈൻഡ് ഓഫ് ലൈക്ക് വർക്ക്സ് ഫ്രം. അതിലുപരി ഇപ്പം അഗെയിൻ ഐ തിങ്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് എ ബിറ്റ്. അഗെയിൻ ഒരു തീസിസാണ്. ഐ തിങ്ക് നൗ ദാറ്റ് ഇഫ് യു ബിൽഡ് മേ ബി ഒരു B2C പ്രോഡക്റ്റ് മേ ബി ഇൻ എൻ ഓപ്പൺ സോഴ്സ് വേ മേ ബി ഒരു 5 years down ഐ തിങ്ക് എനിവൺ ക്യാൻ കോൺട്രിബ്യൂട്ട്. ലൈക്ക് അധികം നേരത്തെ കോഡ് ബേസ് ഒക്കെ പഠിക്കണമായിരുന്നു. ലൈക്ക് ഇതിൻ്റെ എന്താ ഓരോ കമ്പോണൻ്റ് എവിടെ കൈൻഡ് ഓഫ് ലൈക്ക് കണ്ടുപിടിച്ച് യു നീഡ് ടു ഗോ ത്രൂ ദ കോഡ്, റീഡ് ദ ഡോക്യുമെൻറ്റേഷൻ. നൗ മേ ബി യു ക്യാൻ ഫോർക്ക് ആൻ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആസ് ക്ലോഡ് കോഡ്. ഓക്കെ, എനിക്ക് ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, എവിടെ ആഡ് ചെയ്യേണ്ടത്, ഇടുക, പുൾ റിക്വസ്റ്റ് ഇടുക. സോ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ ചെയ്യാനും ആക്ച്വലി ഇപ്പം ലൈക്ക് കുറേ നോൺ ഡെവലപ്പേഴ്സിന് ആക്ച്വലി നേരത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കുറേ ട്രാൻസ്ലേഷൻസും. അത് ഓപ്പൺ സോഴ്സ് ഇസ് നോട്ട് ജസ്റ്റ് കോഡ്. ഇപ്പം ഇതെങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് ആക്സസിബിൾ ആക്കാൻ ട്രാൻസ്ലേഷൻസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഞാൻ മൊസില്ലൊക്കെ ആക്ച്വലി കുറേ നാൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഏത് ലാംഗ്വേജിലേക്ക്? മലയാളത്തിലോട്ട്. നമുക്കിവിടെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവരാണ് കുറേ നാൾ SMC കുറേ നാൾ അവർ കുറേ ഫോൺ മലയാളത്തിൽ കുറേ ഫോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. കൈലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു SMC. നമുക്ക് കൊച്ചിയിൽ ആക്ച്വലി നല്ലൊരു അടിപൊളി ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി കൊച്ചി ഫോഴ്സ് മീറ്റപ്സ് എന്ന് പറയുന്നത് ലൈക്ക് എല്ലാ മന്ത്ലി ഇങ്ങനെ ലൈക്ക് മീറ്റപ്സ് എടുത്താറുണ്ട്. അത് ഫുൾ ഓപ്പൺ സോഴ്സ് ഫോക്കസ്ഡ് തന്നെയാണ്. അഗൈൻ ഫ്രീ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ ഓപ്പൺ സോഴ്സ് ഈസ് നോട്ട് ഫ്രീ സോഫ്റ്റ്വെയർ ഈസ് നോട്ട് ഓപ്പൺ സോഴ്സ്. ഞാൻ ഡിഫറൻസ് അത് ഫിലോസഫിക്കലാണ്. ഓപ്പൺ സോഴ്സ് വുഡ് ജസ്റ്റ് മീൻ ദാറ്റ് ദ കോഡ് ഈസ് ഓപ്പൺ. ഫ്രീ സോഫ്റ്റ്വെയർ കുറച്ചും കൂടെ ഫിലോസഫിക്കലാണ്. അടിയല്ല, ഇറ്റ്സ് ആ ഒരു അഗൈൻ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടാക്ടിക് ആയിട്ട് എടുക്കാം. If it's a developer tool, you can just make it open source so that it's just a way of distributing your product. പക്ഷെ PRs ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ലൈക്ക് മറ്റൊരാൾക്ക് വേണമെങ്കിൽ ഫോർക്ക് ഇത് ചെയ്യാം. ബട്ട് അതേസമയം ഇപ്പം എൻ്റെ ഞാൻ കൊളാബറേഷനുകളെ മേ ബി ആക്സെപ്റ്റ് ചെയ്യാൻ ഓപ്പൺ ആണെങ്കിലാണ് മേ ബി അത് ട്രൂലി ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഡിബേറ്റബിൾ. ഐ തിങ്ക് വൺ ഓഫ് തിങ്സ് ഇപ്പോൾ എന്താ പറയുക ടൂൾ ജെറ്റോ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓപ്പൺ കോർ മോഡലാണ്. അപ്പോൾ ഐ മീൻ ഇവൻ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ മുഫീദ്, ഇപ്പോൾ ആസ്ട്രിസ്ക്, ഇവൻ ക്ലോഡിയ, പിന്നെ വേറെ ഏതാ ദേവിക, ഇതൊക്കെ ഒരു പേരിലൊക്കെ ഇറക്കിയിട്ട് സോ ഇറ്റ് ഗെറ്റ്സ് ദ വൈറാലിറ്റി, ഗെറ്റ്സ് ദ നെയിം, ഇത് ദെൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്രാക്ക് ചെയ്തിട്ട് ഇറ്റ് കുഡ് സെൽ അനദർ ടൂൾസ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വർക്കിംഗ് ഫോർമുലയായിട്ട് തോന്നുന്നില്ലേ? ചില പ്രൊഡക്ട്സിന് അത് വർക്ക് ചെയ്യും. ലൈക്ക് ഇഫ് അഗെയിൻ ഇറ്റ് ഡിപ്പെൻസ് ഇഫ് യുവർ വർക്ക് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആക്ച്വലി കുറച്ച് ഡെവലപ്പർ സെൻട്രിക് ആണെങ്കിൽ ഇറ്റ് കുഡ് വർക്ക്. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ടൂൾസ് ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. ആൻഡ് അവരുടെ മേ ബി കോർ റവന്യൂ മേക്കിംഗ് പ്രോഡക്റ്റ് അതാക്കണമെന്നില്ല. ഇല്ല, കറക്റ്റ്. അപ്പോൾ അത് ഐ തിങ്ക് ദാറ്റ്സ് വൺ തിങ്. ഇപ്പോൾ എന്താ പറയുക, അത് ഫുള്ളി റവന്യൂ അതാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. സം അതർ തിങ് മൈ ബി റവന്യൂ, അത് ഫിഗർ ഔട്ട് ചെയ്ത് ചെയ്യാൻ വേണം. ഓൾസോ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇൻറ്റേർണലി കൈൻഡ് ഓഫ് ലൈക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻറ്റേർണലി കൈൻഡ് ഓഫ് ലൈക്ക് എന്തെങ്കിലും പാക്കേജസ് ഒക്കെ കൈൻഡ് ഓഫ് ലൈക്ക് ബിൽഡ് ചെയ്യും. ഇപ്പോൾ ആൻഡ്രോയിൻ്റെ ഒരു ഓപ്പൺ സോഴ്സ് പാക്കേജ് ഉണ്ട്, വെർസോഡ് എന്നും പറഞ്ഞത്. അത് ഹോപ്സ് കോച്ചിന് വേണ്ടി ഇൻറ്റേർണലി കൈൻഡ് ഓഫ് ലൈക്ക് കുറച്ച് ബിൽഡ് ചെയ്താൽ, പക്ഷേ അവനത് ഓപ്പൺ സോഴ്സ് ചെയ്തു. വെർസോഡ് ആക്ച്വലി കുറേ വേറെ കമ്പനീസും യൂസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ എഗെയിൻ ഫൗണ്ടേഷനലി നമ്മുടെ പ്രൊഡക്റ്റിനെ ബെറ്റർ ആക്കാൻ ഉപയോഗിക്കുന്ന ടൂളിങ്സ് ആക്ച്വലി ഓപ്പൺ സോഴ്സ് ചെയ്യുന്നുണ്ട്. more companies should open source? What is your argument on that? I mean, there might be ഒരു എന്താ പറയുക കോർ കോമ്പറ്റൻസീസ് നമ്മൾ വിട്ടു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് ദേ വാണ്ട് ഔട്ട് ഓഫ് ഒരു ഫുള്ളി പ്രൊപ്രൈറ്ററി നോളജ് വെച്ചിട്ടൊരു ബിസിനസ് റൺ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയേക്കാം. ചിലപ്പോൾ മോട്ട് അതാണെങ്കിൽ ഇഫ് യുവർ മോട്ട് ഈസ് ഇപ്പോൾ കോഡിൽ വലിയ മോട്ടില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബിക്കോസ് ഞാനിപ്പോൾ ലെറ്റ്സ് സേ ചാറ്റ് ഫുഡ് ഐ ഹാവ് സീൻ ലൈം ചാറ്റ് ഏതൊരു ടീം എന്താ പറയുക അതിൻ്റെ ക്ലോൺ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ. ഐ തിങ്ക് പിയർ ഒരു കോഡ് എഡിറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ വൈസി ഒരു അതെ ഐ തിങ്ക് പിയർ എന്ന് പറഞ്ഞു ഒരു ഐ തിങ്ക് ദേ ഫോർഡ് ലൈക്ക് എ ഡിഫറെൻറ്റ് പ്രോജക്റ്റ് എന്നിട്ട് വൈസിക്ക് അപ്ലൈ ചെയ്തു കിട്ടി പണ്ടെടുത്തു. അപ്പം അത് വാട്ട് യു തിങ്ക് അബൌട്ട് ദോസ് തിങ്സ്? എത്തിക്കൽ ആംഗിളിൽ ഫസ്റ്റ്ലി അത് ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു ഫോർക്ക്. ആൻഡ് MIT ലൈസൻസ് ആണെങ്കിൽ ആ കോഡ് ക്ലോസ് സോഴ്സ് ചെയ്തിട്ട് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഡബിൾ ബിൽഡ് ചെയ്യാം. നത്തിങ് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഡൂയിങ് ദാറ്റ്. അത് കാരണമാണ് ലൈസൻസ് ഇട്ടത്. അത് പെർമിസിബിൾ ആണ്.
then the question is mostly about morality and ethics. That is a people problem. അത് there's right, like റൈറ്റ് ആണോയെന്ന് ചോദിച്ചാൽ ഇൻ എ വേ നമ്മളും കുറേ ടൂൾസ് ബിൽഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ എന്താ മറ്റ് പാക്കേജസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അത് ഓപ്പൺ സോഴ്സ് ആണ്. നമ്മൾ അവർക്ക് പേ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈസ് ദാറ്റ് റൈറ്റ്? അപ്പം ഇറ്റ്സ് എ ഹോൾ ടോപ്പിക് ഓഫ് ഇറ്റ്സ് ഓൺ. അതിനുള്ള ബെസ്റ്റ് ആൾ നമുക്ക് കൊണ്ടുവരാം പോഡ്കാസ്റ്റിൽ. മേ ബി ഐ തിങ്ക് ഓപ്പൺ സോഴ്സിനെ പറ്റി ഐ തിങ്ക് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് ഐ തിങ്ക് പറയാൻ പറ്റും. ബിക്കോസ് ഇപ്പം കുറേ മെയിൻറ്റെയിനേഴ്സ് ഉണ്ട്. ഇപ്പം പണ്ട് ഐ തിങ്ക് CoreJS എന്ന് പറയുന്നൊരു പാക്കേജ് ഉണ്ടായിരുന്നു. CoreJS ഐ തിങ്ക് റഷ്യയിലോ ഉണ്ടാക്കിയതാണ്. സോ ആളുടെ പ്രൊജക്റ്റ് കുറേ ഇപ്പം നെറ്റ്ഫ്ലിക്സ് പോലത്തെ കമ്പനീസ് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് നോ വൺ ഈസ് പേയിങ്. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. മേ ബി ഹിസ് ഇന്റൻഷൻ വാസ് നോട്ട് ടു ഗെറ്റ് പെയ്ഡ് ആസ് വെൽ. ആവാം. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് അവർ കോൺട്രിബ്യൂട്ടും ചെയ്യുന്നില്ല. Netflix is not contributing. ഇതുപോലത്തെ കമ്പനീസ് ഇവർ പ്രൊഡക്റ്റ് ഓപ്പൺ സോഴ്സ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് വെറുതെ ഫ്രീ ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. I think Ruby on Rails Shopify contribute ചെയ്യുന്നുണ്ട്. I mean Ruby personally contribute ചെയ്യുന്നുണ്ട്. I think there are companies who does that. Yeah, that is actually good. See, ഇപ്പം നമ്മുടെ ബിസിനസ് ബെറ്റർ ആക്കാൻ ഒരു ഓപ്പൺ സോഴ്സ് പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ it is morally, ethically I think right to kind of like at least do some sort of contribution, be it monetarily or at least if you're individual developer, at least support them to kind of like maintain it. Yeah, even I think Rahul guest said one സമയത്ത് he said the same thing. One way they give it back, they allow the community to host events, KPH meetups host ചെയ്യാൻ പലതും they are more opened up എന്ന് വെച്ചാൽ they know it before the entry started. ആ period of time lot of ഈ community helped എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു one way they are doing it their part എന്നുള്ളതാണ്. I mean more companies will eventually do it their part. I don't do sort of ഒരു സ്ട്രക്ചർ ഒന്നും bring ചെയ്യണ്ട. It's more of a paid forward mentality might be the way. ഏറെക്കുറെ ഓപ്പൺ സോഴ്സിൽ ഇപ്പോൾ തിരിച്ച് kind of like കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എന്താ it helps my life easier, so I kind of like help you get to a better place. How you kind of like I think ഇപ്പോൾ ഇവരെല്ലാം ഓപ്പൺ കളക്റ്റീവ് അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് പീപ്പിൾ ഗെറ്റ് പെയ്ഡ് ആസ് വെൽ. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പോലെയൊക്കെ ഗിറ്റ്ഹബിൽ തന്നെ ഡിഫോൾട്ട് ഫീച്ചർ ഉണ്ടല്ലോ. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് വേർ ദ തിങ്സ് ഹെഡഡ്. ഐ തിങ്ക് നമുക്ക് കോൺവെർസേഷൻ ഐ തിങ്ക് ലാസ്റ്റ് 1 hour നമ്മൾ പലതും ടച്ചപ്പ് ചെയ്തു. ബിൽഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഓപ്പൺ സോഴ്സ്, ഹയറിംഗ്, ബിൽഡിംഗ് ടീംസ്, ഡിസ്ട്രിബ്യൂഷൻ, പലതും നമ്മൾ ടച്ചപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. പ്രൊഡക്ട്സ് ഇൻറ്റേർണൽ ബിൽഡ് ചെയ്യണം, അതിന് എക്സ്റ്റേണൽ ബിൽഡ് ചെയ്തിട്ട് ഇവൻ രണ്ടിനാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഹൗ ടു ഗെറ്റ് ടു പീപ്പിൾ ടു യൂസ് ഇറ്റ് എന്നുള്ള ആംഗിളിൽ പറഞ്ഞു. വി ടോക്ക് മോർ ഇൻ ടു ഇത്. പല ആംഗിളിലും നമുക്ക് പല എക്സ്പെർട്സിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഓപ്പൺ സോഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ എനിക്ക് ടച്ചപ്പ് ചെയ്യേണ്ട ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പിംഗ് വേഴ്സസ് ഫണ്ട് റേസിംഗ്. സ്ഥിരമായിട്ട് നമ്മുടെ ഒരു കോൺവെർസേഷനാണ്. ഐ മീൻ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യണോ അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാണ്ട് ഉള്ള പരിപാടി ചെയ്യണം. പിന്നെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ വേർ ഡു യു തിങ്ക് ഓഫ് നമ്മൾ KPHൽ ഇന്നലത്തെ ട്രാക്ക് വെച്ച് 156 പ്രൊഡക്ട്സ് ആണ് ഫ്രം ആ ഒരു ഗ്രൂപ്പ് ഓവർ ദ ലാസ്റ്റ് 6 months ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഐ മീൻ ഓവർ ദി ഇയേഴ്സ് ചില പ്രൊഡക്ട്സ് ചിലപ്പോൾ റവന്യൂ എത്താം, ചില പ്രൊഡക്റ്റ് ഡൈ ഓഫ് ആവാം, പലതും സംഭവിക്കാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വാട്ട് ഡു തിങ്ക് ഇസ് ഹെഡഡ് ടു? ഗുഡ് ക്വസ്റ്റ്യൻ. I think I'll get ഫെലിക്സിൻ്റെ അടുത്ത് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബിക്കോസ് യു റൺ എ ബൂട്ട് സ്ട്രാപ്പ് ബിസിനസ്. ഐ തിങ്ക് അതിൽ യു ക്യാൻ ആഡ് എ ലോട്ട് മോർ. ബട്ട് എനിക്ക് ഇനീഷ്യലി തോന്നുന്നത് 2 types ഓഫ് ബിസിനസ്സസ് ഉണ്ട്. ഒന്ന് VC ഗെയിം ഒരു പവർ ഓഫ് ലോ ആണ്. ലൈക്ക് ഇൻവെസ്റ്റേഴ്സ് ഓൾവേസ് എക്സ്പെക്ട് സം സോർട്ട് ഓഫ് റിട്ടേൺ. വെറുതെ കാശ് കൊണ്ട് കിട്ടുന്നല്ലോ. സോ ഇപ്പം പണ്ട് മേ ബി ലൈക്ക് ഒരു 5 years ബാക്ക് മേ ബി എല്ലാ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റും വേണമെങ്കിൽ സം സോർട്ട് ഓഫ് വെഞ്ചർ സ്കെയിലബിൾ രീതിയിലേക്ക് എത്തിയേക്കായിരുന്നു. മോസ്റ്റ് ഓഫ് ഇറ്റ്. കുറേ മൈക്രോസാസ് ഉണ്ട്. പക്ഷേ റൈറ്റ് നൗ കോഡ് മാത്രം ചെയ്യുന്ന kind of കാര്യം മോട്ടില്ല. So I don't think every product should be kind of like VC funded right now. എന്താണ് kind of like മോട്ട് കുറേ മേ ബി ലൈക്ക് കുറേ ഡേറ്റ ഉണ്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനോ അല്ലെങ്കിൽ ആർക്കും ഇല്ലാത്ത രീതിക്ക് എന്തോ തരം ഡേറ്റ ഉണ്ട്. ദാറ്റ് ഈസ് kind of like makes you exceptional from the rest of the competition out there. That is venture scalable because ആ ഡേറ്റയ്ക്ക് അവിടെ വാല്യൂ. അല്ലെങ്കിൽ പിന്നെ ഫൗണ്ടറിന് അത്രയും നല്ല kind of like മാർക്കറ്റിൽ നല്ല നോളജ് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ഒരു ഐ ഡോണ്ട് നോ മേ ബി എ ഡോക്ടർ സ്റ്റാർട്ടിങ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്, സോഫ്റ്റ്വെയർ AI പ്രോഡക്റ്റ് ടു മേക്ക് ഐ ഡോണ്ട് നോ ഡിസീസ് പ്രഡിക്ഷൻ ഓർ സംതിങ് ബെറ്റർ. ആൾക്ക് അത്രയും നോളജ് ഉണ്ട്. ആൾക്ക് അറിയുള്ളൂ ഇതിൻ്റെ കറക്റ്റ് റെസ്പോൺസസ് ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത്രയും ദിസ് ആൻ എക്സാമ്പിൾ, കുഡ് നോട്ട് ബി എൻ ആക്യുറേറ്റ് എക്സാമ്പിൾ, ബട്ട് അത്രയും ഫൗണ്ടർ മാർക്കറ്റ് ഫിറ്റ് ഉള്ളത് കുഡ് ബി വൺ തിങ്. ആൻഡ് ആ മാർക്കറ്റ് അത്രയും ബിഗ് ആണോ? ലൈക്ക് ക്യാൻ ദ പ്രോഡക്റ്റ്
make I don't know, 1 billion. ഒരു 1 billion കൈൻഡ് ഓഫ് ലൈക്ക് വാല്യുവേഷനിലേക്ക് എത്താൻ പറ്റും. വാല്യുവേഷൻസ് മാറ്റർ ലോട്ട് VC ഗെയിമിനോട്. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ലൈക്ക് പ്രൊഡക്ട്സ് ആണെങ്കിലാണ് കൈൻഡ് ഓഫ് ലൈക്ക് VC ഫണ്ടിങ് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ആ ഡെഫിനേഷൻ ആക്ച്വലി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനും VC ഫണ്ടിങ് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഓവർ വാല്യൂഡ് ആയിപ്പം ഐ ഡോണ്ട് നോ മേ ബി ലൈക്ക് ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ ഇപ്പം പണ്ട് ഗൂഗിളൊക്കെ അലോ എന്ന് പറഞ്ഞു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ആപ്ലിക്കേഷൻ, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉണ്ടായിരുന്നു. അന്നൊക്കെ അത് വലിയ കാര്യമായിരുന്നു കൈൻഡ് ഓഫ് ലൈക്ക് സോഷ്യൽ മീഡിയ ആൻഡ് തിങ്സ്. പക്ഷേ ഇപ്പോൾ അതുപോലത്തെ ഇത് തുടങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇറ്റ്സ് നോട്ട് വെഞ്ചർ സ്കെയിലബിൾ ബിക്കോസ് ദർ ആർ സൊല്യൂഷൻസ് ഔട്ട് ദർ. പുതുതായിട്ട് അത്ര അടിപൊളിയായിട്ടൊന്നും ഇന്നോവേറ്റ് ചെയ്യുന്നില്ല അൺലെസ് ഐ ഡോണ്ട് നോ വി ഡിസ്കവർ സം സോർട്ട് ഓഫ് ടെലിപാത്തിക് കമ്മ്യൂണിക്കേഷൻ ഓർ സംതിങ് ടെക്നോളജി മോട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. So I think there is a reality of businesses that can have like a few millions ARR revenue model. Okay, ഓടാൻ പറ്റിയ ഈ ക്യാൻ ബി എന്താ പറയുക ഇ-കൊമേഴ്സിലായാലും പലതിലും ആയാലും സ്കോപ്പ് ഉണ്ട്. ഷോപ്പിഫൈ ആപ്സിനാണെങ്കിലും ദർ ആർ ലൈക്ക് പ്ലെൻറ്റി ഓഫ് ആപ്സ് ദറ്റ് കുഡ് ബി ഇൻ ദാറ്റ് സ്കെയിൽ. മീൻസ് ഷോപ്പിഫൈ ആപ്സ് ഒക്കെ ഐ തിങ്ക് ഇഫ് ദ മാർക്കറ്റ് ഈസ് ദാറ്റ് ബിഗ് ആൻഡ് യു നീഡ് വെഞ്ചർ സപ്പോർട്ട്. വെഞ്ചർ സപ്പോർട്ട് മണി മാത്രമല്ല, യു ഗെറ്റ് ആക്സസ് ടു പീപ്പിൾ, യു ഗെറ്റ് ആക്സസ് ടു ദെയർ നെറ്റ്വർക്ക്, ലീഗൽ കുറേ കാര്യങ്ങൾ സോൾഡ് ഔട്ടാണ്. ലൈക്ക് പിന്നെ ഇപ്പോൾ പ്രൊഡക്റ്റ് ഇനീഷ്യലി റവന്യൂ ഉണ്ടാക്കുന്നില്ലെങ്കിൽ യു ഗെറ്റ് സംതിങ് ടു സസ്റ്റെയിൻ പറയുകയാണ്. അപ്പോൾ ആ ഒരു കുറച്ച് ഫ്രീഡം ഇറ്റ് ബൈസ് യു ടൈം, മണി ബൈസ് യു ടൈം ദർ. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് ലൈക്ക് കുറച്ച് പ്രൊഡക്ട്സിന് ഇറ്റ് മേക്ക് സെൻസ്. ബട്ട് then there are like the Klaviyo, for example. Klaviyo is a Shopify app which came out then like bigger market cap than the Shopify. അപ്പോൾ more of അങ്ങനത്തെ കുറേ ഔട്ട്ലേഴ്സ് പ്ലേയേഴ്സ് ഉണ്ടാവാം. in order even I think Yotpo അല്ലെങ്കിൽ കുറച്ചധികം ടൂൾസ് ഫ്രം ഷോപ്പിഫൈ ബിൽഡ് ചെയ്ത് ഇറ്റ് ക്യാൻ ബി ലൈക്ക് $1 billion കൈൻഡ് ഓഫ് ഔട്ട്കം എത്താൻ പറ്റുന്ന ടൂൾസ് ഉണ്ടാവാം. അപ്പം മേ ബി എനിക്കൊന്ന് മോർ ഓഫ് ചില ഫൗണ്ടേഴ്സ് ഫിലോസഫി ഉണ്ട് ഉള്ളിൽ. ബൂട്ട്സ്ട്രാപ്പ് ചെയ്യാൻ താല്പര്യം നമ്മുടെ ഷൈജലുണ്ട്. പിന്നെ ഫുള്ളി അവർ മൈക്രോസാസ് കുറേ ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കും. ബട്ട് ക്യാനി ഉണ്ട്. ക്യാനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഫീഡ്ബാക്ക് എടുക്കുന്ന. മറ്റേ അപ്പം അത് അവർ ഫുള്ളി ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. ദർ മേക്കിംഗ് റിയലി ഗുഡ് എമൗണ്ട് ഓഫ് റവന്യൂ. എല്ലാ എംപ്ലോയീസിനും കൈൻഡ് ഓഫ് ലൈക്ക് ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട്, റവന്യൂ ഷെയർ കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് അവർ ചെയ്യുന്നത് തോന്നുന്നു. ആൻഡ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ലൈക്ക് പ്രൊഡക്ട്സ് ആർ കൈൻഡ് ഓഫ് സസ്റ്റൈനബിൾ. ദേ ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ബേൺ. ഇത് ആകെ ഒറ്റ മെട്രിക്കുള്ളൂ, റവന്യൂ കൂട്ടുക. അതിന് ആ ഒറ്റ മെട്രിക്കിന് വേണ്ടി കൈൻഡ് ഓഫ് ലൈക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നും വേറെ ചെയ്യേണ്ട, ബോർഡ് മീറ്റിംഗ്സിനെ പറ്റി വേറെ ചെയ്യേണ്ട. ഇറ്റ് ബൈസ് യു ഫ്രീഡം. ദർ ഇസ് എ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ദ അഡ്വാൻറ്റേജ് ഓൺ ദ വെഞ്ചർ സൈഡ് ഈസ് ദാറ്റ് എന്താ പറയുന്നത്, നെറ്റ്വർക്ക് ആക്സസ്, ദ ഒരു ഷോർട്ട് ടേം ഓഫ് ഫ്രീഡം ദാറ്റ് യു ബൈ. മേ ബി ഒരു നല്ല പാർട്ട്ണറിനെ ഓൺ ബോർഡ് ചെയ്യുവാണെങ്കിൽ യു ഗെറ്റ് ഇപ്പം എന്താ ദിസ് പേഴ്സൺ കുഡ് കൈൻഡ് ഓഫ് ലൈക്ക് നല്ല വിഷണറി ആയിട്ടുള്ളൊരു VC ആണെങ്കിൽ ആൾക്ക് മാർക്കറ്റിനെ പറ്റി നല്ല നോളജ് ഉണ്ട്. ഒരു ഫൗണ്ടർക്ക് നല്ലൊരു ബ്രെയിൻ സ്റ്റോമിംഗ് പാർട്ണർ ആവാം. അങ്ങനെ കുറേ നല്ല അഡ്വാൻറ്റേജസ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് എന്നുള്ളൊരു ഫീലിംഗ് വരില്ല. I think Finelabs fully bootstrapped ആയിരുന്നല്ലേ? How is that? I mean, ഇപ്പം നമ്മൾ 4th year ആണ് എത്തിക്കുന്നത്. ആൻഡ് റൈറ്റ് നൗ 22 ആൾക്കാരുണ്ട് അക്രോസ് ദ എവറിത്തിങ് വി റൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു വൺ ഫ്യൂച്ചർ ഐ സി ടീമിനോടായാലും ഇവൻ നമ്മളായാലും ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ തിങ്സ് വി ഡു ഇസ് വി ഇൻസെൻറ്റിവൈസ് ദ ലോങ് ടേം പ്ലേയേഴ്സ് ഇൻ ദ കമ്പനി. ലൈക്ക് ബോണസസ് പോലെ ഇറ്റ് ക്യാൻ ബി ലൈക്ക് മൾട്ടിഫുൾ ഓഫ് ഇയർലി സാലറി ആണ് നമ്മൾ വൺ ടൈം ആയിട്ട് കൊടുക്കുന്നത്. ഇറ്റ് റിയലി ഐ ഹവ് സീൻ പീപ്പിൾ ഗെറ്റിംഗ് ബൈയിങ് കാർ ആൻഡ് ബൈക്സ് ആൻഡ് എവറിത്തിങ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. സോ ഐ കുഡ് സീ ഇത് there are like few examples in the world on how this can be designed ഉള്ളതാണ്. ഒന്ന് എനിക്ക് ഐ തിങ്ക് VC മോഡൽ അല്ല നമ്മുടെ സംഭവം. വി ആർ വെരി ക്ലിയർ ഓഫ് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് ഫ്യൂ മില്യൺസ് ARR ഓടിച്ച് പോകാൻ പറ്റിയ ഒരു കമ്പനിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു $1 billion ബെറ്റ് അല്ല എന്നുള്ളതാണ് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ ഐ തിങ്ക് ടീം ഈസ് ഓൾസോ വെരി ഗുഡ് അറ്റ് ദാറ്റ്. ആൻഡ് എന്താ പറയുക, ഇഫ് യു ആസ്ക് മീ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഐ ക്യാൻ ആൻസർ മോർ അബൌട്ട് ഇറ്റ്. സോ എന്തെങ്കിലും സ്പെസിഫിക് ചാലഞ്ചസ് ഉണ്ടായിരുന്നോ? ലൈക്ക് ഇപ്പം ഐ തിങ്ക് യു സ്റ്റാർട്ടഡ് 4 years ബാക്ക്. ആ സമയത്ത് ഐ തിങ്ക് ആ സമയത്ത് നല്ല ഫണ്ട് റൈസിങ് സ്പ്രീ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് കുറേ സ്റ്റാർട്ടപ്പ്സൊക്കെ ഫണ്ടഡ് ആയത് ആ സമയത്താണ്. ലൈക്ക് ടീം സ്കെയിൽ ചെയ്യേണ്ട സമയത്തോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഐ തിങ്ക് അന്നേരമൊക്കെ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നു? ലൈക്ക് യു തോട്ട് ഓക്കെ കുറച്ച് ഫണ്ടിങ് ഉണ്ടായിരുന്നെങ്കിൽ യു കുഡ് ഹാവ് ജസ്റ്റ് ബ്രോട്ട് ഇൻ മേ ബി കുറച്ച് ടാലൻറ്റ് അങ്ങനെ എന്തെങ്കിലും? ഒന്ന് മേ ബി ഒന്ന് when I was starting it, I was always sitting with a ഫിനാൻഷ്യൽ ഇതുള്ള ക്ലബ് ഹൗസ് എല്ലാവരും ഓൾറെഡി കൈൻഡ് ഓഫ് സോളിഡ് ആയിരുന്നു. ബാക്കപ്പ് എക്സ്ട്രീം റൺവേ ഉള്ള കാരണം കൊണ്ട്
ഐ എം ഓക്കെ വിത്ത് ടേക്കിംഗ് ഇറ്റ് സ്ലോ ഈവൻ ക്യാഷ് ഫ്ലോ ഇതിലേക്ക് കൊണ്ടുവരാം. ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. I think that's also what I recommend the founders as well. How do you manage the cash flow? How do you run the burn thing? Even as I think the business unit ഇപ്പോൾ കോൺസെപ്റ്റ് ആണെങ്കിലും ബേസിക് ക്യാഷ് ഫ്ലോ മാനേജ്മെൻ്റ് ആണ് അറ്റ് ദി എൻഡ്. എൻ്റെ ഓരോ ബിസിനസ് യൂണിറ്റിന് PNL മേക്കപ്പ് ചെയ്യുക, ബെറ്റർ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി. സോ അതായിരിക്കാം. ഐ ഡിഡ് നോ ഇഫ് ദാറ്റ് വാസ് ദ തിങ് ഐ വാസ് ഡൂയിങ് ബാക്ക് ദെൻ, ബട്ട് ഇറ്റ് ഓൾ മേക്സ് സെൻസ് എന്നുള്ളതാണ്. ഇറ്റ് ഓൾ കം ഡൗൺ ടു ദിസ്. ബട്ട് when I started, I was like a growth marketer. I could, if I had a product, I could bring customers എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കോർ എക്സ്പെർട്ടീസ്. ആൻഡ് ദാറ്റ് ഇസ് where I excelled really really well. അപ്പോൾ അവിടെയായിരുന്നു എൻ്റെ മെയിൻ സംഭവം. പിന്നെ ഐ മീൻ ചില പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു, ഈവൻ AB ഫൈനൽ പോലത്തെ പ്രോഡക്റ്റ് ഒക്കെ ഓക്കെ ഇറ്റ് കുഡ് കൈൻഡ് ഓഫ് ഗോ ടു ദ VC ലെവലുള്ള സ്കെയിൽ. പക്ഷേ വി ഡിഡ്ന്റ് ഹാഡ് ദ കോൺഫിഡൻസ് കൺവിക്ഷനോ കുറച്ച് എന്തൊക്കെയോ മിസ്സിംഗ് എലമെൻറ്റ് ഉണ്ടായിരുന്നു ഫോർ അസ് ടു ഗോ ടു ദാറ്റ് VC സ്കെയിലുള്ളത്. അപ്പോൾ ഐ വുഡ് സേ ചിലപ്പോൾ ഇത് ഫിഗർ ഔട്ട് ചെയ്ത് ഓൺ ദ ഗോയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം ഒരു സൈഡായിട്ട് വേണമെങ്കിൽ VC മോഡൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരിക്കാം. അതർവൈസ് ദിസ് ഈസ് എ വെരി ഗുഡ് സ്റ്റേജ് എന്നുള്ളതാണ്. കാരണം ഐ തിങ്ക് സസ്റ്റൈനബിലിറ്റി ഒരു വൺ ഇമ്പോർട്ടൻസ് സാധനമാണ് ആസ് വി ആർ ലൈക്ക് ബിൽഡിംഗ് ഫോർ വെരി വെരി ലോങ് ടേം. പിന്നെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ തിങ്സ് ഐ ഡു ഈസ് R&D. അപ്പോൾ ഈവൻ നമ്മളായാലും കൺവെർഷൻ AB വാസ് എൻ R&D, ഫിക്സ് മൈ സ്റ്റോർ വാസ് എൻ R&D, AB ഫൈനൽ വാസ് എൻ R&D. അപ്പോൾ ഐ മീൻ എവറി പ്രോഡക്റ്റ് നമ്മൾ ഇന്റർണലി ഒരു ഹാക്കത്തോൺസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഐ മീൻ ഈ ഓവർ ദ വീക്കെൻഡ് നമ്മൾ ഓഫീസസ് ഉണ്ടായിരുന്നില്ല. ഐ മീൻ ലാസ്റ്റ് I think hackathons കുറേ നല്ല പ്രോഡക്റ്റ് Twitter I think was born out of hackathon. ഐ മീൻ ഓവറോൾ ഐ മീൻ നമ്മളായാലും പല പ്രോഡക്ട്സും കാരണം ഐ വിൽ ഗിവ് യു ബിറ്റ് മോർ കോണ്ടെക്സ്റ്റ്. കാരണം നമ്മൾ കമ്പനി തുടങ്ങിയിട്ട് വി ഡിഡ്ന്റ് ഹാഡ് ആൻ ഓഫീസ് എക്സ്പെൻസ് സേവ് ചെയ്യാൻ വേണ്ടി വി യൂസ് ടു ടേക്ക് ദ ടീം ടു വിയറ്റ്നാം, ദുബായ്, Airbnbs എടുത്ത് ഗോവ, പലയിടത്തേക്കും പോകുമായിരുന്നു. വി യൂസ് ടു that's when I also met the team. അല്ലെങ്കിൽ it was all remote. We communicate on a Discord ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഇമെയിലും വാട്സപ്പ് ഒക്കെ ആയിരുന്നു. but we never met. മനസ്സിലായോ? അപ്പോൾ ഓൺലി വി മെറ്റ് എവറി 4 months. നമ്മളൊരു ട്രിപ്പ് പോവും, Airbnb എടുത്തിട്ട് പോവും. ദെൻ വൺ ഓഫ് ദ ടീം ബോണ്ടിങ് ആക്ടിവിറ്റി വാസ് ഹാക്കത്തോൺ. അതായത് വി കൈൻഡ് ഓഫ് ഹാവ് എ ലീഡർ ബോർഡ് വെർ പീപ്പിൾ കോമ്പീറ്റ് ഈച്ച് അതർ. ആൻഡ് ആ ഒരു സ്പ്രിൻറ്റിൽ മേ ബി ദൈ കവർ ദ ലേണിംഗ് ഓഫ് മോർ ദാൻ 6 months all in a stretch. ആൻഡ് അന്ന് തന്നെ ലോഞ്ച് ചെയ്യും ഓഫ് ദ വൺസ് ദ ഹാക്കത്തോൺ എൻഡ്സ്. അപ്പം അങ്ങനെയാണ് നമുക്ക് തിങ്ക് 21 പ്രൊഡക്റ്റ് ആയിട്ട് ഷോപ്പിഫൈ ആപ്സ് ആയിട്ട്. അതിന് എത്ര ഹാക്കത്തോൺസ് ഐ മീൻ പോസിബിളി 5-6 ഹാക്കത്തോൺസ്. ഓക്കെ, പല ഹാക്കത്തോൺ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈവൻ ഇന്റേണലും ലോഞ്ച് ചെയ്യാത്ത കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. മേ ബി അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ബട്ട് ദ വൺസ് ദാറ്റ് വി ലോഞ്ച്ഡ് ആർ സം ആർ റവന്യൂ, സം ആർ സ്റ്റിൽ നോട്ട് റവന്യൂ. അപ്പോൾ ചിലത് നമ്മൾ എന്താ പറയുക സൺസെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ഐ എം ട്രൈങ് ടു സേ ദാറ്റ് നമ്മളൊരു ഹാക്കത്തോൺ എന്താ പറയുക ബിൽഡിംഗ് ലോഞ്ചിങ് സ്പ്രീ കുറേ പോയിട്ടുണ്ട്. ഐ കുഡ് മേ ബി റൂട്ട് ദിസ് ബാക്ക് ടു വെൻ മൈ കരിയർ സ്റ്റാർട്ടഡ്. ഞാൻ ആപ്പ് മേക്കറിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് Web2Desk, PW2, APK, Intercept.Rest പല പ്രൊഡക്ട്സും ഓവർ ദ വീക്കെൻഡ്. അത് ഞാനും സലീം അനീസും ഇരുന്ന് എന്താ പറയുക വീക്കെൻഡ് ശനി ഞായർ ഇരുന്ന് ഒരു ഗൂഗിൾ ഡോക്ക് ഉണ്ടാക്കി ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. സോ ഐ ടേക്ക് കെയർ ഓഫ് ദ ഒരു PM കൈൻഡ് ഓഫ് ആക്ടിവിറ്റി. ലോഗോ ഡിസൈൻ ചെയ്യും, എങ്ങനെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യും, എങ്ങനെ എവിടേക്ക് ലോഞ്ച് ചെയ്യണം, എവിടേക്ക് ലിസ്റ്റ് ചെയ്യണം, ഹാക്കർ ന്യൂസ് ലിസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. So I was exposed to at the early stage in my career with rightly working with these founders, building products, launching it. ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആൻഡ് ഐ റിമെമ്പർ Web2Deskന്റെ കോമ്പറ്റീറ്റർ ടു ഡെസ്ക്ടോപ്പ് YC ബാക്ക്ഡ് ആണ്, PW2ന്റെ കോമ്പറ്റീറ്റർ YC ബാക്ക്ഡ് ആണ്, എല്ലാത്തിൻ്റെയും Interceptന്റെ കോമ്പറ്റീറ്റർ Vceptor YC ബാക്ക്ഡ് ആണ്. ഇതൊക്കെ കാണുന്നുണ്ട്. ഐ മീൻ വി വർ ലൈക്ക് above the what do you call too early in certain phases. Context നന്നായിട്ടുണ്ട്, ബട്ട് too early. പിന്നെ I mean, basically, the point I'm trying to say is that hackathon was always the team spirit for us. Even last August, I mean, when the team all came to the office, Kochi office and Calcutta office, we went to hackathon നടത്തി, we went to Ranjab വന്നു. So it's more of ഒരു ഫൺ ആക്ടിവിറ്റിയാണ് for us to build, launch kind of thing, right? So അതാണ് എൻ്റെ ഒരു കിക്ക് തന്നെ മൊത്തത്തിൽ. ഐ തിങ്ക് അതിനൊരു ഫണ്ട്. ഐ തിങ്ക് ഞാൻ കോളേജിൽ നടന്ന സമയത്ത് ഇങ്ങനെ റാൻഡം ഐ തിങ്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ആക്ച്വലി കുറേ പേരെ പരിചയപ്പെട്ടത് റാൻഡം ഹാക്കത്തോൺസിൽ ചെന്നിട്ടാണ്. സോ ഇപ്പം സുബിൻ എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട്. സുബിൻ 2000 VFSൽ വെച്ച് കണ്ടായിരുന്നു. സോ സുബിനും ഞാനും ഐ തിങ്ക് ഞങ്ങളൊരു ഓപ്പൺ സോഴ്സ് പരിപാടിക്ക് മീറ്റ് ചെയ്തത്. ബട്ട് ദെൻ വി വെന്റ് ഓൺ ടു ബി ലൈക്ക് റിയലി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ കുറേ ഹാക്കത്തോണിന് പോയി. ഐ തിങ്ക് MLHൻ്റെ ഒക്കെ കുറേ ആയത് ഓർമ്മത്തിൽ ഞങ്ങൾ റിമോട്ട് കോവിഡിൻ്റെ സമയത്ത് ഇരുന്ന് കുറേ പ്രൈസൊക്കെ അടിച്ചു. പക്ഷേ ഐ തിങ്ക് വൺ തിങ് ഐ വാണ്ട് ടു ആഡ്. ഇപ്പോൾ നമ്മൾ കോളേജ് സമയത്ത് it's like if you go to hackathon, it's like പുട്ടടിക്കാൻ കാശ് കിട്ടും, ഫ്രീ ടീഷർട്ട് free thing.
I mean, അങ്ങനത്തെ ഒരു ഇതുണ്ട്. I mean, nothing wrong in that. But I have seen people, back to back going behind hackathon, making money. Hackathon ഇന്ന ഒരു പ്രയോറിറ്റി ആക്കി വെക്കുകയാണ് than building a product, than getting customers എന്നുള്ളത്. So what if KPH hackathoniലേക്ക് ഞാൻ എത്താനുള്ള കോൺവെർസേഷൻ അത് തന്നെയാണ്. I mean, what if these products could build $1,000 per month? Outcome. Yeah. Not winning the prize money, not winning the free t-shirt, but what if you change the priority into launching these products? Yeah. അത് വെച്ചിട്ടാണ്, that's one way we rethink. I think one way we are thinking about KPH hackathon, I think ഒന്ന് എത്രയും പെട്ടെന്ന് എങ്ങനെ can we get them to make this a sustainable business? ഒരു ഫസ്റ്റ് $1,000 എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യലി co-foundersനെ മേ ബി നല്ല ടാലന്റിനെ എങ്ങനെ ഡിസ്കവർ ചെയ്യും. ഇപ്പം ഞാൻ സുബിനെ പരിചയപ്പെട്ട കാരണമാണ് ഞാൻ ആൻഡ്രോനെ പരിചയപ്പെട്ടത്. ഹോപ്സ് കോച്ചിൽ ഞാൻ പിന്നെ വർക്ക് ചെയ്യാൻ ആൻഡ്രോ ആണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. അപ്പം നെറ്റ്വർക്ക് എഫക്റ്റ് നല്ല രീതിക്ക്. I mean, even hackathon is where the top 1% is filtered from the entire state. All come together, hack stuffs. You're expanding your surface area of luck avada. Yes. And go back to the Goosebumps one. This is like Ashwin item podcast, second podcast. I like surface area of luck innovative, and I think that is the whole game. How do we increase the surface areas of luck? You meet the right people at the right time, be for meetups, events, build them relationship over the long term, even become co-founders, or a lot of things could be. Matrala, you're exposing your work to a lot of people in the same room at the same time. Like if imagine if namukku I don't know, I was just thinking like KPH hackathon നടക്കുന്ന സമയത്ത് like live ആയിട്ട് kind of like upvoting like something. That would be cool. I mean, even നമ്മളെ കയ്യിൽ ഇപ്പോൾ launches.kph.club അപ്പം സൈജിൽ ത്രൂ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ പ്ലാൻ ഈസ് ലൈക്ക് how do we inculcate those things? I want like even there might be some IT company who might be 6 months into the production, not even shipped anything. Can they come here as a team, then ship it over the weekend? Yeah, and one thing, often actually very almost like stuck ആയിരിക്കുന്ന പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി I mean, like ഡിസൈൻ എങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ എല്ലാം like just stop worrying about this. കാരണം ഇത് I mean at least ആ ഒരു കൾച്ചർ ഓഫ് ഇത് മാറ്റിയെടുക്കാൻ തന്നെ I could see tons of product coming in. കാരണം ഇവർ ഈ പെർഫെക്ഷന് നമ്മളൊന്നും ഇപ്പോൾ ഓവർ ദ വീക്കെൻഡ് ലോഞ്ച് ചെയ്തിട്ടു, പിന്നെ കുറച്ച് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഡിസൈൻ പാർട്ട്ണർ സ്റ്റേജിലൊക്കെയാണ് നമ്മളിപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. വി ഡോണ്ട് റാൻഡംലി നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഫീച്ചർ ആർക്കും വേണ്ടായിരിക്കും. അതെ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പം എനിക്ക് ഈ KPH hackathonൽ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്റ്റുഡൻസ് ഒരു സൈഡിൽ കൂടെ ഡെഫിനറ്റ്ലി വേണം. I mean, but more than students, can we have IT service company, IT product companies who might be stuck in the whole thing, who might be okay ഒരു 6 months എടുക്കും, 8 months എടുക്കും, 1 year എടുക്കും to launch it. അപ്പം ഞാൻ തന്നെ when I talk to them, I get what really, കാരണം they might be എന്താ പറയുക not seen these kind of things where software products ആണ് എന്തായാലും ഓവർ ദ വീക്കെൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു MVP മിനിമം ലവബിൾ വേർഷൻ പോലെ സാധനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. ഞാൻ ഓഫ്റ്റൻ ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര സ്കോപ്പ് ക്രീപ്പ് വരുന്ന കാരണമാണ് ഏറ്റവും പ്രശ്നം. അതായത് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് കാര്യം വെറുതെ ഇങ്ങനെ ലൈക്ക് വാലിഡേറ്റ് പോലും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഐ തിങ്ക് നമുക്ക് ആക്ച്വലി ഹാക്കത്തോൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം അൺനെസസറി സംഭവങ്ങൾ, എസ്പെഷ്യലി നമുക്ക് ഇത്രയും മെൻറ്റേഴ്സ് ഉള്ള കാരണം അൺനെസസറി ഫീച്ചേഴ്സൊക്കെ ലൈക്ക് ജസ്റ്റ് ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. സോൾവ് വൺ പെർഫെക്റ്റ് പ്രോബ്ലം, ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഔട്ട് ദ മാർക്കറ്റ്, ജസ്റ്റ് മേക്ക് സം മണി. അതെ. പിന്നെ വേണമെങ്കിൽ എന്താ പറയുക ഓവർ ദ ടോപ്പ് ആസ് യു ഗെറ്റ് ദ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക്, ആസ് യു ബിൽഡ് ഔട്ട് തിങ്സ് ചെയ്യാം. കാരണം നമ്മൾ ആ സംഭവം ആയിരിക്കാം മേ ബി ദ മിസ്സിംഗ് എലമെന്റ് ഇൻ മോസ്റ്റ് കേസസ്. കുറേയൊക്കെ കൈൻഡ് ഓഫ് ലൈക്ക് വൈറ്റമിൻസ് ആണ് ആൾക്കാർ, വൈറ്റമിൻസ് ആൻഡ് പെയിൻ കില്ലേഴ്സ്. അതുണ്ടല്ലോ ലൈക്ക് ജസ്റ്റ് സോൾവ് എ പെയിൻ കില്ലർ പ്രോബ്ലം, റെസ്റ്റ് ഓഫ് ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. എല്ലാം വൈറ്റമിൻസ്, എല്ലാം ജസ്റ്റ് വാല്യൂ ആഡ്സ്. പിന്നെ അനദർ തിങ് ഐ വാണ്ട് ടു ഈവൻ ഈ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയോ ഇപ്പോൾ കിരണായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു ഫസ്റ്റ് ആ പ്രോബ്ലം ഡിഫൈൻ ചെയ്തു, ഹൗ ഡു യു എങ്ങനെ പ്രോസസ്സിങ് ചെയ്യും, മെസ്സേജിങ് എന്ന് സംഭവമില്ല അവിടേക്ക് ഒന്നും ഡബിൾ ടാപ്പ് ചെയ്ത് കൊള്ളാമെന്നുണ്ട്. ഐ മീൻ വെൻ ദേ ആർ ഇൻ ദ ഹാക്കത്തോൺ, വെൻ ദേ ആർ കമ്മിങ് ടു ദ ആസ് എ പാർട്ടിസിപ്പൻറ്റ്, അപ്പോൾ വി കുഡ് ഈവൻ ഇൻസ്റ്റിൽ ദ നോളജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. വട്ട് ഇഫ് ഓക്കെ ഹൗ ഡു യു ഈവൻ ത്രൂ ദ വീഡിയോ അല്ല ത്രൂ ദ SEO പലതും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഫ്രം ദ എക്സ്പേർട്സ്. കാരണം അതൊക്കെ ആയിരിക്കും മിസ്സിംഗ് എലമെൻറ്റ്. ഐ മീൻ കാരണം ഞാൻ ഈ KPH റൺ ചെയ്യുമ്പോൾ one thing I noticed, I seen products being built out, launched, then get shutting down. Some products which sustain are what we see right now, but other products could die off then, but they may have missed that small ഒരു 2-3 സ്ക്രൂ കൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെയാണ് ഐ വുഡ് സേ. അതും ഭയങ്കര ഐ മീൻ വി കനോട്ട് ഡു ഇറ്റ് ഫോർ ഓൾ. ഐ മീൻ ഒന്ന് സ്പേസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ FS ബ്ലോഗ് എന്ന് പറയുന്നൊരു ഇതുണ്ട്, റിയലി ഫാർനം സ്ട്രീറ്റ്. അതിൽ ഒരു കൺസെപ്റ്റ് ഇനേർഷ്യ പറയുന്നത് ഒന്നുമല്ല, ഒരു നമ്മുടെ ഫിസിക്സിലുള്ള ഇനേർഷ്യ കൺസെപ്റ്റ്. നമുക്കൊരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലോട്ട് മാറാൻ പാടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു സംഭവം ബിൽഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ ഇതങ്ങ് ഇറക്കി കൈൻഡ് ഓഫ് ലൈക്ക് ഒരു മേ ബി ഒരു ഫസ്റ്റ് കോൾ ടീമിലേക്ക് ഭയങ്കര മടിയായിരിക്കും. സോ
Can we do that here? Can we do that here? Yeah. ഇപ്പം ഞാൻ ചിബി ആക്ച്വലി ചിബിയിൽ ആക്ച്വലി ഫസ്റ്റ് കസ്റ്റമർ ക്ലോസ് ചെയ്യാൻ നിന്നോണ്ടിരിക്കുക. Congrats. അത് ലൈക്ക് അത് റാൻഡംലി കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ഇമെയിൽ അയച്ചു. ദേവർ ലൈക്ക് ഓക്കെ ദിസ് ഇസ് കൂൾ, ലെറ്റ്സ് ഹോപ്പ് ഓൺ എ കോൾ. 2 weeks മുമ്പ് ഒരു കോൾ എടുത്തു. എന്നിട്ട് ഇപ്പോൾ ആൾ ലാസ്റ്റ് ഡേ റിപ്ലൈ ചെയ്തു, ഓക്കെ ടീമായിട്ടിനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, വിൽ സെറ്റ് അപ്പ് കോൾ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. അപ്പം അങ്ങനത്തെ ഓരോ സ്റ്റെപ്സ് ഫൗണ്ടേഴ്സ് എടുക്കണം ആസ് ദേ ബിൽഡ് പ്രൊഡക്റ്റ്. ചുമ്മാ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ലോഞ്ച് ചെയ്ത് പ്രൊഡക്റ്റ് ഹണ്ടിൽ ഇട്ട് അപ്പോട്ട് വെയിറ്റ് ചെയ്യല്ല വേണ്ടത്. അതല്ല വാനിറ്റി മെട്രിക്സ്. അപ്പോൾ വാനിറ്റി മാറ്റി ഹൗ ഡു ഡിറൈവ് ഇറ്റ് ഇൻ ടു വാല്യൂ, ഹൗ ഡു യു യുനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത്. സോ ഐ എം നോട്ട് റണ്ണിങ് ഇറ്റ് ഹാക്കത്തോൺ എന്താ പറയുക ഫോർ ദ നെയിംസ് ഓഫ് ഹാക്കത്തോൺ അല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻറ്റൻഷ്യലി ഓക്കെ നാളെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് എന്തോ ആയിരിക്കാം, കുഡ് ബി ലൈക്ക് മേക്കിംഗ് മില്യൺസ് റവന്യൂ. ഞാൻ നമ്മുടെ മിക്സ് റാങ്കിൽ അശ്വിനായിട്ട് ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അശ്വിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഈസ് മണി ഇൻ ദ ബാങ്ക്സ്. യെസ്. അപ്പം are there people who are willing to pay for this thing? Yeah. And will they pay for it to use it again and again? അശ്വിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, മാസ് ക്ലാസ് നമ്മൾ എന്തെങ്കിലും ടു ബി എഡിറ്റഡ് ആണ്, ബട്ട് അതും കിട്ടില്ലാണ്. ഐ തിങ്ക് അങ്ങനെ കുറച്ച് കോഴ്സ് മെറ്റീരിയലും സ്ലാഷ് ഇത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ സോ വി ഹാവ് ദ ഫൗണ്ടേഴ്സ് വിത്ത് ബെറ്റർ ക്ലാരിറ്റി ഓഫ് ബെറ്റർ നോളജ്, ദെൻ യുനോ ഇത്തിരി പ്രോബിലിറ്റി ഓഫ് വിന്നിങ് സാധനം ബെറ്റർ ആക്കാൻ പറ്റും നമുക്ക്. നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൺ വേ ഐ കുഡ് സീ ദിസ് ഗോയിങ്. Yeah, but so we are inviting, you know, we can both look at their camera. Okay. So we are inviting you to the KPH Hackathon. The link is in the description below, and see some of you over there. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞു സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് ആൻഡ് ഡെഫിനറ്റ്ലി. ഹൈലി റെക്കമെൻഡഡ്. എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചല്ലോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു 1.5 hours നമ്മൾ റാൻഡം സാധനങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തിയില്ല. ടച്ചപ്പ് ചെയ്തു എന്തൊക്കെയും. നമ്മൾ യൂഷ്വൽ പോഡ്കാസ്റ്റ് ഫോർമാറ്റ് പിടിച്ചില്ല. ഐ മീൻ നമുക്ക് കുറേ അറിയണായതുകൊണ്ട് നമുക്ക് ആ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് വി കൻ ടോക്ക് എൻലെസ്ലി. ഫുള്ളി ആപ്പ് സെഷൻ ആയിരുന്നു. അതെ. അപ്പോൾ അത് ഇൻ എ വേ ദിസ് ഐ ഹോപ്പ് ദിസ് വിൽ ബി യൂസ്ഫുൾ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. ഐ തിങ്ക് മോർ പീപ്പിൾ ഷുഡ് ബി ബിൽഡിംഗ് പ്രൊഡക്ട്സ്, ക്രാക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ, കമ്മിങ് ടു KPH meetups, launching and coming to hackathons to build it, and eventually I think the product coming from Kerala has to be what you call really making the mark. Yeah. അത് സം ഓഫ് ദ We have a lot of really good founders here. ഇപ്പം ഗൗതം ഉണ്ട്. ഗൗതം ഐ തിങ്ക് ഇപ്പോൾ റീസെൻ്റ് ഐ തിങ്ക് പോക്ക് ലോഞ്ച് ചെയ്തു. ഐ തിങ്ക് അത് 2-3 ഐറ്ററേഷൻ ചെയ്തു. നമ്മുടെ മീറ്റപ്പിന് ആക്ച്വലി വന്നപ്പോൾ ഡെമോ ചെയ്തിട്ടായിരുന്നു. സോ ദർ ആർ റിയലി ഗുഡ് ഫൗണ്ടേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഹിയർ ഇൻ അവർ കമ്മ്യൂണിറ്റി. ആൻഡ് ഒരു മെൻഡറാണ് ഇപ്പോൾ ബൈ മീ കോഫിയിൽ ജിജോ ഉണ്ട്, വോയിസ് നോട്ട്സ്. ഐ മീൻ നല്ല നല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കി ഷിപ്പ് ചെയ്ത ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരുന്നുണ്ട്. അവർ മെൻഡർ ചെയ്യുമ്പോൾ വേറെ ഒരു സാധനമായിരിക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് സം റാൻഡം മെൻഡർ അല്ല, ഐ മീൻ ഹു ജസ്റ്റ് കെയിം ഫോർ ദ വാനിറ്റി ഓർ ഹു ജസ്റ്റ് യുനോ came for the money, but they are very really invested into it. ഞാൻ ഓരോ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അസ്ലം ഉണ്ട് മൈക്രോഫോണിൽ. അസ്ലം എനിക്ക് ഓരോ പ്രാവശ്യം ഫീഡ്ബാക്ക് വരും. Aslam, I think I have to shout out to Aslam as well. I mean, I've heard from people, he reach out to people and suggest feedback, and ഇപ്പോൾ ഫഹീമിനെ റീച്ച് ഔട്ട് ചെയ്തിട്ട് പലരും റീച്ച് ഔട്ട് ചെയ്തിട്ടായിരുന്നു. I mean, that is അടിപൊളി. They could have just gone ahead with their own thing, but they choose to what you call invest back into the community. അത് തന്നെയാണ് it's the whole win of KPH, I would say. Totally. Yeah. And that's it from us, and yeah, if first time കാണാണെങ്കിൽ make sure you subscribe the channel, and yeah, make sure you check out the Kirans as well. Yeah, ta-da, shake it. നന്ദിയുണ്ട്. KPH കമ്മ്യൂണിറ്റിയിലുള്ള പല ഫൗണ്ടേഴ്സും പറയുന്നത് പല പ്രൊഡക്റ്റും ഓവർ ദ വീക്കെൻഡ് പ്രൊജക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫണ്ണായിട്ട് ശനിയും ഞായറായിരുന്നു ബിൽഡ് ചെയ്ത് മൺഡേ ലോഞ്ച് ചെയ്യുക എന്നൊരു ആക്ടിവിറ്റി തന്നെയാണ് പല ഫൗണ്ടേഴ്സും ചെയ്തിട്ടുള്ളത്. അത് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് KPH ഹാക്കത്തോണിൻ്റെ ഇൻറ്റൻഷൻ. Can you build $1,000 per month generating products from Kerala? AI വന്നിട്ടുണ്ട്. Things have become really easier. Now it's a matter of launching the products and scaling it. KPHൻ്റെ മറ്റൊരു ഇവൻറ്റ്സ് എല്ലാം പോലെ ഇത് ഇൻവൈറ്റ് ഓൺലി ഹാക്കത്തോൺ ആണ്. എക്സ്ട്രീം ക്യൂറേറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് നെക്സ്റ്റ് 3 months $1,000 per month ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. നമ്മുടെ ഹാക്കത്തോൺ കഴിയുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുക. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ റിസോഴ്സസ് from launching to generating the first dollar from the internet, and first dollar to $10, $10 to $100, $100 to $1,000 per month. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസ് ഹെൽപ്പ് ചെയ്യുക. അത് ഫ്രം ദ മെൻറ്റേഴ്സ് ഫ്രം KPH ആണ് നമ്മൾ എനേബിൾ ചെയ്യാൻ നോക്കുന്നത്. KPH ഹാക്കത്തോണായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫീൽ ഫ്രീ ടു റീച്ച് us out. Hackathon link is in the bio, and see you soon.